السلام عليكم ورحمة الله تعالى وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. بسم الله عليم القدرة والشان شديد البطش والبرهان أفل الدين والقرآن ما شاء الله كان ما لم يشاء لم يكن لا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ورفعنا لك ذكرك وقد كان النبي صلى الله عليه وسلم من كذب علي متعمدا فليتبوأ مقعده النار. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا صاحب البغداد كل ناصر يا مطلب الحاجات يا بدر القادر. സർവാധന്യരായ കൊടുവദ്ദർഹം മുസ്ലിയാർ, കെ സി ബുക്കറുദാരിനി, സി മുഹമ്മദ് അൽ ഫേമി, അബ്ദുസമദ് ഫൈസി, അബൂ ഫൈസി കോട്ടപ്പാടം, വേദിയിലും സ്ഥിരമായിട്ടുള്ള പണ്ഡിത മഹത്തുക്കളെ, നല്ലവരായ രക്ഷിതാക്കളെ, കർമ്മോത്സവരായ വിദ്യാർത്ഥി യുവജന സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ യുക്തികളിലും നാം പറയുന്നതിലും കേൾക്കുന്നതുമൊക്കെ സ്വാലിഹായ അമലായി നമുക്ക് ബോധിച്ച് അനുഗ്രഹിക്കട്ടെ. നമ്മെ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമ്മോട് ബന്ധപ്പെട്ടവർ, നമ്മെ സഹായിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മോട് സഹകരിച്ചവർ, ദ്വാരന്റെ വിഷയത്തിലവർ എല്ലാവരെയും അല്ലാഹു സ്വർഗ്ഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും അവരിൽ മരണപ്പെട്ടവരെ ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലും റാഹത്തിലും ഒക്കെ തീർക്കട്ടെ. ബിഹഖി നബിയ്യിന മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനികളെ, ശക്തമായ മഴയായിട്ടും യാതൊരു പ്രചരണവുമില്ലാതെ നിങ്ങളൊക്കെ നോട്ടീസ് കണ്ടിരിക്കും. ഒരു A4 ഷീറ്റിന്റെ 1/4 വലിപ്പം പോലുമില്ലാത്ത ചെറിയ ഒരു നോട്ടീസ് മാത്രം അടിച്ചപ്പോഴേക്കും ഇത്രയും ആളുകൾ ഇവിടെ തടിച്ചുകൂടിയെങ്കിൽ ഇനി മണ്ണാർക്കാടിന്റെ പ്രദേശത്ത് നമ്മുടെ ഏരിയയിൽ മറ്റൊരു വിഭാഗത്തിനും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് തെളിയിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ സദസ്സ് നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഉച്ചന്റെ ശേഷമുള്ള മഴ കണ്ടപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചു ആൾ വളരെ കുറവായിരിക്കും, ആരും ഉണ്ടാവൂല, നമ്മൾ ഭയങ്കര സ്ട്രോങ് ഉള്ള ചൂടുള്ള പ്രവർത്തകന്മാർ മാത്രമേ വരുള്ളൂ എന്നൊക്കെ നമ്മൾ വിചാരിച്ചു. പക്ഷെ ഒന്ന് നോക്കുമ്പോൾ അതിനേക്കാൾ ഉപരി സത്യം മനസ്സിലാക്കുന്ന ചിന്തയോടുകൂടെ ധാരാളം ആളുകൾ ഒത്തുകൂടിയിട്ടുണ്ട്. കൂട്ടത്തിൽ മറുവിഭാഗത്തിന്റെ ആളുകളും ധാരാളം വരുമ്പോൾ പലരെയും കണ്ടു വളരെയധികം സന്തോഷമുണ്ട്. അവരൊക്കെ സർവാത്മന ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പ്രവർത്തകന്മാരെ സ്വാഗതം ചെയ്യേണ്ട ആവശ്യമില്ല. അവരൊന്ന് വളരെ സ്നേഹത്തോടുകൂടെ ഇവിടെ ഇരുന്നുകൊണ്ട് കേൾക്കുന്ന സഹോദരന്മാർ, അതിനു പുറമെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ നമ്മുടെ SKSന്റെ ഇന്റർനെറ്റ് സംവിധാനത്തിലൂടെ ഇന്ന് വല്ലാത്തൊരു സംശയമായി അറിയിക്കുകയാണ് നമ്മുടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂം. സത്യത്തിൽ ഈ മുടി വിവാദത്തിൽ വലിയൊരു പങ്ക് വഹിച്ചത് നമ്മുടെ ഇന്റർനെറ്റ് ക്ലാസ് റൂമാണ്. കേരള ഇസ്ലാമിക് ക്ലാസ് റൂം, കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ സംവാദങ്ങളും അതിലെ ചില മുഖാമുഖങ്ങളും അതിലെ വിഷാദങ്ങളുമാണ് പലപ്പോഴും ഇവരെ വല്ലാതെ അലോസരപ്പെടുത്തിയത്. ആ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ഒരുപാട് മറുവിഭാഗത്തിന്റെ ആളുകൾ കേൾക്കുന്നുണ്ട് എന്നുള്ളത് നമ്മെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്.
അവർക്കെങ്കിലും സത്യം ബോധ്യപ്പെട്ട് സത്യത്തിന്റെ കൂടെ നിൽക്കാതെ സന്മനസ്സുണ്ടായെങ്കിലും പ്രതിത്വം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നതിന്റെ മുമ്പ് ആദ്യ കാര്യം BBC വരാൻ സൂചിപ്പിച്ചത് കൊണ്ടത് പറഞ്ഞു പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് കടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നേരത്തെ ബഹുമാനപ്പെട്ട ഇസ്മായിൽ സഖാഫി സൂചിപ്പിച്ചതുപോലെ നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമൂഹത്തിൽ ഇകഴ്ത്തിയ വിധം ഒരു മുടിയുമായി കൊണ്ട് കടന്നു വരികയും ആ മുടിയുടെ പേരിൽ പല തട്ടിപ്പുകൾ നടത്തുകയും ചെയ്തപ്പോൾ ഇത് സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന നമ്മുടെ ബാധ്യതയായതുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അതിന്റെ അച്ചടക്കമുള്ള വിദ്യാർത്ഥി സംഘടന SKSSF ഇങ്ങനൊരു ക്യാമ്പയിനും ഇങ്ങനൊരു പ്രചരണവുമായിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. അൽഹംദുലില്ലാഹ്, നമ്മളെ ക്യാമ്പയിന്റെയും നമ്മുടെ പ്രചരണത്തിന്റെയും ഫലം കണ്ടു എന്ന് തന്നെ പറയാം. ഇന്നവരെ കൂട്ടത്തിലെ എല്ലാവർക്കും അത് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഇനി ആരും ഉറപ്പ് മുടിയെ അനുകൂലിച്ച് പറയുന്നുണ്ടെങ്കിലും അവരുടെയൊക്കെ മനസ്സിലുള്ള ചിന്താഗതി ഈ മുടി വ്യാജം തന്നെയാണ്. എല്ലാവരും അവരെ കൂട്ടത്തിൽ ഓരോരുത്തരും ഇൻഷാ അല്ലാഹ് ഞാൻ ഓരോന്ന് കേൾപ്പിക്കാൻ പോവുകയാണ്. അവരെ കൂട്ടത്തിലെ ഓരോ പ്രമുഖരായ ആളുകളൊക്കെ അക്കാര്യങ്ങൾ തുറന്നു പറയുന്നതിന്റെ നേർക്കാഴ്ചകളാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ തിരുക്കേശം, അതിനെക്കുറിച്ച് നമുക്ക് തർക്കമേ ഇല്ല. അത് ആദരിക്കപ്പെടേണ്ടതാണ്, അത് ബഹുമാനിക്കപ്പെടേണ്ടതാണ്, അത് വളരെയധികം ബഹുമാനിക്കപ്പെടേണ്ടതാണ്. അതിൽ യാതൊരു തർക്കവും നമുക്കില്ല. പിന്നെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശേഷങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. അങ്ങനെയാണല്ലോ പൂർവികർ നമ്മെ പഠിപ്പിച്ചതും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ അവിടുത്തെ സർഫാക്കപ്പെട്ട തലയിലെ തലമുടി മുൻകണം ചെയ്ത സമയത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ശറഫാക്കപ്പെട്ട തിരുക്കേശം ലഭിക്കാൻ വേണ്ടി സഹാബാക്കൾ തിരക്ക് കൂട്ടിയിരുന്നു. കിട്ടിയവരൊക്കെ വളരെ ബഹുമാനത്തോടുകൂടെ വളരെ ആദരവോടുകൂടെയായിരുന്നു സൂക്ഷിച്ചു വച്ചിരുന്നത്. കിട്ടിയവർ വളരെ ബഹുമാനത്തോടുകൂടെ ചൊല്ലിപ്പിടിപ്പിച്ചവരുണ്ട്, വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ചവരുണ്ട്. കിട്ടാത്ത ആളുകൾക്ക് കിട്ടിവരുന്നത് വാങ്ങുമ്പോൾ ചിന്തിക്കുന്നു. വലിയൊരു മഹാൻ പറയുന്നു, നിങ്ങൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയിൽ നിന്ന് ഒരു മുടിയുടെ കയ്യിലുണ്ടാകുക എന്നുള്ളത് അഹബ്ബു ഇലയ്യ മിൻ കുല്ലി അസ്ഫറ വ അബിയദ അസ്ബഹ അലാ വജ്ഹിൽ അർളി ഫീ ബത്നിഹാ. ഭൂമിയിലുള്ള സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും എന്നുവേണ്ട സകല വസ്തുക്കളും ലഭ്യമാകുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അഹബ്ബു ഇലയ്യ മിൻ കുല്ലി വഹബിൻ വഫില്ലത്തിൻ ഫിൽ അർള്. ഭൂമിയിലുള്ള സകല വെള്ളിയേക്കാളും സകല സ്വർണത്തിനേക്കാളും പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു തിരുക്കേശം എന്റെ കയ്യിൽ ലഭിക്കുക എന്നുള്ളതാണ്. പുണ്യനബിയുടെ ഒരു മുടി ലഭിക്കുക എന്നുള്ളത് ഇത്രത്തോളം പുണ്യമായിട്ടാണ് അവർ കണ്ടത്. മാത്രമല്ല കാലഘട്ടത്തിൽ കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് കിട്ടിയവരടുക്കൽ പോകുന്നു, ആ കിട്ടിയ വെള്ളം, ആ കിട്ടിയ മുടി വെള്ളത്തിൽ വെക്കുന്നു, എന്നിട്ട് ആ വെള്ളം കുടിക്കുന്നു. ഒരു കിട്ടാക്കനിയായിട്ടാണ് മുടിയെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുക്കേശത്തെ കണ്ടിരുന്നത്. ഹിജ്റ 50 ജീവിച്ചിരുന്ന മഹാന്മാരോടും പറഞ്ഞിരുന്നത് എന്നെ കിട്ടിയെങ്കിൽ എന്നാണ്. ഈ സംഭവം രേഖപ്പെടുത്തിക്കൊണ്ട് ഹാഫിദ് ദഹബി ശംസുദ്ദീൻ അബൂ അബ്ദുല്ലാ മുഹമ്മദ് ബിൻ അഹ്മദ് ദഹബി തന്റെ സിയർ അലാമിന്റെ രേഖപ്പെടുത്തുന്ന ആ സമയത്ത് അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം പറയുന്നു, മിസ്ലു ഹാദാ യഖൂലുഹു ഹാദാ ഇമാം ബഅദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബി 50 സന. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി 50 വർഷം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ തന്നെ അക്കാലഘട്ടക്കാർ ഇങ്ങനെയാണ് പറഞ്ഞിരുന്നെങ്കിൽ അന്നെന്നത് കിട്ടാക്കനിയാണ്. 50 വർഷമേ പിന്നിട്ടുള്ളൂ. ഈ കാലഘട്ടത്തിൽ നമ്മളെന്താ പറയുക? ധാരാ പറയുന്നത് ഇമാം ഹാഫിദ് ദഹബി തന്റെ സീറ അലാമിന്റെ സമയത്ത്, ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. അപ്പൊ ഈ കാലഘട്ടത്തിൽ നമ്മളെന്താ പറയുന്നത്? നിങ്ങൾ അറിയണം, ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുള്ള കളിയാണ്. കാരണം ഇത് റസൂലുള്ളാഹിന്റെ മുടിയാണ് എന്നാണ് ഇവർ പ്രചരിപ്പിക്കുന്നെങ്കിൽ നമ്മളിത് വിശ്വസിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഈ മുടിയുടെ ഉടമ ആരാണോ അത് പ്രവാചകനാണെന്ന് സംഭവിച്ചിരിക്കുന്നു. സത്യത്തിൽ ഈ മുടി ആരുടേതാണ്? ഇപ്പൊ ഇവർ ആക്കോട് വെച്ചുകൊണ്ട് ഒരു മുടിയിട്ട് വെള്ളം കുടിക്കുകയുണ്ടായി. ആ മുടി ആരുടെ മുടിയാണ്? ഇൻഷാ അല്ലാഹ് ഞാൻ കേൾപ്പിക്കാൻ പോകുന്നുണ്ട്. പൊന്മള പങ്കുവെക്കുന്നു, അത് അമ്മുവിന്റെ മുടിയാണ്. ആരാ അമ്മു?
ഇസ്ലാമിക് സെന്ററിൽ അടിച്ചു വാരുന്ന സഹോദരി അമ്മു ഇൻഷാ അല്ലാഹ് കേൾപ്പിക്കാൻ പോകുന്നുണ്ട്. നിങ്ങൾ ആലോചിക്കണം. അപ്പൊ ഇത് കുടിച്ചൊരു വിശ്വാസം എന്താ? ഈ മുടിയുടെ ഉടമയാണ് എന്റെ പ്രവാചകൻ, അഥവാ അമ്മുവാണ് എന്റെ പ്രവാചകൻ. ഗൗരവല്ലേ? നിങ്ങൾ ആലോചിക്കുന്നു. ഇത് നമ്മൾ തിരുത്തണ്ടേ? ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ? ഇതേ എക്സ്പ്രസ് ചെയ്യുന്നുള്ള പ്രശ്നമുണ്ടാക്കലല്ല, ഇത് സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കല. അവർ പലതും പ്രചരിപ്പിച്ചിട്ടുണ്ട്, നമ്മളതിന്റെ പിന്നാലെ പോയിട്ടില്ലല്ലോ. കാന്തപുരത്തിനെ കുറിച്ച് ഒരു വാനോളം പുകഴ്ത്തിക്കോട്ടെ, നമുക്ക് വിരോധമില്ല. പറഞ്ഞു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണമെങ്കിൽ കാന്തപുരത്തിന് ടിക്കറ്റ് വേണം പറഞ്ഞു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ കാന്തപുരത്തിന് ടിക്കറ്റ് വേണം പറഞ്ഞതൊക്കെ പറഞ്ഞു. അതൊക്കെ പോട്ടെ, എത്രത്തോളം പറഞ്ഞു? കേരളത്തിന്റെ ശ്രീകൃഷ്ണനാണ് കാന്തപുരം എന്ന് പറഞ്ഞു. കാന്തപുരം ഇരിക്കുന്ന സ്റ്റേജിലാണ് പ്രസംഗിച്ചത്. കൂടെയുള്ളവരൊക്കെ തക്ബീർ ചൊല്ലി. കാന്തം എന്ന് പറഞ്ഞാൽ ആകർഷിക്കുന്നത്, പുരം എന്ന് പറഞ്ഞാൽ നഗരം എന്നാണ്. എന്നിട്ട് കാന്തപുരത്തിന്റെ കേരള യാത്രയിൽ ഒരാൾ പ്രസംഗിക്കുക. അപ്പൊ കാന്തപുരം എന്ന് പറഞ്ഞാൽ സകല നഗരങ്ങളെയും ആകർഷിക്കുന്ന വ്യക്തി. അതേ അർത്ഥമാണ് ശ്രീകൃഷ്ണനുമുള്ളത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കേരളത്തിന്റെ ശ്രീകൃഷ്ണനാണ് കാന്തപുരം. ഉസ്താദ് എണീറ്റിട്ട് മറുപടി പറയണ്ടേ, അരുത്, എന്നെ കുറിച്ച് അങ്ങനെ പറയുന്നത്. കുട്ടികൾ അതിനും തക്ബീർ ചൊല്ലി. അത് പറയട്ടെ, നമുക്ക് സഹിക്കാം. കാരണം അതും അദ്ദേഹവുമായിട്ടുള്ള വിഷയമാണ്. നോക്കൂ, നിങ്ങൾ മഞ്ചേരിയിൽ നിന്ന് കേരള യാത്രയിലെ സ്വീകരണ യോഗത്തിൽ പ്രസംഗിച്ചൊരു പ്രസംഗം കേൾക്കുന്നു. എന്താണെന്ന് വെച്ചാൽ കാന്തപുരം എന്ന വാക്കിന്റെ സംസ്കൃതമാണ്. അതായത് കാന്തം എന്ന് പറയുന്ന വാക്കിനെ ആകർഷിക്കുന്നത് എന്നാണ് അർത്ഥം. പുരം എന്നതിന് അർത്ഥം നഗരം, ശരീരം എന്നൊക്കെയാണ്. അപ്പൊ കാന്തപുരം എന്ന് പറയുന്നത് കേരളത്തെ മുഴുവൻ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നഗരമായോ കേന്ദ്രമായോ മാറിക്കുന്നു. ആ മാറ്റം ഞാൻ കുറച്ചുകൂടി കടത്തി പറയുകയാണ്. അത് നിങ്ങൾ ഈ കാണിച്ച ആവേശപ്രകടനം കൊണ്ടല്ല, നമ്മളത് ചിന്തിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ശ്രീകൃഷ്ണൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണത്? അത് ഇത് തന്നെയാണ്. കൃഷ്ണ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഓൾ അട്രാക്റ്റീവ്നെസ് എന്ന് ഇംഗ്ലീഷിലും, സംസ്കൃതത്തിൽ കർഷകനിധി കൃഷ്ണ എന്നാണ്. എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ആകർഷിക്കുന്നത് ഏതോ അതാണ് കൃഷ്ണൻ എന്ന് പറയും. അതുപോലെ കാന്തപുരം ആ അർത്ഥത്തിൽ കേരളത്തിന്റെ ഒരു കൃഷ്ണനായിട്ട് മാറിയിട്ടുണ്ട് എന്ന് ഞാൻ പറയാം. കാന്തപുരം കേരളത്തിന്റെ കൃഷ്ണൻ, അതൊക്കെ അവർ പറഞ്ഞോട്ടെ, നമുക്ക് സഹിക്കാം. അവർ പറഞ്ഞോട്ടെ, അവരല്ലേ തിരുത്തേണ്ടത്. കാന്തപുരം ആദ്യം മറുപടി പറയുമ്പോ നല്ല പ്രസംഗം നടത്തുമ്പോൾ പറയണ്ടേ, അരുത് സഹോദര, അരുത്, അങ്ങനെ എന്നെ കുറിച്ച് പറയരുതായി. പറഞ്ഞല്ലെന്ന് മാത്രമല്ല, ആ സീഡിയല്ലേ അവർ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര വേദനയുണ്ട് സഹോദരന്മാർ. പക്ഷേ നമ്മൾ അതും സഹിച്ചു. പലതും പറഞ്ഞപ്പോൾ നമ്മൾ സഹിച്ചു. എന്തൊക്കെ പറഞ്ഞു? കാന്തപുരം അറിയാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നും ചെയ്യില്ല. ഇവിടെ എന്ത് നടക്കണമെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല കാന്തപുരത്തിനോട് ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ. അതും നമ്മൾ സഹിച്ചു. എന്താണ് പറഞ്ഞ വാക്കിന്റെ കർത്തങ്ങൾ എത്തിച്ചു? കാന്തപുരം ഉസ്താദ് അറിയാതെ അല്ലാഹു തആലയോട് ഒന്നും ചെയ്യില്ല. അത് പറഞ്ഞപ്പോ നമ്മളത് സഹിച്ചു. നമ്മൾ വിചാരിച്ചു ഒരു സ്വപ്നജീവി പറഞ്ഞതല്ലേ എന്ന്. നോക്കുമ്പോ സ്വപ്നജീവി മാത്രമല്ല, നേരത്തെ പറഞ്ഞ ഒതുക്കങ്ങൾ കയറി നിൽക്കുന്ന വ്യക്തിയും. നൗഷാദ് ഹസന് പറഞ്ഞു, അതിൽ കുഴപ്പമൊന്നുമില്ല, ആ പറഞ്ഞൊരു പ്രശ്നമൊന്നുമില്ല. ഏതില്? ഉസ്താദ് അറിയാതെ അള്ളാഹുവോടൊന്നും ചെയ്യൂല എന്ന് പറഞ്ഞതിൽ ഒന്നും കുഴപ്പമില്ല. അത് ഏതുപോലുള്ളവരും അദ്ദേഹം പറഞ്ഞു. അത് സാധാരണ നമ്മൾ പറയും പോലെ SKS പറയില്ലേ, ഹമീദ് ഫൈസി അറിയാതെ SKS ഒന്നും ചെയ്യൂല എന്ന് പറയില്ലേ, അത്രക്കുള്ളൂ. SKS ഒരു കാര്യം തീരുമാനിച്ചു. ഹമീദ് ഫൈസി വിളിച്ചിട്ട് പറഞ്ഞു, ആ കാര്യം മാറ്റിവെക്കണം. നമ്മൾ മാറ്റിവെക്കും. അപ്പൊ അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അള്ളൊരു കാര്യം തീരുമാനിച്ചു. അപ്പോൾ ആ ഉസ്താദിന്റെ ഫോണ്, ആ കാര്യം മാറ്റിവെക്കണം. രണ്ടാമത്തെ ഉദാഹരണം പറഞ്ഞു, മുസ്ലിം ലീഗിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുന്നത് പോലെയാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുന്ന പോലെ മുസ്ലിം ലീഗിൽ തീരുമാനമെടുത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞാൽ തീരുമാനം പിൻവലിക്കും എന്നതുപോലെയാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചു, അപ്പുസ്താദ് ഇടപെട്ടാൽ ആ കാര്യം തീരുമാനം പിൻവലിക്കും. എത്ര ഗൗരവമുണ്ടെന്ന് അതൊക്കെ നമ്മൾ സഹിച്ചു, അതൊക്കെ നമ്മൾ ശ്രമിച്ചു.
പക്ഷേ ഇത് ക്ഷമിക്കാൻ കഴിയില്ല. അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി ഒന്നുകൂടി ഉറക്കെ ചെല്ലട്ടെ. അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നമുക്കിത് ക്ഷമിക്കാൻ കഴിയില്ല. നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചല്ലോ ഇതിന്റെ ഗൗരവമത്വം. എന്നല്ലാതെ നമ്മൾ ഒരിക്കലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശത്തിനെതിരായിട്ടില്ല. പുണ്യനബിയുടെ തിരുകേശം എന്നല്ല, പുണ്യനബിയുമായി ബന്ധപ്പെട്ട എന്തൊക്കെയുണ്ടോ എല്ലാം ആദരിക്കപ്പെടേണ്ടതാണ്, എല്ലാം ബഹുമാനിക്കപ്പെടേണ്ടതാണ്. തർക്കമില്ല. അവിടുത്തെ തിരുകേശത്തെ ദീപിച്ചു കഴിഞ്ഞാൽ മൻ ആദാ ശഅറത്തുൻ മിന്നീ മൻ ആദാ ശഅറത്തുൻ മിന്നീ ഫഖദ് ആദാനി. എന്റെ ഒരു ഷഅറത്തിനെ, എന്റെ ഒരു തിരുകേശത്തെ ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചാൽ ഫഖദ് ആദാനി, അവൻ എന്നെ ബുദ്ധിമുട്ടിച്ചു. ഞാൻ ചോദിക്കട്ടെ, അമ്മുവിന്റെ മുടിയെടുത്തിട്ട് റസൂലുള്ളാഹിന്റെ തിരുകേശമാണെന്ന് പറഞ്ഞാൽ നബിക്കെത്ര വേദനയുണ്ടാകും? നബിക്കെത്ര വേദനയുണ്ടാകും? എന്നിട്ട് റസൂൽ പറയുന്നു, വമൻ ആദാനി, എന്നാരെങ്കിലും ബുദ്ധിമുട്ടിച്ചാൽ ഫഖദ് ആദല്ലാഹ്, അവൻ അല്ലാഹുവിനെ ബുദ്ധിമുട്ടിച്ചു, അവൻ അല്ലാഹുവിനെ ബുദ്ധിമുട്ടിച്ചു. വമൻ ആദല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിനെ ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാലോ ലഅനഹുല്ലാഹ്, അല്ലാഹുവിനെ ശപിക്കുന്നതാണ്, അല്ലാഹുവിനെ ശപിക്കുന്നതാണ്. അതാണ് പണ്ട് കണ്യത്തസ്താ പറഞ്ഞ മുഖം കെടുത്തട്ടെ. പണ്ട് പറഞ്ഞ വാക്ക് ഇപ്പൊ ശരിക്ക് പുലരുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ശരീരത്തിലേക്ക് നമ്മുടെതല്ലാത്തൊന്ന് ചേർത്തി പറഞ്ഞാൽ നമ്മുടെ വേദനത്തിലായിരിക്കും. ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മൾ പ്രചരിപ്പിക്കുന്നത്, നമ്മൾ പഠിപ്പിക്കുന്നത്, മദീനയിൽ കിടക്കുന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ പറയുന്നതൊക്കെ കാണുമെന്നല്ലേ, കേൾക്കുമെന്നല്ലേ? അപ്പോൾ ആ നബിയെക്കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബിയിലേക്ക് വേറൊരു മുടി ചേർത്ത് പറയുമ്പോൾ അവിടുത്തെ വേദന ഉണ്ടായിരിക്കും, അവിടുത്തെ പ്രയാസം ഉണ്ടായിരിക്കും. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരാ, വളരെ സ്നേഹത്തോടെ പറയും. ഇത് ഞങ്ങളൊരു വികാര പ്രകടനം മാത്രമല്ല, ഇത് സ്നേഹത്തോടുകൂടെ ഹൃദയം പൊട്ടിക്കൊണ്ടാണ് പറയുന്നത്. നിങ്ങളെ ചില ക്ലിപ്പുകളെ കേട്ടപ്പോ, ഇവിടുത്തെ സക്കാഫിയുടെ ക്ലിപ്പ് കേട്ടപ്പോൾ ഞാനത് തിരിച്ചുപോയി പറയാം. ഇവർക്കിവിടെ നേതൃത്വം നൽകുന്ന ഏലംകുളം സക്കാഫി ഞാൻ ഇൻഷാ അല്ലാഹ് കേൾപ്പിക്കാൻ പോകുന്നുണ്ട്. അവരുടെ ക്ലിപ്പ് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. മുടിക്ക് വേണ്ടി പ്രസംഗിച്ചിടക്കുന്ന അദ്ദേഹം ഫോൺ സംഭാഷണത്തിൽ പറയുന്നു, ആ മുടിയൊക്കെ വ്യാജമാണ്. എന്തിനാണ് ഇതൊക്കെ? ഒരറിവുണ്ടായിട്ട് ഇത് ശരിയല്ല എന്നറിഞ്ഞിട്ട് മറച്ചു വെക്കുന്നതിന്റെ വിധി എന്താണ് എന്ന് മനസ്സിലാക്കിക്കൂടെ? അറിയുന്ന ആളാണല്ലോ, അറിയാത്ത ആളൊന്നുമല്ലോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ സുഇല, ആരോടെങ്കിലും അൻ ഇൽമിൻ, വല്ല അറിവും, ഒരു അറിവ് ചോദിക്കപ്പെട്ടു, ഫഖതമഹു, അതിനവൻ മറച്ചു വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഉൽജിമ യൗമൽ ഖിയാമ ബിൽജഹന്നം. ഒരറിവുണ്ടായിട്ട് ആ അറിവ് പുറത്തു പറയാതെ മറച്ചു വെച്ചു കഴിഞ്ഞാൽ നാളെ മഹ്ശറയിൽ അവനെ തീകൊണ്ട് നിറവുകൊണ്ട് കടിഞ്ഞാണിടും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കും. ഈ ശബ്ദം ബൈലത്തിലൂടെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദര, ഈ ശബ്ദം ഇന്ന് കേൾക്കുന്ന, അല്ലെങ്കിൽ നാളെ തീരമില്ലോ അതിലൂടെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദര, ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, മരിക്കണ്ടേ? നമുക്ക് മരിക്കണ്ടേ? പോകണ്ടേ? ഇവിടെ സംഘടന ഈ പ്രശ്നമൊക്കെ ഇന്നോ നാളെ തീർന്നേക്കാം, ഇല്ലെങ്കിൽ തീർന്നില്ലായിരിക്കാം. പക്ഷേ പോകണ്ടേ? നമുക്ക് ഇവിടുന്ന് വിട പറയണ്ടേ? നമുക്ക് ഇത് ആരെക്കൊണ്ടല്ല അറിയ, ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, ഇതല്ലേ നമ്മുടെ നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇതിന്റെ പേരിൽ നമ്മളെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു? നമ്മൾ റസൂലുള്ളാഹിന്റെ മുടി എതിർക്കുന്നവരാണ്, തിരുകേശത്തെ എതിർക്കുന്നവരാണ്. അത് തിരുകേശമല്ല, അത് ഒരു കേശം മാത്രം. ആര് ഈ മുടി വ്യാജമാണെന്ന് പറഞ്ഞാലും നമ്മൾ മാത്രമല്ലോ. പാണക്കാട്ടെ സയ്യിദ് ഹൈദരലി ശിഹാബ് എന്ന് പറഞ്ഞില്ലേ, കേൾപ്പിക്കാൻ പോകുന്നുണ്ട്. കാളമ്പാടി സ്വാമി പറഞ്ഞില്ലേ, ചില ലക്ഷങ്ങളെ സാക്ഷ്യമാക്കിക്കൊണ്ട്. ഇവരൊക്കെ പിശാചുക്കൾ. മഅദല്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവരെ സ്വപ്നജീവി, പകരക്കാരൻ, അദ്ദേഹം പറയുന്ന കേൾക്കുന്നു. അദ്ദേഹം പറയുന്നു, പിശാചുക്കളാണ് എതിർത്ത് കളയുന്നത്. ഏത് കാന്തപുരത്തിന്റെ കൈവശമുള്ള മുടി എതിർക്കുന്നവർ. എന്തൊക്കെ പദപ്രയോഗങ്ങൾ നടത്തി നിങ്ങൾ. ഈ സമുദായത്തിന് എത്ര വേദന,
ഈ സമുദായത്തിന്റെ ഉത്സവം സമ്പത്തും ചെലവഴിച്ചത് എത്രയാണ് ഇതിന്റെ പേര് നഷ്ടപ്പെടുത്തി കളഞ്ഞത്? അദ്ദേഹം പറയുന്നത് കേൾക്കുന്നത്, ആ മുടിയോട് തുല്യമായ മുടിയില്ല. ആരോ പറഞ്ഞത്രേ, അർക്കതിൽ ഉസ്താദിന്റെ കയ്യിലേക്ക് വന്ന മുടിയെ സംബന്ധിച്ച്, മുബാറക്കിനെ സംബന്ധിച്ച് കാള പ്രസവിക്കുമ്പോഴേക്കും കേട്ടവരും കയറെടുക്കണ്ടാണ് പിശാചേ കാളവെച്ചെങ്കിലും അല്ലാഹുവിനെ അതിനെപ്പറ്റി ചർച്ചയില്ല. അല്ലാഹു റസൂലിന്റെ മുടിയെ സംബന്ധിച്ച് അറിയുമോ? മഹാനായ ഇബ്നു സീരീൻ പറഞ്ഞ സഹീഹുൽ ബുഖാരി നോക്കുന്നു, അല്ലാഹു റസൂലിന്റെ മുടി എന്റെ വീട്ടിലുണ്ടാകുന്ന എന്താണ് ഇതിനെ പറ്റി മനസ്സിലാക്കിയാൽ ഉസ്താദിനോട് അധികമാരെ ഇന്നത്തെ സൗദി ഭരിക്കുന്നത് മദീന ഭരിക്കുന്നത്, മദീന ഭരിക്കുന്നവരാണ് ഉസ്താദിനോടുള്ള ദേഷ്യം കൊണ്ടാണ് നമ്മൾ ആ മുടി എതിർക്കുന്നത്. ഇത് പിശാചുക്കളെ എതിർക്കുകയുള്ളൂ. നമ്മളെ ഏലംകുളം സഖാഫി, നമ്മളെ ഈ നാട്ടുകാരൻ, അദ്ദേഹം പറഞ്ഞെന്തറിയോ? അദ്ദേഹം പറഞ്ഞത് ആ മുടിയെക്കുറിച്ച് സംശയിക്കുന്ന നിഫാഖിന്റെ സ്വഭാവമുള്ള ആളുകളാണ്. എന്നാൽ എണ്ണിക്കോ, ഇപ്പോഴത്തെ ഒന്നാമത്തെ മുനാഫിക്ക് സാക്ഷാൽ പറയേണ്ടി വരും. കാരണം അദ്ദേഹം കളിപ്പിക്കാൻ പോകുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. റഷീദ് സഖാഫി മുമ്പ് പ്രസംഗിച്ചത് മുടി എതിർക്കാൻ പാടില്ല, സംശയമുണ്ടെങ്കിലും മിണ്ടരുത്, സംശയമുണ്ടെങ്കിലും ചോദിക്കാൻ പാടില്ല. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നിഫാഖിന്റെ ലക്ഷണമാണ്. അതൊക്കെ സഹോദരായി ആരെക്കുറിച്ച് പറഞ്ഞതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരുശേഷമാണെന്ന് ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. നിങ്ങളെ കയ്യിലുള്ള മറ്റെന്താ ഇസ്മാൽ സഖാഫിയുടെ മകൻ ഇവിടെ എവിടെയും ഇല്ലെങ്കിൽ പുറത്തുള്ള സ്ഥലം കാത്തു നിൽക്കുന്ന സഭാംഗത്തിലുണ്ട് മുഹമ്മദ് റസ. കേട്ടോ നിങ്ങൾ റഷീദ് സഖാഫി പറയുന്നത്? കൈമാറ്റം ചെയ്യപ്പെട്ടു. ആ രണ്ട് കേസുകളുടെയും ചെറുതവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ ആർക്കും പോയി നോക്കാവുന്നതാണ്. ഞാൻ കുടുംബത്തിൽ നിന്ന് നടക്കട്ടെ. ഇതുപോലെയുള്ള വിഷയങ്ങളുണ്ടാകുന്ന കോലാഹലമുണ്ടാക്കരുത്, കോലാഹലമുണ്ടാക്കരുത്. ആർക്കെങ്കിലും ഇത് കിട്ടിയെങ്കിൽ ആ കിട്ടിയവരെ അംഗീകരിക്കാൻ മനസ്സില്ലേ? ഉണ്ടാതിരിക്കുക, ബഹുമാനപ്പെട്ട കഴിഞ്ഞുപോയ കാര്യങ്ങളിലുള്ള അപവാദങ്ങൾ പറഞ്ഞു. ഒരാൾക്ക് വ്യത്യാസമുണ്ടെന്നറിയാൻ അംഗീകരിക്കാൻ കഴിയുമെങ്കിലും അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്താതിരിക്കുക. അതിനെ പ്രതികരിക്കുമ്പോൾ അത് മുനാഫിക്കിന്റെ ലക്ഷണമാണ്, നവരങ്ങളുടെ ലക്ഷണമാണ്. വളരെ സൂക്ഷിക്കേണ്ട പ്രിയപ്പെട്ടത്, സൂക്ഷിക്കേണ്ട കാര്യമാണ്. നിശ്ചയം അവരിൽ നിഫാഖുണ്ട്. അത് ഏത് മുടിയെക്കുറിച്ച് പറഞ്ഞതാണ്? അതും ഇതുമായിട്ടൊരു ബന്ധവുമില്ല. എന്നിട്ട് പറയുന്നു മുനാഫിക്കിന്റെ ലക്ഷണമാണ്, സൂക്ഷിച്ചോ മിണ്ടരുതെന്നാണ്. ഇതേ മുമ്പ് നമുക്കിതിൽ ഭീഷണി മുഴക്കി പ്രസംഗിച്ചതാണ്. എന്നാൽ അതേ റഷീദ് സഖാഫി പറയാൻ പോലും ഇൻഷാല്ലാഹ് വെക്കട്ടെ. പകര തഫ്സീർ റാസിയിലെ ഇബാറത്ത് വായിച്ചിട്ട് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശമാണിത്, ഇത് എതിർക്കുന്നവൻ അവൻ കാഫിറായിരിക്കുമെന്ന് റാസിയിലുണ്ട്. റാസിയിലങ്ങനെ ഈ വാർത്തമല്ല, റാസി പറഞ്ഞത് വേറെ. അദ്ദേഹം പറയാം, നിങ്ങൾക്ക് മോശപ്പെട്ടവരായിരിക്കുമെന്ന് മുത്തുനബി പറഞ്ഞു. ഇവരെ പറ്റി ആരെ പറ്റിയാണ് മനസ്സിലാക്കുന്നത്? സൂറത്തിലേക്കുള്ളതായി കാണാം. നബിയേ, അവർക്കൊരു മുടിയവരായ അവർ ഇസ്ലാമിൽ പുറത്താണ്. ആർക്കുണ്ട് പേടി? ആ മുടി എന്തിനും നിഷേധിക്കണം. ഉസ്താദത്തിനും മോശക്കാരായിക്കോട്ടെ നിന്റെ കാഴ്ചപ്പാടുകൾ. പക്ഷേ മുത്തുനബിയെ കനം താഴ്ത്തരുത്. മുത്തുനബി മുടി ബാധിക്കുന്നതിൽ അബൂതൽഹയോട് പറഞ്ഞ് എന്റെ വലത്ത് മുടിയെടുത്തിട്ട് റാസിയിലുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുടിയെടുത്തതിനാൽ ഞാൻ റാസിയിൽ ഉണ്ടെങ്കിൽ തന്നെ ആരെക്കുറിച്ചാ പറഞ്ഞത്? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുകേശത്തെ കുറിച്ചാണ്. ഇതുവരെ പറയുന്നു അമ്മുവിന്റെ മുടിയാണ്.
അതും റാസിന്റെ ഭാഗത്തുമായിട്ടുള്ള ബന്ധമുണ്ട്. റാസിന്റെ ഭാഗത്ത് പറഞ്ഞത് അങ്ങനെയല്ല. അങ്ങയുടെ മുടിയെന്ന് ഏതെങ്കിലും തിരുകേശത്തിൽ ആരെങ്കിലും ആക്ഷേപം ഉന്നയിച്ചാൽ അത് കാഫറാകും. അതും ഇതൊട്ട് ഒരു ബന്ധമില്ല. അപ്പൊ ഇവർ കൊണ്ടുവന്ന മുടി എതിർക്കുന്നവർ കാഫറാകും. അവർ മുനാഫിക്കാണെന്നും പിശാചാണെന്നും പ്രസംഗിച്ച ആളുകൾ. എത്ര ഗൗരവമുണ്ടെങ്കിൽ ഇതൊക്കെ പറഞ്ഞപ്പോഴല്ലേ നമ്മൾ ഇടപെടേണ്ടി വന്നത്. ഈ മുടി അംഗീകരിച്ചേ പറ്റൂ, അല്ലെങ്കിൽ കാഫറാകും, മുനാഫിക്കാകും എന്നൊക്കെ പറയുമ്പോൾ തിരുത്തി കൊടുക്കണ്ടേ നമ്മൾ. മാത്രമല്ല മറ്റൊരാൾ പ്രസംഗിച്ചു, കേരള മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു ചെയ്ത വലിയൊരു അനുഗ്രഹമാണ് ഈ കേശം. നമ്മൾ തിരുത്തി കൊടുക്കണ്ടേ. ആരാ പ്രസംഗിച്ചത്? തായർ സഖാഫ് മഞ്ചേരി. അദ്ദേഹം പറഞ്ഞു 3 മുടിയാണ് ഉസ്താദിന് അള്ളാഹു നൽകിയത്. ഏതൊക്കെ 3 മുടി? 1 തലയിലെ മുടി, 2 താടിയിലെ മുടി, 3 കയ്യിലെ മുടി. ഹജ്ജത്തിൽ വരാൻ റസൂലുള്ള മുടി കളഞ്ഞപ്പോൾ കിട്ടിയത് 3 മുടി. ഹജ്ജത്തിൽ വരാനത്തെ മുടികളെ കയ്യും വേണം. ഹജ്ജിന് പോയവർക്കറിയില്ലേ, പോയിട്ടില്ലേ, മസ്ജിദ് ഓടിച്ചവർക്കറിയില്ലേ, ഹജ്ജ് കഴിഞ്ഞ തഹല്ലുലാവും മുടികളെവിടെയാ? താടിയാ? തലമുടിയിലുള്ളൂ. പക്ഷെ തായർ സഖാഫി പറഞ്ഞു 3 മുടിയാണ് അവിടെ ഉള്ളത്. 1 തലമുടിയാണ്, 2 താടിമുടിയാണ്, 3 കൈമുടിയാണ്. ഇങ്ങനെ 3 മുടി അള്ളാഹുവിന്റെ റസൂലിന്റെ 3 മുടി ഉസ്താദിന് നൽകി കേരള മുസ്ലിമീങ്ങൾക്ക് അള്ളാഹുവിന്റെ സന്തോഷം നൽകിയിരിക്കുകയാണ്. കേൾക്കൂ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ ശറഫാക്കപ്പെട്ട തലമുടിയിൽ നിന്ന്, അവിടുത്തെ താടിരോമത്തിൽ നിന്ന്, അവിടുത്തെ കയ്യിൽ നിന്ന്, അവിടുത്തെ ശരീരത്തിലെ ശറഫാക്കപ്പെട്ട 3 അവയവങ്ങളിൽ നിന്ന് 3 ഷഅർ മുബാറക്കുകൾ നൽകി ബഹുമാനപ്പെട്ട ശൈഖുനാ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിനെ നമുക്ക് വേണ്ടി ആദരിച്ചു. വല്ലാത്ത സന്തോഷം തന്നെ. ഉസ്താദ് ഇവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് പറയാൻ വിഷമമുണ്ട്. ഉസ്താദ് ഇരുത്തിയിട്ടാ പറയണത്. ഉസ്താദ് ഇരുത്തിയിട്ട് പറയാം. ഉസ്താദ് ഒന്നോട് പ്രയാസമുണ്ട്. ഉസ്താദ് ഉള്ളതുകൊണ്ട് 3 നിന്നു, 3 ഭാഗത്തിലും നിന്നു. നിങ്ങൾ ആലോചിച്ച് വെച്ചാൽ എന്തൊരു മനുഷ്യന്മാർ. അടുത്ത ഉസ്താദ് പ്രസംഗിക്കുന്നത്, ഉസ്താദിന്റെ പ്രസംഗം കയ്യിലുണ്ട്. അതിന്റെ ശേഷമുള്ളത് നമ്മൾ എവിടെയെങ്കിലും കിട്ടി ക്ലിപ്പല്ല ഇടുന്നത്. ആ സീഡിയുടെ അവ്വൽ മുതൽ ആഖിറിന്റെ കയ്യിലുണ്ട്. ഞാൻ ആവർത്തിച്ച് കേട്ടോ, ഇന്ന് ഉസ്താദ് തിരുത്തുന്നുണ്ടോ? ഇല്ല, ഒന്നും കൊണ്ടില്ല. ഉസ്താദ് സമ്മതിച്ചു കൊടുത്തു. 1 തലമുടി, 2 താടിമുടി, 3 കൈമുടി. എന്നിട്ട് കേരള മുസ്ലിമീങ്ങൾ അള്ളാഹുവിനെ സന്തോഷിപ്പിച്ചു. അതിന് ഞങ്ങളെ പേരന്റെ കുട്ടികളെ ഞങ്ങൾ നിങ്ങൾ ആലോചിച്ചു നിങ്ങൾ. ഇതുകൊണ്ടാണ് നമ്മൾ എതിർക്കേണ്ടി വന്നത്. അതല്ല, അവർ സ്വന്തമായിട്ട് നടത്തുകയാണ്. അതിന്റെ ഉള്ളിൽ കൂടി വരുന്നവർക്ക് മാത്രം നമ്മൾ ചിന്തിക്കേണ്ടതില്ല. മാത്രമല്ല, ഇതിന്റെ പേരിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ ചേർക്കണം. 40 കോടി കുറിച്ചില്ലേ? എവിടെയപ്പോ കോടി? എവിടെയപ്പോ കോടി? നോളേജ് സിറ്റി എന്ന് പറഞ്ഞിട്ട് കൈതപ്പൊയിൽ പോയി തർക്കമിട്ടു. എന്ത് പറഞ്ഞാ പിരിച്ചത്? മുടിപ്പള്ളി. മുടിപ്പള്ളി എന്ന് പറഞ്ഞാണ് പിരിച്ചത്. 2011 സിറാജ് പത്രത്തിന്റെ അവസാനത്തെ പേജിൽ വളരെ വ്യക്തമായി തന്നെ ആ പള്ളിയുടെ ഫോട്ടോ കൊടുത്തുകൊണ്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? തിരുക്കേശം സൂക്ഷിക്കാൻ ഉത്തമ കേന്ദ്രം. എന്നിട്ട് എന്റെ ആ ലേഖനത്തിന്റെ മധ്യത്തിൽ എഴുതി വെച്ചു. എന്താ എഴുതി വെച്ചത്? വലിയൊരു പള്ളിയാണ് ഉണ്ടാക്കുന്നത്. ആ പള്ളിയുടെ സെന്ററിൽ മധ്യത്തിലായിക്കൊണ്ട് വലിയൊരു കുബ്ബയുണ്ടാകും. ആ കുബ്ബയുടെ താഴെയാണ് ഈ മുടി സൂക്ഷിക്കുക. പിന്നെ പള്ളിന്റെ ചർച്ച ഒന്നല്ല. നോക്കൂ നിങ്ങൾ, ഷഅറ മുബാറക് മസ്ജിദ്, അങ്ങനെയായിരുന്നു ഇവരതിന് പേരൊക്കെ ഇട്ടത്. അങ്ങനെ പള്ളിയോടെ ചോദിച്ചു, പള്ളിയില്ല. അവസാനം ഇവരെന്ത് ചെയ്തു? കോഴിക്കോട് സ്വപ്നനഗരിയിൽ ഒരു തറക്കല്ലിടൽ നാടകം നടന്നു. ഒരു കഥകളി കൊണ്ടോളൂ. ഇതാ ഷഅറ മുബാറക് മസ്ജിദിന് തറക്കല്ലിടുന്നു. കുട്ടികളൊക്കെ പ്രതീക്ഷയിൽ നോക്കിയിരുന്നു. പാകും. പക്ഷെ ഇട്ടിട്ട് കല്യാണം പൂർത്തിയാക്കുമ്പോ ഷഅറ മുബാറക്കിന്റെ പേരുകളില്ല. പേര് മാറി മസ്ജിദുൽ ആസാദ്. എന്തൊക്കെ ഒപ്പിച്ചോറുകൾ. ആ വേദിയിലെത്തുകൊണ്ട് പാവം സി.എം. ഇബ്രാഹിം പ്രസംഗിച്ചു, ഞാൻ 5 കോടി തരാം. കാരണം സി. ഇബ്രാഹിം പ്രതീക്ഷിച്ചത് കർണാടകയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുക. ആ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഷഅറ മുബാറക്കല്ലേ, തിരുകേശല്ലേ, ഇതിന്റെ പർപ്പത്തുകൊണ്ട് ജയിക്കട്ടെ എന്നല്ലേ 5 കോടി കൊടുത്തു. അതോടെ സി.എം. ഇബ്രാഹിം വമ്പം പരാജയം ഏറ്റുവാങ്ങി. നിങ്ങൾ കർണാടക തെരഞ്ഞെടുപ്പ് പരിശോധിച്ചു. നിങ്ങൾ കർണാടകയിൽ
കോൺഗ്രസ് തൂത്തുവാരിയപ്പോൾ, സാധാരണ പത്രത്തിന്റെ പ്രയോഗമുണ്ടല്ലോ അങ്ങനെ, തൂത്തുവാരിയ കോൺഗ്രസിന്റെ പേരിൽ നിന്ന് ഏതാണെന്ന് ചോദിച്ചപ്പോ വലിയ പ്രമുഖരൊന്നല്ല, താഴെ തട്ടുള്ള ആളുകൾ പോലും കോൺഗ്രസിന്റെ പേരിൽ നിന്നൊക്കെ ജയിച്ചപ്പോ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായ CM ഇബ്രാഹിം തോറ്റെന്ന് മാത്രമല്ല 2ാം സ്ഥാനത്തിലെത്തിയില്ല, 3ാം സ്ഥാനത്തെത്തി. അദ്ദേഹം തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് ഞങ്ങളുടെ പ്രസംഗം ഒരു ഓർമ്മയുണ്ട്. ആ മംഗലാപുരത്ത് പ്രസംഗമായപ്പോൾ അവിടെ എസ്കേസിന്റെ പ്രവർത്തകന്മാർ പറഞ്ഞു, ഇവിടെ ഈ ഭാഗത്തു കൂടെയൊക്കെ അദ്ദേഹം പ്രസംഗിച്ചിരുന്നത് ഞാൻ ഷാറെ മുബാറക്കിൽ ബഹുമാനിക്കുന്ന ആളാണ്, മുസ്ലിം വീടുകൾക്ക് പോയിട്ട് അങ്ങനത്തെ പറയാം. ഞാനിലേക്ക് 5 കോടി കൊടുത്തിട്ടുണ്ട്, മാത്രമല്ല ഉസ്താദിന് സഞ്ചരിക്കാൻ ഹെലികോപ്റ്ററും ഉണ്ട്. ജയിച്ചതൊക്കെ വാഗ്ദാനമായിരുന്നു. എന്തേ ഉണ്ടായി? ഫലം വന്നപ്പോ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോ, കാരണം ഈ CM ഇബ്രാഹിം മനസ്സിലാക്കിയ എന്താ, ഉസ്താദ് അറിയാതൊന്നും നടക്കില്ലല്ലോ, അങ്ങനെയാണല്ലോ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഉസ്താദ് അറിഞ്ഞുകൊണ്ടാണല്ലോ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരിക. അപ്പൊ ഈ സഹാദ് പാഹം മനസ്സിലാക്കി ജയിക്കുന്നുള്ള പ്രതീക്ഷയിലിരുന്നു. പക്ഷേ ഫലം പുറത്തു വന്ന് നോക്കുമ്പോൾ CM തോറ്റു എന്ന് മാത്രമല്ല 2ാം സ്ഥാനത്തും എത്തിയില്ല, 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. അത് പണ്ട് കണ്ണിയത്ത് പറഞ്ഞതാണ്, കാന്തപുരത്തിന് അള്ളാഹുത്തല നിന്നിലാക്കട്ടെ, കാന്തപുരത്തിനെ സഹായിച്ചവരെയും അള്ളാഹുത്തല മാനം കിടക്കട്ടെ. അതിപ്പോ കണ്ടോണ്ടിരിക്കുന്നുണ്ടല്ലോ. ഒരു സത്യവാങ്മൂലം കൊടുത്തതിന്റെ പേരിൽ, കോടതിയിൽ ഒരു സത്യവാങ്മൂലം കൊടുത്തതിന്റെ പേരിൽ ഇന്ന് അത് കൊടുത്ത ഉമ്മൻചാണ്ടിക്ക് എപ്പോഴും കോടതിയുടെ പിന്നാലെ നടക്കേണ്ട ഗതികളില്ലേ? അന്ന് തുടങ്ങിയതാ ഒരു സരിത. ഇപ്പുറത്ത് പറ്റും കാന്തപുരം, 2 സൈഡിലും വെച്ചു നടക്കാം. ഇപ്പുറത്തെ സരിതിനും വെക്കാം, ഇപ്പുറത്തെ കാന്തപുരത്തിനും വെക്കാം. അന്ന് തുടങ്ങിയാൽ ഉമ്മൻചാണ്ടി ഗതികേട്. ആ നോളേജ് സിറ്റിക്ക് വേണ്ടി പോയത് മുതൽ തുടങ്ങി. കേരളത്തിന്റെ എന്നല്ല ലോകത്ത് തന്നെ ബെസ്റ്റ് മുഖ്യമന്ത്രിയായിട്ട് അറിയപ്പെട്ട, ജനകീയ മുഖ്യമന്ത്രിയായിട്ട് അറിയപ്പെട്ട, നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട മുഖ്യമന്ത്രി, എല്ലാവരും പ്രിയങ്കരനായിട്ട് കണ്ടിരുന്ന മുഖ്യമന്ത്രി ഇത്രത്തോളം നാണം കെട്ടത് എവിടെ മുതല? അതാണ് പണ്ട് കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞതാണത്. നമ്മുടെ വാക്കല്ല, കണ്ണിയത്ത് ഉസ്താദ് കോഴിക്കോട്ടെന്ന് പറഞ്ഞതാണ്, കണ്ണിയത്ത് ഉസ്താദ് മലപ്പുറം എന്ന് പറഞ്ഞതാണ്. കാന്തപുരത്തിനാരും കൂട്ടുനിൽക്കരുത്, കാന്തപുരത്തിന് അല്ലാഹു നിസാരമാക്കട്ടെ, മുഖം കെടുത്തട്ടെ, കാന്തപുരത്തിനെ സഹായിച്ചവരുടെ മുഖം ഉറക്കുക. കണ്ണിയത്ത് ഉസ്താദ് കാരണം നമുക്ക് ഉറപ്പല്ലേ അത് ഫലം കാണുന്നുള്ളത്? അന്ന് മുതൽ നിവർന്നിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ, അനുഭവിച്ചുകൊണ്ടിരിക്കില്ലേ? കണ്ടില്ല നിങ്ങള് ഒരു KSRTCന്റെ ഗതികേട്, കാരണം അയാളും വല്ലാതെന്ന് പറഞ്ഞുപോയി, അയാളെന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുക. അനുഭവിക്കേണ്ടി വരും, ഒരു സംശയമൊന്നുമില്ല. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് CM ഇബ്രാഹിം ആ തറക്കല്ലുകൾ വേർതിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനിതാ 5 കോടി വാഗ്ദാനം ചെയ്തു. അതൊരു നാടകമാണ്. ആദ്യം 5 കോടി എന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർ കീഴ്പ്പെട്ടു വരില്ലല്ലോ, വല്ലാതെ മോശമാക്കാൻ പറ്റില്ല. അപ്പൊ വലിയ പണക്കാരൊക്കെ എന്നിരിക്കട്ടെ, എന്റെ വക 1 കോടിയെങ്കിലും 5 കോടി പറയിപ്പിക്കലാണ് ഒരു നാടകം കളിച്ചു. അങ്ങനെ ആ പള്ളിക്ക് വേണ്ടി 5 കോടി എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പല നിലക്കും പിരിവുകൾ നടത്തി. പക്ഷേ പള്ളിക്ക് തറക്കല്ലിട്ട് കഴിഞ്ഞു വെക്കുമ്പോൾ ഷഅറെ മുബാറക്ക് കാണാനില്ല, മസ്ജിദുൽ അസാറായിട്ട്. അപ്പൊ ചോദിച്ചു, മുടിവെക്കാനല്ലേ പള്ളി? അല്ല, പള്ളി നിസ്കരിക്കാനാണ്. എന്തിനാണ് ഇത്ര വലിയ പള്ളി? കോഴിക്കോട് നഗരം കണ്ടല്ലോ നിങ്ങൾ വീർപ്പുമുട്ടുകയാണ്. അതായിരുന്നു മറുപടി. കോഴിക്കോട് നഗരം വീർപ്പുമുട്ടുകയാണ്, നിസ്കരിക്കാൻ സ്ഥലമില്ല. അപ്പൊ ചോദിച്ചു, എവിടെ പള്ളി ഉണ്ടാക്കുന്നത്? താമരശ്ശേരിയിൽ. കോഴിക്കോട്ടിൽ ആളുകൾക്ക് നിസ്കരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് താമരശ്ശേരി ചൈതപ്പടിയിൽ പള്ളി ഉണ്ടാക്കി. ലഹുരസ്കരിക്കാൻ അവർക്ക് എത്രയും സുബൈനും പറഞ്ഞ് പുറത്തുണ്ടോ? അസറസ്കരിക്കണമെങ്കിൽ ലഹുറിനെന്ന് പുറത്തു, പിന്നെ ജമ്മാക്കി പോകേണ്ട എല്ലാ നിസ്കാരങ്ങളും കടന്നാലോചിച്ചു. ഈ നിലക്കുള്ള തട്ടിപ്പുകൾ നടത്തുന്ന ഒരു വിഭാഗം 40 കോടി കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പിരിവ് നടത്തിയില്ലേ കാന്തപുരം? കാന്തപുരത്തിന്റെ സ്വന്തം അനുയായി മാജിഹേ കാന്തപുരം എന്ന പേരിലറിയപ്പെടുന്ന സാക്ഷാൽ സ്വപ്നജീവി. അദ്ദേഹം പ്രസംഗിച്ചെന്താ? 40 കോടി കൊടുത്താൽ പോരാ, 4000 കോടി കൊടുത്താൽ മതിയാകൂല. ഏതിനാ? പള്ളിക്ക് വേണ്ടി 40 കോടിയല്ല, 4000 കോടി കൊടുത്താലും മതിയാകൂല. കാരണം റസൂലുള്ളാഹിന്റെ മുടി വെക്കാനല്ലേ. ഉസ്താദ് പറഞ്ഞാ പള്ളിയിൽ മുടി വെക്കൂല, കാരണം പൊന്മള ഇവിടുന്ന് മിരട്ടി, പൊന്മള കണ്ണുരുട്ടി. ഷേറേബാർക്ക് പേരെണ്ണാൻ പാടില്ല. പൊന്മള കണ്ണുരുട്ടിയപ്പോൾ കാന്തപുരത്തിന് വിറക്കേണ്ടി വന്നു. പിണറായി കണ്ണുരുട്ടുമ്പോൾ VS വിറക്കുന്നത് പോലെ ആ കാന്തപുരത്തിന്റെ ഗതിയെടുപ്പോ. കാന്തപുരത്തിന്റെ ഓരോ കയ്യാളുകളെയും മുറിഞ്ഞുകൊണ്ടിരിക്കല്ലേ, ഓരോ ചിറകും അകത്ത് പറ്റുകൊണ്ടിരിക്കല്ലേ.
VS-ന്റെ ഓരോ ചെറുകും മറ്റുവിടുന്നത് പോലെ കാന്തപുരത്തിന്റെ കണ്ടല്ലേ രാമന്തള്ളി. ആരാ രാമന്തള്ളി? എടുത്ത് നിങ്ങൾ റിപ്പോർട്ട് ചാനൽ കണ്ടു, കൈരളി ചാനൽ കണ്ടു, പല ചാനൽ മധ്യത്തിൽ നിങ്ങൾ കണ്ടു. ആരാ രാമന്തള്ളി? കാന്തപുരത്തിനെതിരിൽ മുടിയുടെ വിഷയത്തിൽ നമ്മൾ കേസ് കൊടുത്തപ്പോ കക്ഷി ചേരാൻ കാന്തപുരത്തിന്റെ കൂടെ ആരുമില്ല. കാന്തപുരത്തിന് SSF എന്നൊരു സംഘടനയുണ്ട്, SYS എന്നൊരു സംഘടനയുണ്ട്, അവർക്ക് സുന്നി ജമിയത്ത് എന്ന് പറയുന്ന സംഘടനയുണ്ട്. പക്ഷേ ഒരാളും കക്ഷി ചേരാൻ തയ്യാറായില്ല. കക്ഷി ചേരാൻ തയ്യാറായത് പാവം രാമന്തള്ളി മുഹമ്മദ്. പന്മള പറഞ്ഞു അവനെ പുറത്താക്കിയേ പറ്റൂ. കാന്തപുരം പറഞ്ഞു എങ്കിൽ പുറത്താക്കാം. VS-ന്റെ അതേ ഗതികേടാണ് ഇപ്പൊ കാന്തപുരത്തിനുള്ളത്. ഇരിക്കട്ടെ, ഞാനൊരിക്കൽ തിരിച്ചു വരാം. പകരം പറയുന്നു 40 കോടിയല്ല 4000 കോടി കൊടുത്താലും മതിയാകൂല. റസൂലുള്ളാഹിന്റെ മുടി വെക്കാനുള്ള പള്ളിയല്ലേ. ആ മുടി സൂക്ഷിക്കാനാണ് നാം 40 കോടിയുടെ പള്ളി ഉണ്ടാക്കുക. 40 കോടിയുടെ 4000 കോടി വേണ്ടിയാണ്. അതിന്റെ സഹോദരന്മാരെ, നമ്മുടെ കാശ് നമ്മളെല്ലാം അതിന് പങ്കു ചേരുക. 40 കോടിയല്ല 4000 കോടി കൊടുത്താലും മതിയാവില്ല. അപ്പൊ കുറച്ചൊന്നും തിരിച്ചിട്ടുണ്ടാവും. എവിടെയാ പള്ളി? നിങ്ങൾ ചോദിക്കവരുടെ എവിടെയാ പള്ളി? ഒരു അഡ്രസ്സില്ലല്ലോ. ഞാനതേ പറഞ്ഞ സരിതനേക്കാളും വലിയ തട്ടിപ്പാണ്. സരിതന്റെ തട്ടിപ്പൊക്കെ പാടെ കുട്ടികളും 40 കോടിന്റെ അംശത്തേക്ക് എത്തൂല. സരിതും ഒന്നുമല്ല കാന്തപുരത്തിനെ അപേക്ഷിച്ചിട്ട്. ഇത്ര വലിയ ലോക തട്ടിപ്പുകാരനെ കൂട്ടി നിൽക്കാൻ പറ്റുമോ? പറയണ്ടേ നമ്മളിത്? ഇത് സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കണ്ടേ? അതുകൊണ്ട് ആ പാണക്കാട്ടെ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ പറഞ്ഞു, ഈ ചൂഷകന്മാരുമായിട്ട് ഇനിയൊരു സമവായവുമില്ല. സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അർത്ഥശങ്കക്കിടമില്ലാത്തതും പാണക്കാട്ടെ പൂമിട്ട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ പറഞ്ഞു, ഇല്ല, ഇനി ഇവരുമായിട്ടൊരു ചർച്ചയുമില്ല, ഒരു സമവായവും നമ്മളില്ല. ആരാ പറയുന്നത്? പാണക്കാട്ടെ തങ്ങളാണ്. PMSI പൂക്കോയത്തങ്ങളെ നെഞ്ചത്ത് കയറി ആ പൂക്കോയത്തങ്ങളെ ലാളിനയത്ത് വാങ്ങിയ ബഹുമാനായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ. ഹൈദരലിക്കാരുടെ വല്ലാത്തൊരു പ്രത്യേകത ഉണ്ട്. പൂക്കോയത്തങ്ങളെ ലാളിനെ ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങിയത് ഹൈദരലി ശിഹാബ് തങ്ങളാണ്. പൂക്കോയത്തങ്ങളെ പ്രത്യേകം എന്താ? പൂക്കോയത്തങ്ങൾ ഒരു വാക്ക് പറഞ്ഞാൽ അപ്പടി നടക്കാറുണ്ട്. പണ്ട് സമസ്തക്കെതിരിൽ അഖില കേരള ജമിയത്തിലും വന്നപ്പോ പൂക്കോയത്തങ്ങൾ പറഞ്ഞു, അഖിലയും വേണ്ട തുകിലയും വേണ്ട, അഖില അകലെ, അഖില അകലെ. പിന്നെ അഖില കേരള ജമിയത്തുലമ എന്ന് പറയുന്ന സംഘടന പിരിച്ചുവിടാൻ പോലും ആളുണ്ടായിട്ടില്ല. ഇന്ന് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളും പറയുന്നു, അവരോട് നമുക്കൊരു സമവായവും വേണ്ട, വഞ്ചകന്മാരാണ്, ചൂഷകന്മാരാണ്. പറയട്ടെ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ. അവരെല്ലാം തീർച്ചയായിട്ടും ഈ സമൂഹത്തെ ചൂഷണം ചെയ്യുന്ന വിഭാഗമാണ് ഇവർ. ഇവിടെയുള്ള വിഘടികൾ തീർച്ചയായിട്ടും ഇവിടെ അടങ്ങി നിൽക്കണം എന്ന് മാത്രമാണ് ഈ സമൂഹത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കണ്ണബാബു, തങ്ങൾ പറയാ വിഘടിതർ അടങ്ങിയിരുന്നോ? തങ്ങളൊക്കെ അത്ര രൂക്ഷമായ ശൈലി ഉപയോഗിക്കണമെങ്കിൽ ഈ വിഷയത്തിന്റെ ഗൗരവമല്ലേ നമ്മൾ ബോധ്യപ്പെടുത്തുന്നത്? വിഘടിതർ അടങ്ങിയിരിക്കണമെന്നാണ്. മണക്കട്ടെ തങ്ങന്മാർക്ക് അത്ര ഗൗരവത്തിലുള്ള വാക്ക് ഉപയോഗിക്കാറില്ലല്ലോ. അതെപ്പോഴാ ഉപയോഗിക്കുക? വിഷയത്തിന്റെ ഗൗരവം അത്രത്തോളം രൂക്ഷമാക്കപ്പെടാം. പറയട്ടെ തങ്ങൾ. അവരുടെ എല്ലാ ഷർറിൽ നിന്നും എല്ലാ ശത്രുതയിൽ നിന്നും അള്ളാഹു നമ്മൾ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനി ഒരിക്കലും ഒരു അയഞ്ഞ നിലപാട് ആരും സ്വീകരിക്കരുത് എന്ന് മാത്രം കണ്ടു. ഒരു അയഞ്ഞ നിലപാടും കാന്തപുരവുമായി കൊണ്ട് സ്വീകരിക്കരുത് എന്ന് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് കഴിഞ്ഞില്ല. പാണക്കാട്ടെ തങ്ങൾ പറഞ്ഞു, ആ മുടി സമൂഹം അംഗീകരിക്കുന്ന മുടിയല്ല. ബഹുമാനനായ സയ്യിദ് PMSI പൂക്കോയ തങ്ങൾ പണ്ട് പറഞ്ഞതുപോലെ അഖില വേണ്ട, അഖില അഖല എന്ന് പറഞ്ഞതുപോലെ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ പറഞ്ഞു, സമൂഹം പുറംകാലുകളെ കൊണ്ട് അറബിക്കടലിലേക്ക് ചവിട്ടി മാറ്റിയ മുടിയാണെന്ന് പറയുന്നു. പാണക്കാട്ടെ തങ്ങളാണ് പറയുന്നത്. ആ താടിയും ഇന്നത്തെ തുല്യമായി കൊണ്ടുവന്ന ആ മുടിയുമായി ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്താൻ ആരെങ്കിലും വരുമെന്നത് തീർച്ചയായിട്ടും അവരെ ജനം പുറംകാലുകളെ ചവിട്ടി മാറ്റിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പാണക്കാട്ടെ തങ്ങളാ പറയണത്. എന്താ പറയണത്? സമൂഹം അവരെ പുറംകാലുകളെ കൊണ്ട് ചവിട്ടി മാറ്റി. പിന്നെ ആര്യാടെ ശ്രമിച്ചാലും നിങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയില്ല. കുട്ടേ, പാണക്കാട്ടെ തങ്ങൾ പറയാം, സമൂഹം പുറംകാലം കൊണ്ട് ചവിട്ടി മാറ്റിയിരിക്കുന്നു. പിന്നെ ഇങ്ങനെ തിരിച്ചു വരാൻ കഴിയുന്നത്?
അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ബഹുമാനനായ കാളമ്പാട് ഉസ്താദും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 85ാം വാർഷിക മഹാസമ്മേളനത്തിൽ ലക്ഷങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറഞ്ഞു, ആ മുടിയുമായിട്ട് നമുക്ക് യാതൊരു ബന്ധമില്ല, ആ മുടി വേണ്ട. ചില ആളുകൾ പറയുന്നത് കാളമ്പാട് ഉസ്താദ് എതിർത്തിട്ടില്ലല്ലോ. കാളമ്പാട് ഉസ്താദ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സമസ്ത കേരള ജമിയത്തിന് മുഷാവറ കൂടി, ആ മുഷാവറിൽ തീരുമാനമെടുത്തു. എന്തായിരുന്നു തീരുമാനം? മുഷാവറ വളരെ വ്യക്തമായി പറഞ്ഞ തീരുമാനമുണ്ട്. അതിന്റെ കൈമാറ്റ പരമ്പര വ്യക്തമാക്കപ്പെടുന്നവരെ, സനത് വ്യക്തമാക്കപ്പെടുന്നവരെ ആരും അതിൽ വഞ്ചിതരാകില്ല. സനത് വേണം തീർത്തു പറഞ്ഞു സമസ്ത കേരള ജമിയത്തുൽ ഉലമ. പക്ഷെ അത് പറഞ്ഞപ്പോഴാണ് ഇവർക്ക് സദനെക്കുറിച്ച് ചിന്ത വരുന്നത്. പക്ഷെ ഈ സാധുക്കളായാലും മുടിയുടെ സനതുണ്ടോ? ഒന്നുമില്ല. മുടി കൊണ്ടുവന്നില്ലാതെ കാലമത്സര പ്രശ്നം കേട്ടുള്ളൂ. അതെന്തിനാ പ്രത്യേകം ഇടാൻ കാരണം വെച്ചാലേ, ഈ മിനിഞ്ഞാന്ന് ക്ലാസ്സിന് പോയപ്പോ അവിടെ വരെ നമ്മളെ കുട്ടികൾ പറഞ്ഞു കാളമ്പാട് ഉസ്താദ് ഈ മുടിക്ക് അനുകൂലമാണ് ഇവരിപ്പോഴും പറയണ്ടല്ലോ. 85ാം വാർഷികത്തിന് ലക്ഷങ്ങളെ സാക്ഷ്യത്തെ കാളമ്പാട് ഉസ്താദ് പറഞ്ഞത്. എന്നിട്ട് പിന്നെയും പ്രചരിപ്പിക്കാനല്ലോ കേട്ടോളൂ നിങ്ങൾ. ഏതാവട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ കൊണ്ടിട്ട് തീരുമാനമെടുപ്പിച്ചു. അതിന്റെ സാക്ഷാൽ അടിസ്ഥാനം വെടിവെട്ട് മനസ്സിലാവുന്നതുവരെ പൊതുജനങ്ങൾ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം, അതിന്റെ വൈകാതെ പോകരുത് എന്ന് സമസ്ത പ്രഖ്യാപിച്ചു. ഇത് ബഹുമാനപ്പെട്ട കാളമ്പാട് ഉസ്താദ് പറയാണ്, സമസ്ത പ്രഖ്യാപിച്ച വിഷയമാണ് ഏത്, അതിന്റെ പിന്നാലെ പോകാൻ പാടില്ല. കാളമ്പാട് ഉസ്താദല്ലേ എന്ന അധ്യക്ഷൻ, കാളമ്പാട് ഉസ്താദല്ലേ ഒപ്പിട്ടുകൊടുത്തത്. പിന്നെയും പ്രചരിപ്പിക്കുക കാളമ്പാട് ഉസ്താദ് മുടിക്ക് അനുകൂലമായിരുന്നു. വലിയ സൂഫിവരനായ കാളമ്പാട് ഉസ്താദ് തുറന്നു പറയുന്ന മുടി അംഗീകരിക്കാൻ പറ്റില്ല. സനത് വ്യക്തമായി ബോധ്യപ്പെടണം. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് സനത് വേണമല്ലോ, എന്താ ചെയ്യാം. ഉടൻ തന്നെ കാതോർ എ.പി. ബക്കർ മുസ്ലിയാർ ബോംബെയിലെ ജാലിവാലയ്ക്ക് കത്ത് കൊടുക്കുന്നു. ഇതിനകത്ത് ഒരു സനത് തരണം പറഞ്ഞിട്ട് സനദിന് അപേക്ഷ വേണ്ടി കത്ത് കൊടുക്കുന്നു. ഇത് നമ്മൾ പണ്ടേ പറഞ്ഞു, നിങ്ങൾ കത്ത് കൊടുത്ത കത്ത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അമീർ ബൈസിൻ ടീമും ബോംബെയിൽ പോയപ്പോ, ജാലിവാലിന്റെ വീട്ടിൽ പോയപ്പോ ആ കത്ത് നമ്മൾ കണ്ടു. അപ്പൊ ഇവരുണ്ടെങ്കിൽ അങ്ങനെ കത്തൊന്നുമില്ല. ഇപ്പതാ മുഷാവറ കഴിഞ്ഞു, ഇവരെ യോഗം കഴിഞ്ഞു. മർക്കസ് സഖാഫത്ത് സുന്നിയിൽ യോഗം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ റഷീദ് സഖാഫി ഏലംകുളത്തിനോട് ദിശാമായി ചോദിക്കുന്നു, എന്തൊക്കെയാണ് ചർച്ചയിലുണ്ടായത്. അപ്പൊ ഏലംകുളം പറയാണ്, ചർച്ചന്റെ കാര്യമൊന്നും പറയണ്ട, കത്തിനെ കുറിച്ച് ഞാൻ ചോദിച്ചല്ലോ ഉസ്താദ് നിങ്ങൾ കത്ത് കൊടുത്തോ? അപ്പൊ ഉസ്താദ് പറയത്ര കത്ത് കൊടുക്കട്ടെ കൊടുക്കാതിരിക്കട്ടെ. ഉസ്താദ് വ്യക്തമായി പറയാൻ പോലും മടിക്കാണ്. ജിഷാൻ മാഹിയുമായിട്ടുള്ള ഫോൺ സംഭാഷണത്തിൽ റഷീദ് സഖാഫി ഏലംകുളം ആ കഥകളൊക്കെ പറഞ്ഞു. ഒന്നരാശയങ്ങളുണ്ടായിരുന്നു, പിന്നെ ചെറിയ പുസ്തകം ഉണ്ടായിരുന്നു, പിന്നെ പേരോത്സവം ഉണ്ടായിരുന്നു. പേരോത്സവം എത്തി, പിന്നെ കൗസർ ഉണ്ടായിരുന്നു, പുറത്തൂരുണ്ടായിട്ടില്ല, വഹാബ് ഉണ്ടായിട്ടില്ല, നൗഷാദ് ഉണ്ടായിരുന്നു, സമത അൻവരി ഉണ്ടായിരുന്നു. യോഗത്തിലുണ്ടായിരുന്ന ആൾക്കാർ ആർക്കും ആദ്യം പറഞ്ഞോട്ടെ. അതിനൊരു 40ഓളം പുതുമുഖങ്ങളും അല്ലാത്തവരായിട്ടുള്ള ആളുകൾ. അത് ശരി, 40 ആൾ ഈ ഫീൽഡിൽ ഉണ്ട് ഇപ്പോ? വിശദമായി ചോദിക്കണം. 40 ആൾക്കാരുണ്ട് ഇപ്പോ. അപ്പൊ അത് റഷീദ് സഖാഫി പറയണേ 40 പ്രധാനപ്പെട്ട 40 ഒന്നുമില്ല, അതാ കോളേജ് കുട്ടികളൊക്കെ പാടെ ഒരു 40 കേട്ടോ. അവിടുത്തെ മീഡിയ ഫോറത്തിന്റെ ഇതിന്റെയൊക്കെ മക്കതിലെ മുത്താലിമീങ്ങളൊക്കെ പാടൊക്കെ മറ്റേ ഈ റഷീദ് പിന്നെ കാപ്പി അബ്ബാസ് വേസി വെച്ചല്ലൂര് അങ്ങനെ കുറെ ആളുകള്. ഈ റഷീദ് ഉച്ചയാടിയ മുണ്ടക്കുറ്റി കമ്പനി ഉണ്ടോ? അവരൊക്കെ ഉണ്ട്, റഷീദ് ഉച്ചയൊക്കെ ഉണ്ട്. എന്നിട്ട് എങ്ങനെ തുടങ്ങിയ വിഷയം ഏതായാലും നിങ്ങളുടെ സഹിഹായ റിപ്പോർട്ട് നിങ്ങളുടെ കിട്ടുള്ളൂ. ദിശാമാഹി പറയണേ, നിങ്ങളോട് ചോദിച്ചാലും സഹിഹായ റിപ്പോർട്ട് കിട്ടുള്ളൂ. നിങ്ങളോട് ചോദിക്കണം എന്തൊക്കെ ഉണ്ടായി. ഈ റഷീദ് സഖാഫി ഓരോന്ന് പറഞ്ഞു കിട്ടോളെ. എന്റെ പ്രിയപ്പെട്ട റഷീദ് സഖാഫി, നിങ്ങളൊരു പക്ഷേ നിങ്ങളൊരു പൈലക്സിയുടെ കേൾക്കുന്നുണ്ടായേക്കാം, അല്ലെങ്കിൽ നിങ്ങളത് പിടിപ്പിക്കാൻ നിങ്ങൾ ശിഷ്യന്മാരെ വിട്ടിട്ടുണ്ടാവാം, നിങ്ങൾ അനുയായികളെ വിട്ടിട്ടുണ്ടാവാം. നാളെ കേൾക്കുമ്പോ പടപ്പതിനെ കുറിച്ച് അല്പമെങ്കിലും പോലുണ്ടെങ്കിൽ സഹോദര ഒന്ന് മാറി ചിന്തിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ശ്രീകൃഷ്ണന്റെ പിന്നാലാണ് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. അല്ല, കേരളത്തിന് ശ്രീകൃഷ്ണൻ കേട്ടോ, മറ്റേ റിപ്പോർട്ട് നിങ്ങളുടെ കിട്ടുള്ളൂ. സ്വഹീഹായ റിപ്പോർട്ട് കിട്ടുള്ളൂ. പറഞ്ഞോ. അങ്ങനെ ചർച്ച തുടങ്ങി. പിന്നെ
അള്ളാഹുസേനാവുന്നത് കത്ത് തുടങ്ങിയിട്ട് അത്യാവശ്യ തുടങ്ങി എന്താണ് എന്താണെന്ന് വെച്ചാൽ അപ്പൊ എനിക്ക് ഒന്ന് കിട്ടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ കിട്ടിയിട്ടുണ്ടാവില്ല. ചിലപ്പോ ഒന്ന് കിട്ടിയിട്ടുണ്ടാവും, ബാക്കി 6 ഡൂബ്ലിയായിരിക്കാം. നമുക്ക് ജാലിവാലിന് 7 മുടിയെ കുട്ടികളോ അതിനെ കുറിച്ച് ഫസ്റ്റ് ചർച്ച. അപ്പൊ ഈ പറഞ്ഞത്ര ഒരുപക്ഷെ കിട്ടിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഒന്ന് കിട്ടിയിട്ടുണ്ടാവും, 6 ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കാം. ഫസ്റ്റ് ചർച്ച. പിന്നെ വന്നു സമാധാനിപ്പിക്കാം. അതുകൊണ്ട് ഇത് വ്യാജാണെന്നുള്ളത് അതുകൊണ്ട് പോരൂല. പിന്നെ ഞാന് സനദിന് വേണ്ടി 5 ലക്ഷം ഓഫർ ചെയ്തു എന്ന് പറയുന്നത് അത് പച്ചക്കളവാണ്. ഞാൻ അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടില്ല. 2 ഇടനിലക്കാരനാണ് ഹസ്രജിന്റെ. ഞാൻ ഇടനിലക്കാരനായിരുന്നത് ശരിയല്ല. അതിന് പോയോ എന്നുള്ളത് തന്നെ അറിയില്ല. അപേക്ഷ കൊടുത്തിട്ടുണ്ടാകും. അപ്പൊ ഞാൻ ചോദിച്ചു, ഹസ്രജിന്റെ അപേക്ഷ അടക്കട്ടെ, ഹസ്രജ് കൊടുത്തല്ലോ ഹസ്രജിനോട് ചോദിക്കാം. അതിന്റെ പേരിൽ അപേക്ഷ 2005 അത് കൊടുത്തിട്ടുണ്ടോ ചോദിച്ചു. അപ്പോ അത് കൊടുക്കാതിരിക്കട്ടെ. ചിരിച്ചോളി നല്ലോണം കണ്ടങ്ങള് അതിന്റെ രഹസ്യം മനസ്സിലായിട്ട് ജിഷാമായി ചിരിക്കുക. പുറച്ചോനെ അപേക്ഷ കൊടുക്കാതിരിക്കുക ചെയ്യട്ടെ. ഉസ്താദ് ഒഴിഞ്ഞു മാറണേ. റഷീദ് സക്കാഫി വിട്ടില്ല. നടക്കട്ടെ, പറയട്ടെ. പിന്നെന്താ, നല്ല കോളല്ലേ എസ് കിട്ടിയിരുന്നത്. നല്ല കോളാ, പറയട്ടെ. അപ്പൊ അല്ല, അവരിങ്ങനെ സമർപ്പിക്കുമ്പോ ഞാൻ പറഞ്ഞാൽ കൊടുക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടില്ല. ഏതാ നിങ്ങൾ പോയത്? അതുകൊണ്ടത് വ്യാജാണെന്ന് വരില്ലാന്നോ അതൊക്കെ പറഞ്ഞു. എന്തൊക്കെയാണ് പറഞ്ഞു. അതിന് പിന്നെ വേറെ ചേട്ടാ വിഷയം എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളൂ. അങ്ങനെ കേട്ടോ. വേറെ ആരും ചോദിച്ചില്ല. പിന്നെ ഈ പത്തപ്പിരിയില്ല. പത്തപ്പിരി പറയല്ലോ, നാട്ടിലല്ലോ. വഹാബൊന്നും ഉണ്ടായിട്ടില്ല, വഹാബൊന്നും വന്നിട്ടില്ലല്ലോ. മൂപ്പരെ കാര്യമായിട്ട് കേൾക്കട്ടെ. മൂപ്പര് ഒരു വിഷയം പഠിക്കുകയില്ല, വായിക്കുമെന്ന് വിളിച്ചു പറയും. വഹാബ് സക്കാഫ് ഒരു അച്ഛനും പഠിക്കൂല, വായത്തൊന്നും വിളിച്ചു വരുന്ന സാധനമാണ്. മൂപ്പര് ഉണ്ടാണ്ട് തരുന്നത്. പിന്നെ വിഷയങ്ങൾ ചിലത് ഞാൻ ചോദിച്ചു. അപ്പൊ അതവിടുന്ന് തന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ 2005 തന്നെ കിട്ടിയിട്ടുണ്ടോന്ന് വെച്ചു. അല്ല, അപേക്ഷ കൊടുത്ത ഉടനെ തന്നെ അത് കിട്ടിയിട്ടുണ്ടോന്ന് വെച്ചു. അപ്പൊ അപേക്ഷ കൊടുത്ത ഉടനെ മുടിയ കിട്ടിയായിരുന്നു. കണ്ണങ്ങള് ആദ്യം കാണുന്നവർ പറഞ്ഞ അപേക്ഷ കൊടുക്കട്ടെ, കൊടുക്കാതിരിക്കട്ടെ. അപ്പൊ സക്കാഫി വീണ്ടും ചോദിച്ചിട്ടുണ്ട്, അപേക്ഷ കൊടുത്തപ്പോ തന്നെ സനത് കിട്ടിയോ? ആ പുസ്തകത്തിൽ അപേക്ഷ കൊടുത്തപ്പോ സനത് കിട്ടില്ല, മുടി കിട്ടിയിട്ടുള്ളൂ. അപ്പൊ എന്തായി? അപേക്ഷ കൊടുക്കുന്ന ഉറപ്പായി. അപ്പൊ SKS കോഴിക്കോട് ആദ്യം പറഞ്ഞു അവിടെ അപേക്ഷ കൊടുത്തിട്ടുണ്ട്, അന്ന് ഇല്ല എന്ന് പറഞ്ഞു. ഇപ്പൊ സംബന്ധിച്ചു കേട്ടെ. അപ്പൊ അപേക്ഷ കൊടുത്തതായി. അതെ അതെ. റഷീദക്കാരൻ രണ്ടാളും പൊട്ടിച്ചിരിക്ക ഉള്ളിരുന്നിട്ട് കാന്തപുരത്തിന്റെ വികൃതികൾ കണ്ടിട്ട് അത് ആലോചിക്കേണ്ട പ്രിയപ്പെട്ടവരെ. സമൂഹത്തെ എന്തിനാ ഇത്രയും ഇനിയും ബന്ധിച്ചെടുക്കുന്നത്? ഇനിയെങ്കിലും മുടി ഒഴിവാക്കിക്കൊണ്ടേ. ഇത്രയും കാലങ്ങളെ എന്തിനാണ് ഈ സമുദായത്തിനെയും പറ്റിക്കുന്നത്? ഈ സനദിനെ കുറിച്ചാണ് സാക്ഷാൽ പേരോട് ഉലമാ സഖാഫി കുറ്റ്യാടി വെച്ചുകൊണ്ട് നമ്മോട് പറയുന്നത്, ഇതാ സനദ് ഞങ്ങളെ പോക്കറ്റിലുണ്ട്. എന്നിട്ട് പേരോട് 4 മിന്നല. ആർക്ക് വേണമെങ്കിലും സനദ് നമ്മളെ കയ്യിലുണ്ട്. അതേതാ സനദ്? ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് ഒക്കെ ജയരോട് ഉലമാസക്കാഫി കുറ്റ്യാടി ശ്രമിച്ചു. സനദാണ് പോലെ ആ സനദുണ്ട്, കയ്യിലുണ്ട്. ആരും നിസ്താന ശല്യപ്പെടുത്താൻ അങ്ങോട്ട് പോകണം, ഞങ്ങളെ കയ്യിലുണ്ട്. പറയട്ടെ. സ്റ്റേജിലൊക്കെ ഉസ്താദിനെ സ്നേഹിക്കുന്ന വൈദ്യങ്ങൾ അൽക്കാർക്കുള്ളൂ സനദ് വേണമെങ്കിൽ എല്ലാവരും നോക്കിക്കോട്ടെ. ഇരിക്കട്ടെ. അപ്പൊ സനദ് ഇല്ലാതെ പറഞ്ഞിട്ടില്ല, അത് പച്ചക്കള്ളമാണ്. സനദ് ഇവിടെയുണ്ട്. ആർക്കെങ്കിലും മാർക്കസിൽ വന്നാൽ കാണിച്ചു തരും. ഉസ്താദിനെ ബുദ്ധിമുട്ടിക്കണ്ട, ഞാനിവിടെ. ഉസ്താദ് കുറെ 10,000 ശിഷ്യന്മാർക്ക് ഉസ്താദിന് ഈ പ്രായമുള്ള കാലത്ത് ബുദ്ധിമുട്ടും
ഞാൻ സിറാജുൽ ആരൗദ്യ ഇട്ട് വന്നാലും സനത് കൊടുക്കാൻ എന്റെ കയ്യിലുണ്ട്. അപ്പോൾ പകര പ്രവേശനത്തിൽ പറഞ്ഞു സനത് എന്റെ അടുത്തുണ്ട്. എന്നിട്ട് പകര സനതാണ്ട് വായിച്ചു. ഏതാ സനതരങ്ങള്? ഖാദിരിയ തരീഖത്തിന്റെ സിൽസില. ആ സിൽസില ഏറ്റവും ഒടുവിൽ ജാനിവാലിന്റെ പേരെന്ന് ചേർത്ത് കൊടുത്തിട്ട് ജാനിവാനെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഖാദിരിയ സിൽസിലയിലെ ആ സിൽസില സനതാക്കി മാറ്റി അത് സനതായിട്ട് വായിച്ചു. എന്നിട്ട് പറഞ്ഞു കാന്തപുരത്തിന്റെ മുറബ്ബിയ ഷെയ്ഖാണ് മുഹമ്മദ് ഇക്ബാൽ ജാലിവാല. ആരാ ജാലിവാല പറഞ്ഞ് പറയാൻ പോണ്ട്. ജിഷാമാഹി പറയാ, ഞാൻ ജാലിവാലിനടുക്ക് ചെന്നപ്പോ അറിയില്ല. ആ ജാലിവാലയാണ് കാന്തപുരത്തിന്റെ മുറബ്ബിയ ഷെയ്ഖ്. കേട്ടോളൂ, പറയട്ടെ, പകരക്കാരൻ പറയട്ടെ. 45 ആളുകളെ പേരുകൾ വായിക്കട്ടോ. അയാൾ ഇന്നാൾക്ക് മുടി കൊടുത്തു, അയാൾ ഇന്നാൾക്ക് കൊടുത്തു, അയാൾ ഇന്നെ കാതിരി കൊടുത്തു, അയാൾ ഇന്നെ കാതിരി കൊടുത്തു. ഖാദിരിയ തരീഖത്തിലെ ഷെയ്ഖുമാരെ പേരിങ്ങനെ വായിച്ച് ലാസ്റ്റ് പറയുമ്പോ മുഹമ്മദ് ഇക്ബാൽ ജാലി കൊടുത്തു, അദ്ദേഹം കാന്തപുരം ഉസ്താദിന് കൊടുത്തു. കേട്ടോ. കുട്ടികളായിരുന്നു തക്ബീറല്ലേ. എന്ത്? ജാലിവാലിന്റെ മുരീദ് ശിക്ഷനുമായി കാണുക. ജാലിവാലിന് കാണിച്ചു കൊടുക്കട്ടെ മുറബ്ബിയ ഷെയ്ഖിനെ. ഇവർ പറഞ്ഞ കേട്ടതൊന്നും ഈ മുഹമ്മദ് ഇക്ബാൽ ജാലിവാല റസാനും മുറബ്ബിയ ഷെയ്ഖാണ്. കാന്തപുരത്തിന് പറ്റിയ ഷെയ്ഖാണ്. ഇതാണ് ഇവർ മുറബ്ബിയ ഷെയ്ഖ്. ഞാൻ അയാളെ പ്രത്യേകത എന്തൊക്കെയാണ് ജിഷാമായി പറയും, ഞാൻ പറയുന്നില്ല. ജിഷാമായി ആരാണ് മുന്നേ കേൾപ്പിക്കട്ടെ. അപ്പൊ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് സനദുണ്ട്. ഈ മുടി കിട്ടിയ ഏതാ സനദ്? ഖാദിരിയ തരീഖത്തിന്റെ സിൽസില. ഇത് പകരവിടുന്ന് വായിച്ചു. പിന്നീട് കാന്തപുരം കോട്ട വെച്ചുകൊണ്ട് ഉലമാ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് കാന്തപുരം പറഞ്ഞു സനദില്ല എന്ന് പറയണ്ട, ഇതാ സനദ് ഞാൻ വായിക്കുന്നുണ്ട്. സനദ് വായിച്ചു വായിച്ചു. ഏതാ സനദ് കേൾക്കാൻ പോകുന്നുള്ളൂ. ഈ സനദിന്റെ പിന്നണിയിലെ അണിയറയിലെ രഹസ്യങ്ങൾ പിന്നണി പോകുന്നുള്ളൂ. അത് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകും. ഇവരുടെ 100 കണക്കിന് ആലിമ്യങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഇതാ സനദ്, നിങ്ങൾ കേട്ടോളൂ, നിങ്ങൾ കേട്ടോളൂ എന്ന് കാന്തപുരം കോട്ടക്കൽ വെച്ചുകൊണ്ട് പ്രസംഗിച്ചു. ജാലിവാലിന്റെ മുറമുരീദായ കാന്തപുരം കോട്ടക്കൽ വെച്ചുകൊണ്ട് പ്രസംഗിച്ച വാങ്ങുന്നുണ്ട്. മൗലാന ഇക്ബാൽ വലി ജാലിയാവാല, പിന്നെ ഗുലാം അബ്ദുൽ ഖാദിർ അൽ ജീലാനി, السيد عبد الله القادري، السيد نظام الدين القادري، السيد إمام الدين القادري، السيد سيف الدين القادري، السيد إمام الدين القادري، السيد نظام الدين القادري، السيد عبد الرزاق القادري، السيد محمد إمام الدين القادري، السيد محمد القادري، محمد عماد الدين القادري. കുറെ ഖാദിരിയ തരീഖത്തിലെ മശായിഖന്മാരെ നിങ്ങൾ അറിയണം. ഇതിൽ വേറെ വിഷയം കൂടി വരാൻ പോകുന്നുണ്ട്. ഈ മശായിഖന്മാരുടെ പേരിൽ ഇല്ലാത്തവരെ അത് വലിയ തെറ്റല്ലേ? വലിയ മഹാന്മാരായ ഖാദിരിയ തരീഖത്തിലെ പ്രമുഖരായ മഹാന്മാരെ കുറിച്ച് അവരിലൂടെയാണ് ഈ മുടി കൈമാറിയവൻ. ഏത് മുടി? ഇവരെ കയ്യിലുള്ള മുടി. എത്ര വലിയ തെറ്റായ ഒരു ആരോപണമാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എസ്എസ്എഫുകാരാ, ഇന്ന് കിടക്കുമ്പോ നിന്റെ മനസ്സിലേക്ക് കടന്നു വരട്ടെ. എത്ര വേദനയുണ്ടതൊക്കെ. സത്യത്തിൽ അപ്പോഴാണ് നമ്മൾ കോഴിക്കോട് സമ്മേളനത്തിൽ പറഞ്ഞു ആ സനദ് നിർമ്മിച്ചുണ്ടാക്കിയ സനദാണ്. അപ്പൊ അതിന് മറുപടി വഹാബ് സക്കാഫ് മുമ്പാട് പറഞ്ഞാലോ, ജിഷാമായി പറഞ്ഞല്ലോ, തോളി തോന്നിയൊക്കെ പറഞ്ഞ ആള് അദ്ദേഹം പറഞ്ഞു ആ സനദ് ഉണ്ടാക്കിയതിനാണ് പിന്നെ ജിബീരിൽ കൊണ്ടുവരുമോ. കേട്ടോളൂ. കൂടി ഉണ്ടാക്കി ഏപ്പിക്ക് സനദ് ഉണ്ടാക്കാൻ വയ്ക്കൂലേ? എങ്ങനെ അവരുടെ ഉണ്ടാക്കാൻ വയ്ക്കും? സനദ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാക്കൽ തന്നെയാണ്, അല്ലാതെ ജിബിലി അലൈഹിസ്സലാം ഇറക്കി കൊടുക്കും. കണ്ടങ്ങള് സനദ് ഇങ്ങനെ ഉണ്ടാക്കണ തന്നെയാണ്. ഇന്ന് ആരാ ഉണ്ടാക്കിയത്? ആരാ സനദുണ്ടാക്കിയത്? സനദുണ്ടാക്കിയത് മലയെന്ന സഖാഫി. അദ്ദേഹം പിന്നെ വേദന കൊണ്ട് തിരിച്ചു പോകും. സനദുണ്ടാക്കിയത് ഇങ്ങനെയാണെന്ന് ബോധ്യപ്പെട്ട മലയെന്ന സഖാഫി അന്ന് അവരെ കൂടെയായിരുന്നു. കാന്തപുരത്തിന്റെ സ്വന്തം ആളായിരുന്നു. അദ്ദേഹത്തിന് ഇതിന്റെ മനസ്സ് പ്രയാസം സഹിക്കവയ്യാഞ്ഞിട്ട് അദ്ദേഹം കാന്തപുരത്തിന്റെ കൂടാരം വിട്ടു നമ്മുടെ കൂടെ ചേർന്നു. കോഴിക്കോട് വെച്ചുകൊണ്ട് പത്രസമ്മേളനം നടത്തി. പത്രസമ്മേളനത്തിൽ പറഞ്ഞു ആ സനദ് നിർമ്മിതമാണ്. ഖാദിരിയ തരീഖത്തിലെ മശായിഖന്മാരുടെ പേരുകൾ കൂട്ടിച്ചേർത്തുണ്ടാക്കിയതാണ് ആ സനദ്. പത്രസമ്മേളനത്തിൽ പറഞ്ഞു.
എല്ലാവർക്കും ബോധ്യപ്പെട്ടു. ചാനലുകാരൻ വരെ പറഞ്ഞു കാന്തപുരം നടത്തി തട്ടിപ്പാണ് ജനങ്ങൾ സാധാരണക്കാർക്ക് വരെ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അലൈമ സഖാഫി കോഴിക്കോട് വെച്ച് നടത്തിയ പത്രസമ്മേളനം ഞാൻ കൂടുതൽ ഒന്നും പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഒരുപാട് ക്ലിപ്പ് നിഷാമാഹിന്റെയും രാമൻ വെല്ലിന്റെയും നൗഷാദ് ഹസന്റെയും നീലകേട്ടിലേക്ക് കേൾപ്പിക്കാനുള്ളത് കൊണ്ട് ഒക്കെ അവർ പറയട്ടെ, നമ്മളൊന്നും പറയണ്ട. അവർക്ക് ഇഷ്ടം പോലെ പറയാണ്ട് കേട്ടോളൂ. ഫസ്റ്റ് ഈ മുടിക്ക് സനത് വേണമെന്ന വിവാദം വന്നപ്പോ അങ്ങനെ കൃത്രിമമായി സനത് ഉണ്ടാക്കാൻ ഏൽപ്പിക്കപ്പെട്ട അവിടെ മർക്കസിലെ ഉസ്താദ് അവിടുത്തെ ലെക്ചർ ഇപ്പൊ ഈ വാഹസമയത്ത് പങ്കെടുക്കുന്നുണ്ട്. പിന്നെ മുമ്പ് ഡൽഹിയിൽ നിന്ന് ഒരു പണ്ഡിതൻ അവിടെ വന്നിരുന്നു. അയാൾക്ക് ഫിർദൗസ് എന്നാണ് അറിയപ്പെടുന്നത്. അയാൾ വരേണ്ട സമയത്ത് അയാൾ ഒരു കാതിരി ത്വരീഖത്ത് എന്ന് അറിയപ്പെടുന്ന ത്വരീഖത്തിന്റെ ഷെയ്ഖാണ്. ആ ത്വരീഖത്തിന്റെ ഇജാസത്ത് എന്ന് പറയുക, ആ ത്വരീഖത്ത് കൈമാറുക, അതിന്റെ സമ്മതം, ആ സമ്മതം അതോടുകൂടി അതിന്റെ സിൽസില എന്ന് പറയുന്നത് അതിന്റെ പരമ്പര, അത് വയസ്സിലായാലും മുതൽ റസൂൽ വരെ എത്തുന്ന പരമ്പര, ആ പരമ്പര അതുവരെ കൈമാറിയിരുന്നു. അത് ബാക്കി എന്ത് ചെയ്തു, ആ ത്വരീഖത്തിന്റെ ആ സിൽസിലയിലേക്ക് നേരത്തെ ഇവിടെ ഈ ഒന്നാമത്തെ കൂടി കൊണ്ടുവന്ന സമയത്ത് ഒരു ചെറിയൊരു ഷഹാദത്തിന് ഇദ്ദേഹത്തിന് കൈമാറിയ പോലെ ഇദ്ദേഹത്തിനില്ല, അതുപോലെ തന്നെ ചെറിയൊരു ഷഹാദത്ത് കൈമാറി വന്നു, ഒരു ചെറിയ സർട്ടിഫിക്കറ്റ്. ആ സർട്ടിഫിക്കറ്റിൽ 6 പേരുടെ പേരും ഈ പറയപ്പെടുന്ന സിൽസിലയിൽ രണ്ടും കൂടി കൊളുത്തി ടാക്സ് ചെയ്തു. അങ്ങനെയാണ് ഈ പുതിയ സമിതി ഉണ്ടായത്. അതാണ് ഈ കോട്ടക്കൽ വായിച്ചത്. അപ്പൊ കോട്ടക്കൽ വായിച്ച സനത് ഏതാണ്? നിർമ്മിച്ചുണ്ടാക്കിയ സനതാണ്. പറയട്ടെ, ഇതൊക്കെ കേൾക്കുമ്പോൾ സാധാരണഗതിയിൽ ഏതൊരാൾക്കും തോന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഒരു തട്ടിപ്പുകാരനാണ്. ചാനലുകൾ വരെ പറയാ, ഏത് സാധാരണക്കാരനൊക്കെ മനസ്സിലാക്കാം കാന്തപുരം ഒന്നാം നമ്പർ തട്ടിപ്പുകാരനാണ്. ഇനി ആർക്കും മനസ്സിലാകാത്ത? എല്ലാവർക്കും മനസ്സിലായി. അപ്പോഴാണ് ഈ സനതുണ്ടാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചാലാണ് നമ്മുടെ ജില്ലക്കാരനായ വല്ലപ്പുഴക്കാരായ സാലിഹ് സഖാഫി. അദ്ദേഹം കാന്തപുരത്തിന്റെ PA ആയിരുന്നു. കാന്തപുരത്തിന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന, കാന്തപുരത്തിന്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്ന ഒരാളാണ് സാലിഹ് സഖാഫി വല്ലപ്പുഴക്കാരൻ. അദ്ദേഹത്തിന് ജിഷാൻ മാഹി അദ്ദേഹത്തിന് ഫോൺ വിളിച്ചു. അദ്ദേഹം ഇപ്പോൾ ഉള്ളത് ന്യൂസിലാൻഡിലാണ്. കാന്തപുരത്തിനോട് മടുത്ത് കാന്തപുരത്തിന്റെ സ്വഭാവവും കാന്തപുരത്തിന്റെ തട്ടിപ്പും കാന്തപുരത്തിന്റെ ചൂഷണവും എല്ലാം ബോധ്യപ്പെട്ടപ്പോ ഇതിന് ആവില്ലെന്ന് മനസ്സിലാക്കി ജോലി വലിച്ചെറിഞ്ഞുകൊണ്ട് ന്യൂസിലാൻഡിൽ പോയി ഏകാന്തവാസം വഹിക്കുകയാണ് ഇന്ന് സാലിഹ് സഖാഫി. അപ്പൊ ജിഷാൻമായി ഫോൺ വിളിച്ചു. ഞാൻ ജിഷാമായി നടക്കിടക്ക് പറയുമ്പോൾ ഒരു പക്ഷെ നാളെ പറയും ജിഷാമാഹിനെ അങ്ങനെ ഞങ്ങൾക്ക് അറിയുന്നില്ല, അറിയില്ലാരാൻ കഴിയില്ല, പേരോട് പറയുന്നുണ്ട് ജിഷാമായി നല്ല കുട്ടിയാ, എന്റെ കാസ്റ്റൊക്കെ എപ്പോഴും കേൾക്കുന്ന കുട്ടിയാ, അവനക്ക് ഒരുപാട് കഴിവുകളുണ്ട്, മുജാഹിദിനെയും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ തകർക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച ആളാണ് ജിഷാൻ മായി എന്ന് പേരോട് ഇത്രമാ സഖാഫി തന്നെ ജിഷാൻ മായിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ആദ്യം കേൾക്കണം. അല്ലെങ്കിൽ നാളെ പറയും ജിഷാൻ മായിട്ടൊരു ബന്ധമില്ല. ജിഷാൻ മായി ഖത്തറിലാണ് ജോലി ചെയ്യുന്നത്. പേരോട് സ്ഥലത്ത് പ്രസംഗിക്കുമ്പോ ക്ലാസ് റൂമിലൂടെ പ്രസംഗം കേട്ടിട്ട് ഖത്തറിൽ വെച്ചുകൊണ്ട് പേരോട് സംഭാവന ആവശ്യപ്പെട്ടപ്പോൾ സംഭാവന കൊടുത്തു ജിഷാൻ മായി. ഇത് കേട്ടപ്പോൾ പേരോട് ഇത്രമാ സഖാഫി ജിഷാൻ മായി പ്രീതി പറഞ്ഞു. പിന്നെ കോഴ്സ് റോമിന് 5 ചാക്ക് നിഷാൻ മാറി നല്ല ഒരാളാ. എന്റെ പ്രസംഗങ്ങളിൽ കാണാതെ പറ്റും. എല്ലാം മുജാഹിദിനോട് തർക്കിക്കും, എല്ലാ ജമാഅത്തും തന്നെ തർക്കിക്കും. സാധാരണക്കാരനാണ്. നിഷാമായി നല്ല ആളാണ്, എന്റെ പ്രസംഗം എപ്പോഴും കേൾക്കുന്ന ആളാണ്. അത് കേട്ടിട്ട് ജമാഅത്ത് ഇസ്ലാമി മുജാഹിദിനൊക്കെ തകർത്ത് തരിപ്പണമാക്കാൻ കഴിവുള്ള ആളാണ് ജിഷാൻമായി. മാത്രമല്ല കാന്തപുരത്തിന്റെ സ്വന്തം ആളാണ്. കാന്തപുരത്തിനോട് സ്വകാര്യ സംഭാഷണം നടത്തുന്ന ആളാണ് ജിഷാൻമായി. കാന്തപുരത്തിന് വിളിക്കുമ്പോൾ തന്നെ ചോദിക്കും, എനിക്ക് സ്വകാര്യം പറയാണ്ട് ഉസ്താദെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, ഉമ്മൻചാണ്ടിനോട് ശരീര സ്വകാര്യം പറഞ്ഞതുപോലെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, ഞാൻ സ്വകാര്യം പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ജിഷാൻമായി തുടങ്ങാറുള്ളത്. ആ ജിഷാൻമായി അത്ര
നെറ്റിലിട്ട എന്റെ ആ ക്ലിപ്പ് 6 ലക്ഷത്തിൽ പരം ആളുകൾ കേട്ടിട്ടുണ്ട്. നിശാന്മായി ഇവർക്ക് വേണ്ടി ചെയ്ത സേവനം അദ്ദേഹം പറയാം. ഞാൻ അത്രത്തോളം സേവനം ചെയ്ത ആളാണ് കാന്തപുരത്തിന് വേണ്ടി. കേൾക്കുന്നു നിശാന്മായി എന്ന് പറയട്ട കാര്യം. എല്ലാ ഉസ്താദുമാർക്കും നേരിട്ട് വിളിക്കുക, എന്നിട്ട് അവരോട് ചോദ്യം ചോദിക്കുക. ആ ചോദ്യം ചോദിച്ചിട്ട് കിട്ടുന്ന ചോദ്യത്തിൽ നിന്ന് അവർക്ക് പറ്റിയ ഭാഗങ്ങൾ അടർച്ചെടുക്കുക. ഇതൊക്കെ സാക്ഷാൽ പേരോട് പഠിപ്പിച്ചു കൊടുത്ത രീതിയായിരുന്നു. പേരോടും അനുയായികളും പഠിപ്പിച്ചു കൊടുത്ത രീതിയായിരുന്നു. അത് ജിഷാൻമായി ചെയ്തു. ജിഷാൻമായി പറയാണ്, എന്റെ ജീവിതത്തിലെ ലക്ഷ്യങ്ങളാണ് ഞാൻ ഈ പണിക്ക് വേണ്ടി ചെലവഴിച്ചത്. എവിടെയാണ് ക്ലിപ്പുള്ള അവിടെ ചെല്ലും, ഓടിച്ചെല്ലും, അതെടുക്കും. എവിടെയാണ് ഉസ്താദുമാരുള്ളത്? ഗൾഫിൽ നിന്ന് ഖത്തർ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. 4-5 മണിക്കൂറായിരുന്നു ഞാൻ ഓരോരുത്തരും വിളിച്ചിരുന്നത്. നമ്മളെ കൂട്ടത്തിൽ പ്രഭാഷകന്മാർക്ക് നേരിട്ട് വിളിക്കാം, നമ്മളെ ആളായിട്ട് വിളിക്കും, അഭിനയിച്ച് വിളിക്കും. എന്നിട്ട് ആ ക്ലിപ്പ് പേരോടിന് കൊടുക്കും. അല്ലെങ്കിൽ അവരെ കൂട്ടത്തിൽ നൗഷാദ് ഹസനിക്ക് അങ്ങനെയുള്ള പ്രഭാഷകന്മാരെ കൊടുത്തുകൊണ്ട് ആ ക്ലിപ്പ് ഇട്ടുകൊണ്ടായിരുന്നു ഒരു കാലത്ത് കുറ്റ്യാടിയിലും മറ്റ് പ്രദേശങ്ങളിലും സാക്ഷാൽ പേരെടുക്കുന്ന സർക്കാർ പ്രസംഗിച്ചിരുന്ന് നിഷേധിക്കാൻ കഴിയില്ല. നിജാമായി തുറന്നു പറയേണ്ടതൊക്കെ എന്റെ ക്ലിപ്പ് കിട്ടിട്ടല്ലേ നിങ്ങൾ ജീവിച്ചിരുന്നത്. അങ്ങനെ ജിഷാൻമായി ക്ലിപ്പുണ്ടാക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തി അങ്ങനെ വളർത്തിവന്ന സാക്ഷാൽ ജിഷാൻമായി ഇപ്പൊ കാര്യങ്ങൾ തുറന്നു പറയാണ്. അദ്ദേഹം ഒരുപാട് കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നു. ആ കഠിനാധ്വാനത്തിന്റെ ആ ഫലങ്ങളൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ, ഈ പ്രസ്ഥാനം ശരിയല്ലെന്ന് ബോധ്യപ്പെട്ടപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വന്നു. അങ്ങനെ തുറന്നു പറഞ്ഞ ചില പ്രധാന ഭാഗങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് കേൾക്കാൻ പോകുന്നത്. സാലിഹ് സഖാഫിയുമായി കൊണ്ട് ജിഷാൻമായി വിളിക്കുകയാണ്. സാലിഹ് സഖാഫിയോട് ചോദിച്ചു, നിങ്ങൾ മർക്കസിലിരിക്കുന്ന സമയത്താണല്ലോ കാന്തപുരം ഇങ്ങനെ ഒരു മൊഴിക്ക് സനതുണ്ടാക്കാൻ ആവശ്യപ്പെട്ടത്, നിങ്ങൾ എന്തിനാണ് കൂട്ടുനിന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിന് ഓരോന്നിനും അക്കമിട്ടുകൊണ്ട് സാക്ഷാൽ ജിഷാൻ മാഹിയോട് സാലിഹ് സഖാഫി, കാന്തപുരത്തിന്റെ പ്രിയറിയപ്പെട്ടിരുന്ന വല്ലപ്പുഴക്കാരനായ സാലിഹ് സഖാഫി തുറന്നു പറയുകയാണ്. നിങ്ങൾ അറിയണം, ഇതിന്റെയൊക്കെ ഈ സമുദായത്തിന് ഇവർ എത്രത്തോളം വഞ്ചിച്ചു, ഈ സമുദായത്തിൽ എത്രത്തോളം പ്രവർത്തിച്ചു. പാവപ്പെട്ട സിസ്റ്റത്തിന്റെ പ്രവർത്തകന്മാർ ഇവർ പറയുന്നത് ശരിയാണ് വിശ്വസിച്ച് ആ മുടിയിട്ട വെള്ളം കുടിച്ചു, അവർ കൊടുത്ത മുടിയിട്ട വെള്ളം കുടിച്ചു. അതിനുവേണ്ടി ആയിരങ്ങൾ പിരിച്ചുണ്ടാക്കി കാന്തപുരത്തെ സഹായിച്ച് കോടിയുള്ള പള്ളി ഉണ്ടാക്കാനെന്ന് പറഞ്ഞ പള്ളിക്ക് വേണ്ടി പിരിവെടുത്തു. നാടുകളിലൊക്കെ ഗ്രാമങ്ങളിലൊക്കെ വലിയ ബോർഡുകൾ സ്ഥാപിച്ചു. ഷെയറെ മുബാർ ഗ്രാൻഡ് മസ്ജിദ് എന്നൊക്കെ പറഞ്ഞ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളി എന്നൊക്കെ പറഞ്ഞ് ബോർഡുകൾ സ്ഥാപിച്ചു. ഈ സമുദായത്തെ എത്രത്തോളം വഞ്ചിച്ചു, ചതിച്ചു എന്ന് പ്രിയപ്പെട്ട. ഇനിയെങ്കിലും എന്റെ പ്രിയപ്പെട്ട സസഫുകാരാ, ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും നിങ്ങളെ മനസ്സിന് മാറ്റം വരുന്നില്ലെങ്കിൽ നിങ്ങൾ മറ്റു കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. നിങ്ങളെ മനസ്സിലെന്തോ പെട്ടുപോയിട്ടുണ്ട്. അല്ലാഹു ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതാണ്. എന്തൊക്കെ കഥകളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. സാലിഹ് സഖാഫി പറയാണ്, ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഇങ്ങനെയുള്ള സനതുണ്ടാക്കിയത്. അപ്പൊ ജിഷാമാഹിന്റെ ചോദ്യം, എങ്കിൽ പിന്നെ സാലിഹ് എന്തേ നിങ്ങൾ എതിർക്കാതിരുന്നത്? സാലിഹ് സഖാഫിന്റെ മറുപടി പള്ളപ്രശ്നമാണ്. പള്ളപ്രശ്നമാണ്. ഒന്ന്, ഞാൻ കാന്തപുരത്തിന്റെ പിയാണ്, കാന്തപുരത്തിന്റെ സ്വന്തം ആളാണ്. കാന്തപുരത്തിന്റെ സ്വന്തം ആളായി നടക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടത്തിലെ ഞാൻ കാണുന്ന ഏറ്റവും വലിയ സ്വപ്നമാണ്. വലിയ വലിയ ആളുകളെ കാണാൻ കഴിയുക, കാന്തപുരത്തിന്റെ കൂടെ പോയിട്ട് വലിയ ശമ്പളം കൈപ്പറ്റുക, ഇതൊക്കെ കിട്ടുന്ന ഞാൻ അത് എതിർത്ത് കഴിഞ്ഞാൽ എനിക്കതൊക്കെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് ഞാനതിനെ എതിർക്കുന്നത്. ആലോചിച്ച് നോക്കുന്നത്, ഇവരൊക്കെ ലക്ഷ്യമെന്താണ്? ഇവരൊക്കെ ലക്ഷ്യമെന്താണ്? അവരിലെ പണ്ട് നാട്ടുപ്രസ്താവ് പറഞ്ഞത്, ഇവരുടെ ലക്ഷ്യം ആശയമല്ല, ആമാശയമാണ്. ഇന്ന് മർഹൂം നാട്ടുപ്രസ്താവ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ കുതിച്ചു പോവുകയാണ്. അള്ളാഹു ഇവിടുത്തെ ഖബർ ജീവിതം സന്തോഷത്തിലും റാഹത്തിലും ഒക്കെ കൊടുക്കുമാറാവട്ടെ. അവരെ മുന്നിയും സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനിടയ്ക്ക് മറ്റു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മളെ SKSM ജില്ലാ കമ്മിറ്റി 4 കേന്ദ്രങ്ങളായി നടത്തുന്ന ഈ ക്യാമ്പയിൻ സമ്മേളനത്തിലേക്ക് വേണ്ടി ജിദ്ദയിലെ സഹോദരൻ 1000 രൂപ സംഭാവന നൽകിയിട്ടുണ്ട്. ക്ലാസ്സുകളിൽ അറിയിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ എല്ലാം നല്ല ലക്ഷ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. പ്രയാസങ്ങളെല്ലാം അകറ്റി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മയും അല്ലാഹു തആല സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ശരി,
സാലിഹ് സഖാഫി വെറും ഈ ഒരു വിഷയം മാത്രമല്ല, തുടർന്ന് ധാരാളം ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ പറയുന്ന നമുക്ക് കേൾക്കാൻ കഴിയും. സാലിഹ് സഖാഫി അവിടെയുണ്ടായ ഓരോ കാര്യങ്ങളും കാന്തളെ വിളിച്ച് സനതുണ്ടാക്കാൻ പറഞ്ഞപ്പോ സാലിഹ് സഖാഫിയോട് ജിഷാൻ മാഹി ചോദിക്കുകയാണ്, എന്തേ മർക്കസിലെ മറ്റുള്ള ആളുകളും ഇത്തരക്കാരുണ്ട്? സാലിഹ് സഖാഫിന്റെ മറുപടി, മർക്കസിലെ എല്ലാവരും ഇത്തരക്കാരാണ്. എല്ലാവരും ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് തട്ടിപ്പിന് കൂട്ടുനിൽക്കുന്നവരും തട്ടിപ്പ് നടത്തുന്നവരുമാണ് മർക്കസിലെ ഒട്ടുമിക്ക ആളുകളും. അതുകൊണ്ട് തന്നെ മർക്കസിൽ എതിർക്കുക എന്നുള്ളൊരു ശൈലി ഒരിക്കലും ഉണ്ടാവുകയില്ല. എന്ത് തട്ടിപ്പ് നടത്തിയാലും, എന്ത് വേണ്ടാത്ത നടത്തിയാലും, അനാവശ്യമായി നടത്തിയാലും അതിനൊക്കെ കൂട്ടുനിൽക്കുന്ന ഒരു പ്രകൃതിയാണ് മർക്കസിനുള്ളതെന്ന് പറയുന്നതാരാ? കാന്തപുരത്തിന്റെ സ്വന്തം പീരായിരുന്ന സാലിഹ് സഖാഫി. മാത്രമല്ല സാലിഹ് സഖാഫി അറിയുന്നു, ഞാൻ മാത്രമല്ല എന്റെ കൂടെ ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന പലരും മർക്കസുണ്ടായിരുന്നു. അവരൊക്കെ ഇന്ന് വേദന കൊണ്ട് അവിടുന്ന് രാജിവെച്ച് ഗൾഫ് വിവിധ രാജ്യങ്ങളിൽ പോയി സംഘടനയൊന്നും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒറ്റയ്ക്ക് കഴിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യമാണുള്ളത്. പറയുന്നാരാ? സാക്ഷാൽ കാന്തപുരത്തിന്റെ കൂടെ നടന്ന, കാന്തപുരത്തിന്റെ എല്ലാമായിരുന്ന നമ്മുടെ ജില്ലക്കാരൻ കൂടിയായിരുന്ന വല്ലപ്പുഴക്കാരൻ സാലിഹ് സഖാഫിയാണ്. നിങ്ങൾ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, എന്തൊക്കെ വിഷയങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. നമ്മളൊന്നും ഒരിക്കൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ നമ്മളൊക്കെ പറഞ്ഞപ്പോ അന്ന് ഒരാൾക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. അന്ന് ഇതിനൊക്കെ പച്ചയായി എതിർക്കുന്ന ആളുകൾ, അങ്ങനെ സംഭവിക്കില്ല എന്ന് പറഞ്ഞ ആളുകൾ, അവരൊക്കെ ഇപ്പോൾ തുറന്നു പറയുകയാണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അരുതാത്ത പലരും സംഭവിച്ചു പോയിട്ടുണ്ട്. പല തട്ടിപ്പുകളും കാന്തപുരത്തിന്റെ അടുക്കൽ സംഭവിച്ചു പോയിട്ടുണ്ട്. പറയുന്നത് കാന്തപുരത്തിന്റെ സ്വന്തം അനുയായികളാണ്. നിങ്ങളിതിന്റെ ഗൗരവം മനസ്സിലാക്കണം. എന്നിട്ടിപ്പോ പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറയാണ്, പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാർതായിട്ടൊരു പ്രസ്താവന ചാനലുകളിൽ വരികയുണ്ടായി, എനിക്കതുമായിട്ടൊന്നും ബന്ധമില്ല. ഏതുമായിട്ട്? രാമന്തള്ളി മുഹമ്മദ് പറഞ്ഞതുമായിട്ടോ അല്ലെങ്കിൽ ജിഷാൻമായി പറഞ്ഞതുമായിട്ടോ എനിക്കൊരു ബന്ധവുമില്ല, ഞാനത് അറിയുകയില്ല. പിറ്റേ ദിവസം ഞാൻ രാമന്തള്ളി പത്രസമ്മേളനം നടത്തി പറഞ്ഞു, പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാരെ, ഞാൻ പറഞ്ഞെങ്ങാനും നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ നിങ്ങളെ വീട്ടിൽ വെച്ചുകൊണ്ട് സംവാദം ചെയ്യാറുണ്ടോ? ഞാൻ ഓരോന്ന് ഞാൻ പറഞ്ഞതൊക്കെ കടമെട്ടുകൊണ്ട് മറുപടി പറയാൻ ഞാൻ തയ്യാറാണ്. പറയുന്നതാരാ? സാക്ഷാൽ രാമന്തള്ളി. അതിന്റെ മുമ്പ് ജിഷാൻമായും സാലിഹ് സഖാഫിയും തമ്മിലുള്ള ഞാനിങ്ങനെ അത്ഭുതപ്പെടുകയാണ്. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം ഷെയർ ഉപകാരക്കാരെന്ന് പറയാൻ അതിന് സെനദിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. തീർച്ചയായും ഉണ്ടായില്ല. അപ്പൊ നമ്മളിപ്പോ പിന്നെ ഈ 45 ആളുകൾ നാളെ മത്സരത്തിൽ നമുക്കിത് സാക്ഷി എന്നാൽ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങളെന്ത് ചെയ്യാനല്ലേ നമ്മളെന്ത് ചെയ്യുക? ജിഷാമായി ചോദിക്കുകയാണ്, 45 ആലിമീൻ എന്ന് പറഞ്ഞാൽ സനദിലെ ഖാദിരിയ തരീഖത്തിലെ മശായിഖുമാർ നാളെ മഷറിൽ വന്നിട്ട് പറയില്ലേ, ഞങ്ങളെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുന്നു പറഞ്ഞാൽ നമ്മൾ എന്താ ഉസ്താദേ ചെയ്യാ? സാലിഹ് സഖാഫിനോട് ജിഷാമാന്റെ ചോദ്യമാണ്, കേട്ടോളൂ. അല്ല, ഇത് പ്രത്യേകിച്ച് ഇൽമുള്ള ആളുകളാകുമ്പോ ആ വിഷയത്തിൽ ആഖിറത്തെ സംബന്ധിച്ചുള്ള ഒരു ചിന്ത ഉള്ള പ്രവർത്തനം ചെയ്യേണ്ടല്ലേ? മകനെ ഇൽമുള്ള ആളുകൾക്ക് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇൽമുള്ള ആളുകൾക്ക് ദൈവവിശ്വാസം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അല്ല, നിങ്ങൾ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ അന്ന് ഉസ്താദിനോട് തുറന്ന് പറയേണ്ടിയിരുന്നു. പല വിഷയങ്ങളും മാർക്കസിലൊക്കെ ജോലിയൊന്നും സമയത്ത് പറയാൻ കഴിയില്ല. ഒന്നാമതൊക്കെ നമ്മളൊക്കെ കള്ളപ്രശ്നം, നമ്മുടെയൊക്കെ പള്ളപ്രശ്നം ഒന്നിട്ട് നടക്കുന്നതിനെ സൗണ്ട് കുറച്ച് ചെയ്യണ്ടല്ലേ? മകനെ ഇൽമുള്ള ആളുകൾക്ക് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇൽമുള്ള ആളുകൾക്ക് ദൈവവിശ്വാസം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അല്ല, നിങ്ങൾ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ അന്ന് ഉസ്താദിനോട് തുറന്ന് പറയേണ്ടിയിരുന്നു. പല വിഷയങ്ങളും മാർക്കസിലൊക്കെ ജോലിയൊന്നും സമയത്ത് പറയാൻ കഴിയില്ല. ഞാന് പറഞ്ഞാല് അന്ന് വർഷത്തില് ഏറ്റവും ഒരു ശമ്പളം വാങ്ങുന്ന ആളായിരുന്നു. അപ്പൊ അങ്ങനെയുള്ളൊരു ശമ്പളം പുറത്തു പോയാൽ കിട്ടില്ല. അപ്പൊ ആത്മാർത്ഥമില്ലാത്ത അങ്ങനെ തന്നെ ഞാൻ നിങ്ങളോട് തുറന്നു പറയുന്നു, ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യായിരുന്നു. പിന്നെ പേരും പേരിനൊക്കെ വേണ്ടി എത്തിച്ചാന്റെ സെക്രട്ടറിയാണ് അവിടെ അനുദാനൊക്കെ പറഞ്ഞിട്ട്. കണ്ടോ, ഞാനെന്ന മർക്കസിൽ ഏറ്റവും കൂടുതൽ സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ കഴിയാത്ത ശമ്പളം വാങ്ങുന്ന ആളായിരുന്നു. പിന്നെ ഇങ്ങനെ തുറന്നു പറയാ പള്ളപ്രശ്നമായിരുന്നു. കണ്ടോ നിങ്ങൾ,
മഹാത്മാക്കളായ ഖാദിരിയ തരീഖത്തിന്റെ മശായിഖന്മാർക്കെതിരിൽ അവരെക്കുറിച്ച് ഇല്ലാത്തൊന്ന് പറഞ്ഞുണ്ടാക്കിയ കുറ്റബോധങ്ങളെ എന്ന് ചോദിക്കുമ്പോൾ പറയാണ് അന്നത്തെ പള്ളപ്രശ്നം കൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. ആരാ പറയുന്നത്? കാന്തപുരത്തിന്റെ സ്വന്തം സ്വാലിഹ് സഖാഫി. അദ്ദേഹം തുറന്നു പറയാം. സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? സനതുണ്ടാക്കാനുള്ള കാരണം എന്താ? സനതുണ്ടാക്കാനുള്ള കാരണം കാന്തപുരം ഗൾഫിലെ ദുബായിലെ ഒരു ഷെയ്ഖിനിക്ക് മുടി കൊടുത്തു. ആ മുടിയുമായി കൊണ്ട് ഷെയ്ഖ് ദുബായിൽ ചെന്നപ്പോ ആളുകൾ ചോദിച്ചു, അല്ല ഇതിന് സനദുണ്ടോ? അപ്പൊ ഗൾഫിൽ നിന്ന് കാന്തപുരത്തിനോട് ഈ അറബി ചോദിക്കുകയാണ്, ഷെയ്ഖ് ചോദിക്കുകയാണ്, ഈ മുടിക്ക് സനദുണ്ടോ? അപ്പോൾ ആ കാന്തപുരത്തിനും പേടിയായി. ഉടൻ തന്നെ കാന്തപുരം മർക്കസ് വിളിച്ചിട്ട് പറഞ്ഞു, വേഗം ഒരു സനദുണ്ടാക്കണം. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന അബ്ദുൽ മജീദ് മുസ്ലിയാർ എന്ന ആള് കാന്തപുരത്തിന്റെ അന്നത്തെ കാര്യങ്ങളൊക്കെ കൈ ചെയ്യുന്ന ഒരാളുണ്ട്. അദ്ദേഹം ചോദിച്ചു, ഉസ്താദേ എന്ത് സനദ്? ആ മുടിയുടെ സനദ്. ആ പാവ നിർവാഹമില്ലാത്തതുകൊണ്ട് വേഗം ഖാദിരിയ തരീഖത്തിന്റെ മശായിഖന്മാർ ഉൾപ്പെടുത്തിയിട്ട് ഒരു സനദുണ്ടാക്കി അത് ഫാക്സ് ചെയ്ത് കൊടുത്തയച്ചു. ഗൾഫിലെ അറബിയുടെ മുമ്പിൽ രക്ഷപ്പെടാൻ വേണ്ടി കാന്തപുരം എടുത്ത ഒരു വികൃതിയായിരുന്നു, അല്ലെങ്കിൽ ഒരു തട്ടിപ്പായിരുന്നു ഈ സനദ് എന്ന് പറയുന്നത്. അതും സാക്ഷാൽ ദിഷാൻ വാഹിദ് തന്നെ സാലിഹ് സഖാഫുമായി പങ്കുവെക്കുന്നു. ഇന്ന് തങ്ങൾ മുടി കൊടുത്തിരുന്നു, ഞാൻ അയാളെ മുന്നിൽ കാണിച്ചു കൊടുത്തിരുന്നു. എന്റെ വിശ്വാസം ഒരു പ്രശ്നം. അതെ അതെ. പിന്നീട് റമദാന്റെ ഉസ്താദ് വിസിറ്റിംഗ് ചെന്നപ്പോ ഈ സനത് ചോദിച്ചപ്പോ ഉസ്താദ് ഫോൺ ചെയ്തു. ഉസ്താദിന്റെ ശൈലി തന്നെയാണ്, അതുകൊണ്ട് അയക്ക് പിന്നെ മജിദലെ വിളിച്ചിട്ട് അതുകൊണ്ട് അയക്ക്. ഏത് ആ സനത്, ഏത് സനത് ഉസ്താദ്? ചോദിച്ചു, ഏത് സനദ ഉസ്താദേ? അവ കാന്തപുരം ഗൾഫിൽ പറയാ ഷെയറോ മുബാറക്കിന്റെ സനദല്ലേ, അതിന് കൊടുത്തോട്. കേൾക്കൂ എന്റെ സനത് ഇങ്ങനെയാണ് ഉസ്താദിന്റെ ശൈലി. മദീനയിലും എന്തെങ്കിലും നമ്മളില്ലെങ്കിൽ ചൂടാവും, ചൂത്തോടെ ചെയ്യും. ചിലപ്പോൾ ഭയങ്കര ലക്ഷം പിടിക്കും. എല്ലാ ഉസ്താദേ, പിന്നെ വിഷയം എന്ന് പറഞ്ഞാൽ അതായത് ഉസ്താദിന്റെ ശൈലിയല്ല. ഞാൻ അതിലേക്കുന്നത് കാരണം വെച്ചാല് നമ്മളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹിന്റെ ഷെയർ മുബാറക് കാണുന്നുള്ളതിന് അതിന് പിന്നെ സനദ് തന്നെ വേണമെന്നില്ലല്ലോ. എല്ലാവരും നമുക്ക് റസൂലുള്ളാഹിന്റെ ഷെയർ മുബാറക്കാന്ന് പറഞ്ഞാല് അപ്പൊ ഇത് 45ഓളം വിശ്വസിക്കുന്ന ആളുകൾക്ക് അല്ല, അത് മതിയായിരുന്നു. ഇത് 45ഓളം ഇമാമിങ്ങളെ പേരിൽ പറഞ്ഞ കളവിനെ നമ്മുടെ ആഹൃത്തിൽ സമാധാനം പറയേണ്ടി വരില്ല. നമ്മളിപ്പം ജനങ്ങളുടെ മുമ്പിൽ മൂടി വെച്ചാലും. എന്റെ പറഞ്ഞ 45ഓളം മഹാന്മാരോട് നമ്മൾ മറുപടി പറയേണ്ടി വരില്ലേ? നിഷാമായി ചോദിച്ചപ്പോ സാലിഹ് സഖാഫ് പറഞ്ഞ ശരിയാണ്, ജനങ്ങളോട് എന്താ പറയാ? സാലിഹ് സഖാഫിന്റെ മറുപടി, ജനങ്ങളൊക്കെ കഴുതകളല്ലേ. കാരണം യാക്കോമാണ് ഷെയ്ഖുൻ എന്ത് പറഞ്ഞാലും തക്ബീറിൽ സ്വീകരിക്കുന്നറിയാം. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ ഗൗരവപൂർവ്വം ചിന്തിക്കുക. എന്നിട്ടോ പിന്നെന്തുണ്ടായത്? ഇപ്പൊ സാരതിനെ കുറിച്ച് ഒരു അക്ഷരം ഉണ്ടെന്നില്ല. കഴിഞ്ഞ യോഗത്തിൽ വെച്ചുകൊണ്ട് റഷീദ് സഖാഫി ഏലംകുളം പറയാണ്, യോഗത്തിൽ വെച്ചുകൊണ്ട് ചർച്ച സനദിലേക്ക് എത്തിയപ്പോ നമ്മളെ കുമരംപുത്തുകാരൻ അലി മുസ്ലിയാർ അഥവാ ഇവരുടെ ജില്ലാ കാളി, മഹലില്ല ജില്ലയുള്ളൂ, ജില്ലയിലെ കാളി, ആ ജില്ലാ കാളി ആ യോഗത്തിന് ചുമതലത്തിലെ സനദിന്റെ കാര്യം മുൻപേ ചെയ്യരുത്. സനദിന്റെ കാര്യം മുൻപ് നമ്മൾ ആകെ വഷളാകും. ഇനി സനദിന്റെ കാര്യം മുൻപാനേ പറ്റൂല. യോഗത്തിൽ അലി മുസ്ലിയാർ തുറന്നടിച്ചു പറഞ്ഞു എന്ന് റഷീദ് സഖാഫി ഏലങ്ങളും നിഷാൻ മഹിയോട് പറഞ്ഞു. നിങ്ങൾ മുഷാവറയിൽ എന്ത് വിഷയം നടന്ന അത് അറിയില്ലല്ലേ? മുഷാവറയിൽ ഭയങ്കര ചർച്ചകളൊക്കെ ഉണ്ട്. അതിൽ എന്ത് കിട്ടിയത് നാളെ കിട്ടുള്ളൂ. നാളെ സ്ഥാനത്തെ കിട്ടും. അതല്ലാതെ പറഞ്ഞത് അടിസ്ഥാന വിഷയപ്പെട്ടുകൾ ഒന്ന് ചിലതിന് വിഷയം ഉണ്ടായിരുന്നു. അടിസ്ഥാന എന്താണ് ഇന്ത്യയിൽ ചോദിച്ച ഒരാള് ഇന്ത്യത്തോളം കുടുങ്ങിയാണ്. അലി മുസ്ലിയാരുടെ സനദിനെ കുറിച്ച് മിണ്ടരുത്. അപ്പൊ വേറെ ആൾക്ക് എന്താ മുണ്ടിയാല് മുണ്ടിയോടത്തോളം കണ്ടില്ലേ, ഇനി മുണ്ടണ്ടാന്ന്. ആരാത് പറയുന്നത്? റഷീദ് സഖാഫി ഏലംകുളവാ. എന്റെ പ്രിയപ്പെട്ട സഖാഫി ചോദിക്കട്ടെ, പടച്ചവരെ കുറിച്ച് നിങ്ങൾക്ക് തോതിയില്ലേ? നിങ്ങളല്ലേ പണ്ട് പറഞ്ഞത് വിശ്വാസത്തിന്റെ ലക്ഷണമാണിതൊക്കെ. എന്റെ സഹോദര റഷീദ് സഖാഫിയെ സ്നേഹത്തോടെ ചോദിക്കട്ടെ, ലോകമേ, ഈ ലോകത്തോട് നമുക്ക് പറയണ്ടേ? എത്ര വലിയ തെറ്റിനാണ് നിങ്ങൾ കൂട്ടുനിൽക്കുന്നത്? എന്നുണ്ടെങ്കിൽ നാളെ പോകണ്ടേ സഖാഫേ? നിങ്ങൾ അഭിനന്ദനായി ജില്ലാക്കാല് പറയുമ്പോ സനദിന് വീടിക്കൂടാ. സനത് ചോദിച്ചു കഴിഞ്ഞാൽ സനദിനെക്കുറിച്ച് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ 9 ഒരു വഷളായി പോകുന്നു.
എന്തിനാണ് ഇതിന് പിന്നാലെ നടക്കുന്നത്? ഇനിയെങ്കിലും ഈ വീഡിയോ ഉണ്ടാക്കിക്കൂടെ? എന്തിനാണ് സഹോദരന്മാരെ? മാത്രമല്ല എല്ലാവർക്കും അറിയാം, അലിമുസ്ലിയാർക്കറിയാം, ഏലംകുളത്തിനറിയാം, എല്ലാവർക്കും അറിയാം ഈ മുടി ശരിയല്ല. എല്ലാ സഖാഫികൾക്കും അറിയാം, എല്ലാ അക്സരിമാർക്കും അറിയാം. പക്ഷെ ചിലർ മിണ്ടുന്നില്ലെന്ന് മാത്രം, ചിലർ പുറത്തു പറയുന്നില്ലെന്ന് മാത്രമല്ല. ഇപ്പൊ ആകെ ഏക വിഭാഗത്തിൽ 3 വിഭാഗമാണ്. ഒരു വിഭാഗം എന്താ അറിയോ? എന്തെന്നെ ആയാലും തക്ലീദ് ചെയ്ത വിഭാഗം. ഞാൻ മുടി അല്ലാന്ന് കാന്തൂരം പറഞ്ഞാലും പാടില്ല, അങ്ങനെ തന്നെ. കാന്തൂരം പറഞ്ഞ അവരുടെ ആണെന്നാണ് എന്ത് പറഞ്ഞാലും അന്ധമായിട്ട്. മറ്റൊരു ഇനിയിപ്പോ നമ്മളൊരു മുണ്ടണ്ട, എങ്ങനെ ചെല്ലൈക്കോട്ടെ അങ്ങനെ പറഞ്ഞു. ഞാൻ പറയല്ല, അതും റഷീദ പറയുന്നത്. റഷീദ് സഖാഫി ഏലംകുളം നിഷാമായോട് പറയാണ്, നമ്മളെ വിഭാഗത്തിൽ ഇപ്പോൾ 3 വിഭാഗമാണ്. റഷീദ് സഖാഫി, നിങ്ങൾ തുറന്നു പറയണം, നിങ്ങൾ ഏത് ഗ്രൂപ്പിലാണ്, നിങ്ങൾ ഏത് ഗ്രൂപ്പിലാണുള്ളത് പറയട്ടെ. റഷീദ് സഖാഫി, ഞാൻ പറഞ്ഞത് ഇത് എവിടെ പോയി അവസാനിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്നേ? ഇത് വ്യാഴാഴ്ച ശ്രദ്ധിക്കാൻ കൃത്യങ്ങളൊക്കെ വരികയാണെങ്കിൽ വിഷയം തന്നെയാണ്. അതായത് ഒരു 2-3 ഫിർഖത്താവും, ഗ്രൂപ്പുകളാവും. എങ്ങനെ 2 ഗ്രൂപ്പുകളാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു വിഭാഗം അന്ധമായിട്ടുള്ള മുക്കല്ലികൾ, ഒരു വിഭാഗം അന്ധമായിട്ടുള്ള മുക്കല്ലികൾ, 2. ഒരു വിഭാഗം മുൻകിഴികൾ, ന്യൂനപക്ഷം, പുനീതാനത്തിൽ എന്താപ്പോ എന്താപ്പോ അങ്ങനെ ഒരു വിഭാഗം. റഷീദ് സഖാഫി, നിങ്ങൾ ഏതിലാണുള്ളത്? എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, എല്ലാവർക്കും അറിയാം. ഈ നൗഷാദ് ഹസനെയോ നിഷാമായി വിളിച്ചു ചോദിച്ചു, നൗഷാദ് ഹസൻ നിങ്ങളെ കാഴ്ചപ്പാടെന്താ? അത് വ്യാജം തന്നെയാണ്, സംശയമില്ല. ആര്? ഒതുക്കുങ്ങളെ. അദ്ദേഹം പറഞ്ഞു വ്യാജം തന്നെയാണ്. പക്ഷെ ഇപ്പോ രാമന്തള്ളിയെ പുറത്താക്കിയെന്ന് കണ്ടപ്പോ നൗഷാദിനെയും പുറത്താക്കുമെന്നൊരു വക്കിലെത്തിയപ്പോ നൗഷാദ് രംഗത്തൊന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ മുടി അംഗീകരിക്കുന്ന ആളാണ്. അപ്പോഴാ ജിഷാന്റെ മുന്നറിയിപ്പ്, നൗഷാദെ മോനെ കളിക്കണ്ട, നിന്റെ മുഴുവൻ ക്ലിപ്പ് ഞാൻ പുറത്തു, നിന്റെ അടിവേറിഞ്ഞ എന്നാരാ? ജിഷാൻമായി. കാരണം ജിഷാൻമായി പറയുന്നു, നമ്മൾ രണ്ടാൾ ഒരുമിച്ച് നടന്നാളല്ലേ, നിങ്ങളൊക്കെ എനിക്കറിയാം, നിങ്ങൾ ഓരോ കൈയും എനിക്കറിയാം, നിങ്ങളെ കയ്യിലുള്ളതൊക്കെ എനിക്കറിയാം, ഞാൻ ഓരോന്ന് തുറന്നു പറയും. വെറുതെ സുന്നത്തമായിട്ട് നടന്നാൽ നിനക്ക് രക്ഷപ്പെടാം, അല്ലെങ്കിൽ നിന്റെ അടിവേറി ഞാൻ പറയുന്നാരാ? നൗഷാദ് ഹസന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ജിഷാൻമായി ഇപ്പോൾ നൗഷാദ് ഹസന് മുന്നറിയിപ്പ് കൊടുക്കാണ്, നിശ്ചയിച്ച് രംഗത്ത് വരണ്ടാക്കട്ടോ. കേൾക്കുന്നുണ്ടോ? ഇത് ഒതുക്കുങ്ങലിലുള്ള നൗഷാദിനുള്ള സാമ്പിൾ വെടിക്കെട്ടാണ്. ഇത് ഒതുക്കുങ്ങൽ നൗഷാദിനുള്ള സാമ്പിൾ വെടിക്കെട്ടാണ്. ഇനി ബൈലക്സിൽ ഏതെങ്കിലും ഒരു റൂമിലെടുത്തിട്ട് ഈ നിഫാക്കുള്ള സംസാരം ആയിട്ട് ഇറങ്ങിയാൽ ഇരുത്തന്റെ അടുത്തിരുത്തും കേട്ടോ. ഇപ്പോ മുജാഹിദുകളായിട്ട് സംവാദമൊക്കെ നടത്തിയിട്ട് അത്യാവശ്യം നല്ല പേരുണ്ട്, അത് കളഞ്ഞു കുളിക്കേണ്ടവനെ അടങ്ങി നിന്നോ, അല്ലെങ്കിൽ ഇരുത്തന്റെ അടുത്തിരുത്തും. പണ്ഡിതന്മാരെ ചതിച്ചവൻ ഇവനാണിപ്പോ ചാരിത്ര പ്രസംഗം നടത്തുന്നത് അല്ലേ? അതുകൊണ്ട് സൂക്ഷിച്ചു കളിച്ചോ. ഈ നൗഷാദിന് മർക്കസിലുള്ള മുടിയിൽ വിശ്വാസമില്ല, ഞാൻ തെളിയിക്കും. ഈ ശബ്ദം നൗഷാദിന്റെ അല്ലാന്ന് പറയാൻ വല്ലവരുണ്ടോ? ഇനി നൗഷാദിന്റെ ഭക്തജനങ്ങളായിട്ട് നടക്കുന്ന വല്ലവരുണ്ടെങ്കിൽ ഇറങ്ങി വാ. ഇതൊന്നും നിങ്ങളെപ്പോലെ നാറിയ പരിപാടി ഞാൻ ചെയ്തിട്ടില്ല. സമൂഹത്തിൽ നമ്മുടെ പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് അവർക്കിടയിൽ പറഞ്ഞു തീർക്കാനും അവരുടെ ഇടയിൽ മാത്രം ചർച്ച ചെയ്യാനുമാണ്. നൗഷാദ് നമ്മുടെ പണ്ഡിതന്മാർ സാക്ഷിയാണ്. ജിഷാൻ അറിയുമെങ്കിൽ ഇന്ന് രാമന്തലിൽ ചെയ്ത അത് 2011 എനിക്ക് ചെയ്യാമായിരുന്നു, ചെയ്തില്ല. 2012 ചെയ്യാമായിരുന്നു, ചെയ്യില്ല. എന്നിട്ട് എന്റെ കയ്യിലുള്ള രേഖകൾ മുഴുവൻ ഒറ്റിയെടുത്ത് പരസ്പരം ബഹുമാനപ്പെട്ട ഉസ്താദിനെയും അതുപോലെ പേരോട് ഉസ്താദിനെയും തെറ്റിക്കാനും സംഘടന ശുദ്ധീകരിക്കാനാണ് വ്യാജേന നമ്മുടെ പണ്ഡിതന്മാർക്കെതിരെ ക്ലിപ്പുകളും അതുപോലെ തന്നെ പ്രസ്താവനകളും അതുപോലെ തന്നെ മീഡിയകളിലൂടെ ചർച്ചകൾ നടത്തിയ ഈ നൗഷാദാണ് രാമന്തലി എന്ന് പറയുന്ന മുഹമ്മദ് രാമന്തലിയെ കൊണ്ട്
ഇത് മുഴുവൻ ചെയ്യിച്ചതെന്ന് കേരള സമൂഹത്തിൽ ഞാൻ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വെല്ലുവിളി തന്നെ കളിക്കുന്ന സൂക്ഷിച്ച് കളിച്ചാൽ മതി. അതുകൊണ്ട് നൗഷാദിനോട് പറയുന്നത് ഇന്നത്തെ പ്രസംഗം കൂടി നിർത്തിക്കോ, ഇല്ലെങ്കിൽ ഇതിന്റെ ബാക്കി ഇത് ഏറ്റവും സാമ്പിൾ കുറഞ്ഞതൊന്നാണ്. മാലപ്പടക്കം പോലെ വരും. ഞാൻ ഇത്രയും എനിക്ക് സാധാരണ സഹോദരന്മാരോട് ഒരു വെറുപ്പില്ല. കാരണം അവരൊക്കെ നൗഷാദിനോട് പറയാൻ, നൗഷാദേ കളിക്കണ്ടടാ മോനെ, വിടുന്നിട്ട് തന്നെ ഇതൊരു സാമ്പിൾ വെടിക്കട്ട, നീ തൃശ്ശൂർ പൂരം വരാൻ കിടക്കണുള്ളൂ. നമ്മളല്ല പറയണത്, ഇതൊക്കെ അവരെ കൂടെ നടന്നത് അണിയറ രഹസ്യങ്ങളാണ് ഓരോന്നോരോന്ന്. ഇനി കേട്ടോ നിങ്ങൾ, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഇവരുടെ മുഷാവറയുടെ വലിയ നേതാവല്ലേ, ഇവരുടെ ജമിയത്തിലെ സെക്രട്ടറിയാണ് സാക്ഷാൽ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർക്ക് വിളിക്കാൻ ജിഷാൻ മാഹി അമ്മുവിന്റെ മുടിയെ കുറിച്ചുള്ള ചർച്ചയാണ്. അപ്പോൾ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ തുറന്നു പറയാണ്, ജിഷാൻ മാഹിയോട് പറയാണ്, എന്തൊരു കഥയാണ് ഇവരെ കാര്യം, എന്താണ് ഇവരുടെ അവസ്ഥ, എന്താ സംഭവങ്ങൾ. നമ്മളൊരു മുടി കൊണ്ടുവന്നു ബോംബെയിൽ നിന്ന്. ആ ബോംബെയിൽ നിന്ന് മുടി കൊണ്ടുവന്നപ്പോൾ ആ മുടിയെക്കുറിച്ച് നമ്മൾ എല്ലാം പറഞ്ഞ് വ്യക്തമാക്കി, ഈ മുടി എന്നെ കാന്തപുരത്തിന്റെ കൈവശമുള്ള മുടിയും ഇതൊരിക്കലും റസൂലുള്ളാഹിന്റെ മുടിയല്ല, ഇത് കത്തിച്ചാൽ കത്തുമെന്നും ടോർച്ചടിച്ചാൽ നേലുണ്ടെന്നും എല്ലാം നമ്മൾ തെളിയിച്ചു വെച്ചു. പിന്നെ നമുക്ക് ആവശ്യമില്ലാതെ നമ്മൾ തിരിച്ചു കൊടുത്തപ്പോൾ ഇവരെന്ത് ചെയ്ത്, ആ മുടി കൊണ്ട് നേരെ കൊണ്ടോട്ടി വെച്ചുകൊണ്ടും ആക്കോട് വെച്ചുകൊണ്ടും സ്വീകരണം നൽകി. മുടിക്ക് ഒരു ഇന്നോവയിലാണ് കൊണ്ടുവന്നത്. ഇന്നടക്കം എന്നോട് ആക്കോടത്ത് പ്രവർത്തകന്മാർ വിളിച്ചു പറഞ്ഞു, ഒരു ഇന്നോവയിലാണ് കൊണ്ടുവന്നത്. ഇന്നോവ ഭയങ്കര ചളി പിടിച്ച ഇന്നോവയായിരുന്നു. അങ്ങനെ ആക്കോട് ഒരു സമ്മേളനം നടക്കാണ്. അവിടെ കൊണ്ട് നിർത്തിയപ്പോ മുടി ഉള്ളിലാണ് പറഞ്ഞ ഓരോരുത്തരും മുത്തി ആ കാറാണ് ക്ലീനായി. റസൂലുള്ളാഹിന്റെ മുടിയിലെ ഉള്ളത് ഓരോരുത്തർ ആർമ മുത്തത്ര തൊട്ടിങ്ങനെ മുത്തിരുന്ന, അത് ഏതായിരുന്നുള്ള മുടി, അത് ഏതാ മുടി ഞാൻ പറയണില്ല, ജിഷാൻമായി പറയുന്നു അത് അമ്മയുടെ മുടിയാണ്. കാരണം നമ്മൾ 7 മുടിയെ കൊണ്ട് നമ്മളുള്ളത് പറയാലോ, 7 മുടിയാണ് നമ്മൾ കൊണ്ടുവന്നത്. അതിലൊന്ന് നമ്മൾ കത്തിച്ചു നോക്കി, അപ്പൊ തന്നെ കത്തി. ഒന്ന് DNA ടെസ്റ്റിന് കൊടുത്തു, ബാക്കി 5 അവർക്ക് ഏഴെണ്ണം കൊടുത്തിട്ട് ഏഴെണ്ണമാണെന്ന് പറഞ്ഞു. അവർ 2 കൊടുക്കണ്ടേ. അപ്പൊ അവിടെ മുടി നല്ല നീളമുണ്ട്, നമ്മൾ ആണുങ്ങൾ വീട്ടിൽ പറ്റൂല. അപ്പൊ അവിടെ അടിച്ചിരുന്നൊരു പെണ്ണുണ്ട്, അതിന്റെ പേര് അമ്മോടോ അല്ലെന്ന് ഒരു തീരുമാനിച്ചോട്ടെ. ഏതായാലും ആ മുടി കൊടുത്ത് ഇവര് കിട്ടിയ വക്കിൽ മുടിയിട്ട് മുക്കി കുടിച്ചു. അത് ജിഷാൻമായി പൊന്മുളയായിട്ട് പങ്കുവെക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അത് ഇവർ പോലീസ് കേസ് കൊടുത്തിട്ട് തിരിച്ചു വാങ്ങിയിരുന്നു. അതെ, ആ തിരിച്ച് ഇവര് കിട്ടിയപ്പോ നൗഷാദ് ഹസീനെ അടക്കം കുറെ ആളുകൾ അത് പിന്നെ മൗലിദൊക്കെ ചെല്ലി തലവൽ ബദറുകളൊക്കെ പാടിയിട്ടാണ്. അതൊക്കെ ഞങ്ങളെന്നാണ് പറഞ്ഞു, ഞങ്ങളെന്നാണ് പിന്നെ കൂടെയൊക്കെ പറഞ്ഞു, എല്ലാം വളരെ റോങ് പരിപാടിയാണ്. എല്ലാം എന്നിട്ട് ഉസ്താദിന്റെ വിഷയം പറഞ്ഞാൽ ഞാൻ ഇന്ന് പറഞ്ഞത്, അത് ഇവർ ഇസ്ലാമിക് സെന്ററിൽ കോഴിക്കോട് അവിടെ അടിച്ചു വാരുന്ന അമ്മു എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ മുടിയാ പോലെ ഇവർ ജാലിയവാലയ്ക്ക് ഇവർ തിരിച്ചു കൊടുത്തത്. സത്യം ഞാൻ കേട്ടത്. ഞാനും കേട്ടുള്ളത് ആരേ പൊന്മള നിങ്ങളെ മുഷാവറിലെ സെക്രട്ടറിയെ കൊണ്ടുവന്ന് ബാക്കിയുള്ള കഥ പറയണം. എങ്ങനെ എഫ്കാരാഞ്ഞിന്റെ പിന്നാലെ ഇനി വല്ല ഉത്സവം കൊണ്ട് പറഞ്ഞു പറയും, സാഹിത്യമുണ്ടെങ്കിലും ഉള്ള ഇല്ലെങ്കിലും ഉണ്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുന്നത് പൊന്നുമോളെ എനിക്ക് പറയാം, അത് അമ്മുവിന്റെ മുടിയായിരുന്നു. അമ്മുവിന്റെ മുടിയാണ്. കുട്ടികളൊക്കെ കുട്ടികളിങ്ങനെ രാവിലെയും ചെല്ലുന്നത് കുടിക്കാം. ഫത്വാ ബോർഡിന്റെ സെക്രട്ടറിയോ പൊട്ടിച്ചിരിക്കാം, അമ്മൂന്റെ മുടി കുടിക്കട്ടെ. എന്ത് പറ്റി കൂട്ടരെ, എന്ത് പറ്റി? ഇനിയും നിങ്ങൾക്ക് ബോധം കൊടുക്കില്ല എന്ന് വരാൻ. ഇനി കേട്ടോളൂ നിങ്ങൾ, ജാലിവാല മർക്കസിൽ വന്നു എന്നൊരു വിഷയം ജിഷാൻമായി പൊന്മുളയായിട്ട് പങ്കുവെക്കാം. ജിഷാൻമായി പൊന്മുളയായിട്ടുള്ള ബന്ധം കൊണ്ട് എനിക്ക് ആ സംഭാഷണം മനസ്സിലാക്കാൻ കഴിയും. അത് കേൾക്കുന്നു, പൊന്മുളക്കറിയാം.
ജിഷാമായി ഇവരെ കൂട്ടത്തിൽ വലിയ ബന്ധമുള്ള ആളാണ്, തെളിയിക്കുന്ന കോളുകളാണ്. ജിഷാമായി വിളിക്ക പെൺമുളസ്താവിന് വിളിക്കുമ്പോൾ പേരോടും പറയുന്നില്ല. പെൺമുളസ്ത ജിഷാമാഹിയല്ലേ? തിരക്കിലാണോ യാത്ര? ഒരു തിരക്കില്ല, മോൻ പറഞ്ഞോ. എന്നാ ഉസ്താദ് ഖത്തറിൽ വരുന്നത്? പിരിവ് വേണ്ടേ? വന്നു, ഞാൻ വരുന്നുണ്ട്, ഞാൻ വരാൻ വിചാരിച്ചപ്പോ നടന്നിട്ടില്ല. കേട്ടോളൂ, എല്ലാ കാര്യങ്ങളും ഓരോന്നോരോന്ന് നിങ്ങൾ അറിയണേ ഈ സമുദായത്തിന് ഇവർ എത്രത്തോളം പറ്റിച്ചു എന്നത്. ഇനിയും അറിയാതെ പെട്ടു നിർത്തുന്നവർ, അറിയാതെ തെറ്റിദ്ധരിച്ചു പോയവർ ഒരിക്കലെങ്കിലും ഈ സമ്പാദ്യത്തിന്റെ വെളിച്ചെത്തിച്ചേർന്നെങ്കിൽ എന്നാഗ്രഹിച്ചുകൊണ്ടാണ് നമ്മുടെ ഇതൊക്കെ പറയുന്നത്. മാറുന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടൊന്നുമല്ല, ഒരുപക്ഷെ മാറിയെങ്കിലും ഒരു മാറ്റം സംഭവിച്ചെങ്കിലോ എന്നാലോചിച്ചു. ദിശാമായി പൊന്മുളക്ക് വിളിക്കുന്ന ആ രംഗവും പൊന്മുള യാത്രയിലാണ് മറ്റും പറയുന്ന രംഗം കൂടി നിങ്ങൾ കേൾക്കുക. പറയട്ടെ. ഇന്നലെ വിശേഷം കണ്ണങ്ങള് സലാം മടക്കി ഉടനെ ആദ്യം പറയുന്നത് ദിശാമായി എന്നല്ല പറയുന്നത്. എന്തൊക്കെയുണ്ട് ഉസ്താദ് വിശേഷം? വേഗം മനസ്സിലാണ്, അത്രയും ബന്ധമാണ്. തിരുവനന്തപുരത്തേക്ക് പോയിക്കൊണ്ടിരിക്കാം. ഓ, ഞാനറിയും ഉസ്താദ് മലബാറിലാണ് യാത്ര ചെയ്യുന്നുള്ള റിപ്പോർട്ട് എനിക്ക് കിട്ടി. കണ്ണങ്ങള് സൗണ്ട് കേട്ടെങ്കിൽ ജിഷാനല്ലേ? ആ ജിഷാനാണ് മോനെ, ഞാൻ യാത്രയിലാണ്. പറയട്ടെ. എന്തല്ല ശരി, കൊറേ ഖത്തർ തന്നെയല്ലോ ഉസ്താദ്. ഇങ്ങോട്ടാ പോയിരുന്നേ? ഞാനിപ്പോ നോമ്പ് വരും. ശരി. യാത്രയിലിപ്പം സുഖമായി വരാൻ പറ്റുന്ന തരത്തിലല്ല ഇപ്പൊ ഉസ്താദ്? യാത്ര സ്വകാര്യമാകാൻ പറ്റും. പറഞ്ഞു. ഞാൻ അന്നത്തെ ട്രെയിൻ കയറിയ വണ്ടിയിലാണ്, നമ്മളെ വണ്ടിയിലെപ്പോഴും കോഴിക്കോട്ട് പോയിക്കൊണ്ടിരിക്കും. ശരി. ഹലോ, ഇപ്പൊ ഒന്നായിട്ട് പറയുന്ന അടുത്ത ആളുടെ ബുദ്ധിമുട്ടില്ല. പറഞ്ഞില്ല, ഇല്ലല്ലോ എപ്പോ പറയും. എല്ലാ ഉസ്താദ് ഇതോടെല്ലാം പോയിട്ട് ഈ മനുഷ്യന് മർക്കസിൽ വന്നിട്ടുണ്ടല്ലോ ഉസ്താദ്, അറിയണ്ടേ? ഇല്ലല്ലോ. ആര്? ഈ ജാലിയ വാല മർക്കസിൽ വന്നിട്ടുണ്ട്. എന്ന് ഇയാള് മിഞ്ഞാന്ന് എത്തിയത്. ജാലിവാല മിഞ്ഞാന്ന് മർക്കസിലെത്തിയെന്ന് ദിശാമായി പറഞ്ഞ പൊന്മുള്ള പ്രതികരണം കേട്ടോളി. ഇയാൾ എത്തിയെന്ന് മാത്രമല്ല, ഒരുപാട് ഞാൻ ഉസ്താദിനെ പറയാൻ കുറെ വിഷയമുണ്ട്. ഒന്നാമത്തെ ഉസ്താദ് പകൽ വിളിക്കുമ്പോൾ സൗക്കിൽ എപ്പോഴും രാത്രിയാണെങ്കിൽ ചിലപ്പോൾ ഉറങ്ങിപ്പോന്നെ പിടിച്ചിട്ടാണ് ഞാൻ ലേറ്റ് ആയിട്ട് വിളിക്കുന്നത്. ഇയാള് ആര് കൊണ്ടാണ് ഞാനറിയില്ല. ഹക്കീമാണ് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തതെന്നാണ് ഞാൻ കേട്ടത്. ഇല്ല, ഉസ്താദ് സ്ഥലത്തില്ല എന്നാണ് എന്റെ അറിവ്. അപ്പൊ ഇയാൾ വന്ന തന്നെ പിന്നെ ഒരു മുടിയായിട്ടാ പോലെ വന്നത്. ജാലിവാല മർക്കസിലൊന്നുണ്ട്, വേറെ മുടിയിട്ടാണ്. അപ്പൊ പൊന്മുള പറഞ്ഞ കൊടുന്നോണ്ട് നമ്മൾ അങ്ങനെ അറിയിക്കുന്നത്. അതൊന്നും ഒരു ഭാഗത്തേക്കായിട്ടില്ല. ഇനി അടുത്തോണ്ട് വരുവാണോ? കേട്ടോളി. ജീലാനി ഞങ്ങള് കൊണ്ടുവന്നോണ്ടുള്ളൊരു വഴക്കായിട്ടില്ല, ഇന്നൊരു പടുത്തോണ്ട് പോന്നിട്ടാണോ? എന്തിനാ കൂട്ടരെ ഇനി നിൽക്കുന്നത്? ആരുടെയെങ്കിലും വീട്ടിൽ നിന്ന് മൂലക്കാ കുപ്പി ഉണ്ടെങ്കിൽ, ആ വെള്ളമുണ്ടെങ്കിൽ, അല്പമെങ്കിലും മനസ്സാക്ഷിട്ടുണ്ടെങ്കിൽ, തുടച്ചുവരച്ചിട്ടുള്ള ബോധമുണ്ടെങ്കിൽ, മരിക്കുമെന്നുള്ള ബോധമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആരും കാണാൻ തൂത്ത് കളഞ്ഞോളൂ. ആരും കാണിച്ചിട്ട് വേണ്ട. എങ്ങനെ വീട്ടിൽ നിങ്ങളുടെ ഒഴിക്കരുത്? തെങ്ങും കൊതിലും ഒഴിച്ചോളൂ. നിങ്ങൾ നാലും ചോദിക്കുന്നത് എന്താ പെൺമുളർന്നത്? കൊണ്ടുവന്നുകൊണ്ടും നമ്മൾ ഇറങ്ങി. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ എവിടേക്കാണ് ഈ കണക്ക്? ഇതൊക്കെ ഇപ്പൊ പൊന്മുള നിഷേധിക്കുന്നുണ്ട്. പൊന്മുളക്ക് നിഷേധിക്കാൻ കഴിയില്ല. പൊന്മുളയുടെ സൗണ്ടാണത്. ഒരാൾക്ക് നിഷേധിക്കാൻ കഴിയില്ല. അപ്പോഴാ രാമന്തൽ രംഗത്തിൽ വന്നിട്ട് പറഞ്ഞു, പൊന്മുള ദുൽഖാദർ മുസ്ലിയാരെ, നിങ്ങളെങ്ങാനും ഈ ക്ലിപ്പ് നിഷേധിക്കുകയാണെങ്കിൽ ഇന്ന് കേരളത്തിൽ കഴിവുള്ള ക്ലിപ്പ് മേക്കർമാരെ ഞാൻ കൊണ്ടുവരാം. നമുക്കൊരു ടെസ്റ്റ് നടത്താം, പത്രക്കാരെയും കൊണ്ടുവരാം. നമുക്ക് ടെസ്റ്റ് നടത്തിയിട്ട് ഇത് കൃത്രിമമായി തെളിയിച്ചു കഴിഞ്ഞാൽ പൊന്മുളയെ കാൽക്കൽ വീണുകൊണ്ട് പത്രക്കാരുടെ മുമ്പിൽ ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ്. പൊന്മുള തയ്യാറുണ്ടോ? രാമന്തൽ വെല്ലുവിളിക്കുന്നു പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാരെ. വിളിക്കട്ടെ രാമന്തൽ വെല്ലുവിളിക്കും. രാമന്തല്ലി എന്ന് പറഞ്ഞാൽ ആരാണെന്ന് മനസ്സിലാക്കണതാണ്. രാമന്തല്ലി എന്ന് പറഞ്ഞാൽ
ഇവരുടെ സംവാദങ്ങൾക്ക് മധ്യസ്ഥനായിട്ടിരിക്കുന്നതാണ്. അപ്പൊ മുടി സംവാദമുണ്ടായി, നമ്മളും അവരുമായിട്ട് തൃശ്ശൂർ ജില്ലയിൽ നമ്മുടെ വർഷത്തുനിന്ന് സാധുവായ ഞാൻ MT അബൂബക്കർ ദാരിമിയും ബഹുമാനമായ ഷൗക്കത്ത് വൈസി ഇരിക്കുന്ന ഷൗക്കത്ത് വൈസി നമ്മൾ കുറച്ച് ആൾക്കാരെ പോയിട്ടുണ്ട്. അവർ വർഷത്തിൽ നൗഷാദ് ഹസനി, പിന്നെ വഹാബ് സാബ് മുമ്പാട്, സമദ്, പിന്നെ അങ്ങനെ കുറച്ച് ആൾക്കാരൻ അവരുടെ വർഷത്തുണ്ടായിരുന്നു. അന്ന് മധ്യസ്ഥനായിട്ട് വന്ന ആളാണ് രാമന്തല്ലി മുഹമ്മദ്. അവിടെ മാത്രമല്ല, ഇവരുടെ എല്ലാ വേദികളിലും ഇവരുടെ പക്ഷത്തുനിന്ന് മധ്യസ്ഥൻ മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാന്തപുരത്തിൽ ഒരു കേസ് ഫയൽ ചെയ്തപ്പോൾ കാന്തപുരത്തിന്റെ കക്ഷി ചേരാൻ കാന്തപുരത്തിന്റെ മകൻ തയ്യാറായില്ല, കാന്തപുരത്തിന്റെ മരുമകൻ തയ്യാറായില്ല, കാന്തപുരത്തിന്റെ സംഘടന തയ്യാറായില്ല, SYS തയ്യാറായില്ല, പിന്നെ അവരുടെ SSF തയ്യാറായില്ല. അവസാനം തയ്യാറാകാൻ ആകെ ഉണ്ടായത് കാന്തപുരത്തിന് വേണ്ടി കക്ഷി ചേർന്നത് പാവം രാമന്തള്ളിയാണ്. ആ രാമന്തള്ളി പറയാണ്, ഇന്ന് കാന്തപുര ഉസ്താദ് എന്നെ ബലിയാടാക്കി, പൊന്മളക്ക് വേണ്ടി എന്നെ ബലിയാടാക്കിയിരിക്കുകയാണ്. ആ രാമന്തള്ളി തുറന്നു പറയുന്നു, പൊന്മളയെ വെല്ലുവിളിക്കുന്നു. പൊന്മളയോട് പറയുന്നു, തുറന്ന സംഭവത്തിനുണ്ടോ, ഞാൻ ഒരുക്കമാണ്. കേട്ടോ, ഈ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഇപ്പോൾ നടത്തിയ പ്രസ്താവനയും തിരുവേഷത്തിനെതിരെ ഞാനൊന്നും പറഞ്ഞിട്ടില്ലാണ്. പക്ഷേ നാളെ ഞാൻ തെളിയിച്ചോളൂ. അദ്ദേഹത്തെ ഞാൻ ഓപ്പൺ ഡിബേറ്റിന് വിളിച്ചിരുന്നു നേരത്തെ. ഞാനത് സംവാദം നടത്താൻ ഒരിക്കലും ശരിയല്ല എന്ന് എനിക്കറിയാം. നമ്മൾ തമ്മിലുള്ള ആ ഏജിന്റെയും എല്ലാ പാണ്ഡിത്യത്തിന്റെ എല്ലാം പ്രശ്നമുണ്ട്. എന്നാലും സംവാദം അതല്ല വിഷയം. അദ്ദേഹം ആദ്യം ചാനലുകാർക്ക് കൊടുത്ത പിന്നെ ബ്രേക്കിംഗ് ന്യൂസിൽ പറഞ്ഞത്, പത്രക്കുറിപ്പിൽ പറഞ്ഞത്, പിന്നെ ഞാൻ ഈ വിഷയത്തിൽ പിന്നെ എന്തൊരു സംസാരിച്ചത് കട്ടേതൊക്കെ ഉണ്ടാക്കിയ ക്ലിപ്പാണ് അതിനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, പത്രക്കാരുടെ സാന്നിധ്യത്തിൽ ആ ക്ലിപ്പ് വെച്ച് ചർച്ച ചെയ്യാനും അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട്, എന്നോട് റിപ്പോർട്ടർ ചാനലുകാർ ചോദിച്ചു എന്ത് പറയാനും, നമ്മൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഈ ക്ലിപ്പുകൾ വെച്ച് വിദഗ്ധരായ എഡിറ്റർമാരുടെയും മറ്റ് ഓൺലൈൻ വീഡിയോ എഡിറ്റർമാരുടെ സാന്നിധ്യത്തിൽ ഇത് ചെക്ക് ചെയ്യാം. അങ്ങനെ അത് കട്ട് ചെയ്തിട്ടുണ്ടാക്കിയതാണ്. അതിൽ നിന്ന് ഇടയിൽ കട്ടിങ് ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ ചാനൽ ക്യാമറമാൻമാരുടെ മുന്നിൽ നിന്ന് അവരുടെ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ കാല് പിടിച്ച് മാപ്പ് വരുന്നത് നിങ്ങൾ ദൃശ്യവൽക്കരിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അല്ല, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ വീട്ടിൽ ചെന്നിട്ട് ഞാൻ ഈ വിട്ട ക്ലിപ്പ് ശരിയല്ല എന്ന് വിദഗ്ധരായ കട്ടിംഗ് ചെയ്യുന്ന എഡിറ്റിംഗ് ചെയ്യുന്ന ആളുകളെ കൊണ്ടുവന്ന് ബോധ്യപ്പെടുത്തി തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചാനലുകാരെ എന്റെ ദൃശ്യം പകർത്തിക്കോളൂ, ഞാൻ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ കാൽക്കലുകൊണ്ട് മാപ്പ് പറയാം, നിങ്ങൾ പ്രദർശിപ്പിച്ചോളൂ. പൊന്മള തയ്യാറുണ്ടോ? ഈ വെല്ലുവിളി ഞങ്ങൾ ഇവിടെ വെച്ചുകൊണ്ട് ചോദിക്കുന്നു. ഞങ്ങളുടെ ഇട്ട ക്ലിപ്പുകളൊന്നും ശരിയല്ല എന്നുള്ള വാദമുണ്ടെങ്കിൽ രാമന്തല്ലിഷാന്മായി വരും. നിങ്ങൾ തയ്യാറുണ്ടോ? സംവാദത്തിന് തയ്യാറുണ്ടോ? ഞങ്ങളാരും വരേണ്ട ആവശ്യമില്ല, ഒക്കെ അവരെക്കോട്ടെ, നമുക്കാർക്കെന്റെ ആവശ്യമില്ല. നമ്മൾ ആലോചിച്ചിട്ട് എവിടെത്തി? മാത്രമല്ല, ഈ പാവൻ ജിഷാൻമായി ഈ സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി ജാലിവാലിനെ കാണാൻ പോയി ബോംബെയിലേക്ക്. ജാലിവാലിനെ കാണാൻ പോകുന്നതിന് മുമ്പ് കാന്തപുരത്തിനോട് ചോദിച്ചു, അഡ്രസ് അറിയുന്നു? കാന്തപുരം പറഞ്ഞു, എനിക്കറിയില്ല. കാന്തപുരത്തിന്റെ മുറബിയ ഷെയ്ഖിന്റെ അഡ്രസ് അറിയില്ല, മുടി കൊടുത്താൽ അഡ്രസ് അറിയില്ല, എവിടെ താമസിച്ചു അറിയില്ല, ഒന്നിനും മറുപടി അറിയില്ല. ബോംബെയിൽ പോയി ബോംബെയിലെ കാന്തപുരത്തിന്റെ സ്വന്തം അനുയായികളുമായി ബന്ധപ്പെട്ടു. അവരെല്ലാവരും പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല. പാവം ജിഷാനുമായി അന്വേഷിച്ച് അവസാനം ജാലിവാലയെ കണ്ടെത്തി. എന്താ ജാലിവാലയെ കുറിച്ചിട്ട് ജിഷാനുമായി കണ്ടെത്തിയപ്പോൾ പറയുന്നു, ജാലിവാല ഫാസിക്കായ മനുഷ്യനാണ്, ഫാസിക്കായ മനുഷ്യനാണ്. ആരാ പറയുന്നത്? ആരെക്കുറിച്ചാ പറയുന്നത്? കാന്തപുരത്തിന്റെ മുറബിയായ ശേഖരിച്ച്. അങ്ങനെ പകരക്കാരൻ പ്രസംഗിച്ചത് കാന്തപുരം ഉസ്താദിന്റെ മുറബിയായ ജാലാവാല. ഒരു ജാലിവാല എന്നല്ല, ജാലാവാല എന്ന് പറഞ്ഞത് എന്തായാലും ഒരു വാലന്നെയാണ്. അതിനെക്കുറിച്ച് ജിഷാൻമായി പറയുന്നു, അയാളൊരു ഫാസിക്കാണ്, ജുമാക്ക് പോലും പള്ളിക്ക് പോകാത്ത, ജുമാ പോലും നിസ്കരിക്കാത്ത. ജിഷാൻമായി ജാലിവാലോട് ചോദിച്ചത്രേ, നിങ്ങൾക്ക് ഞാൻ പൈസ ഇട്ട് തരാം, നിങ്ങൾക്ക് അക്കൗണ്ട് നമ്പർ എന്നാൽ ബാങ്കിൽ പോയി വാങ്ങാം. അപ്പൊ ജാലിവാല പറഞ്ഞത്രേ, ഞാൻ മാസത്തിലൊരിക്കലേ പുറത്തേക്ക് ഇറങ്ങാറുള്ളൂ. ഏതൊരു മുസ്ലിം മാസത്തിൽ 4 ദിവസം പുറത്തേക്ക് ഇറങ്ങൂല, ബാക്കിയുള്ള വക്ത റൂമിൽ നിസ്കരിച്ചു നിർത്താത്ത, ജുമാക്ക് പോലും പോകാത്ത ആളായിരുന്നു. ജാലിവാലയെ കുറിച്ച് പറയുന്നു, തെമ്മാടിയായ ആളാണ്, ഫാസിക്കായ ആളാണ്. അവർ ഫാസിക്ക് കൊണ്ടുവരുന്ന മുടിയുമായി കൊണ്ടാണ് ഇവർ നടക്കുന്നത്. കേൾക്കും നിങ്ങൾ, ജിഷാൻമായി പറയട്ടെ. അൽഹംദുലില്ലാഹ്, ഓരോ ആളുകളും, ഓരോ സഹാബിമാരും, ഓരോ അഹ്സനുമാരും ഈ വിഷയം ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇനിയും അവരെ കണ്ണടച്ചുകൊണ്ട് ഇരുട്ടത്തിരുത്താമെന്ന് വല്ലവരും മോഹിച്ചാൽ അവർ സ്വപ്നലോകത്തിൽ
ചിന്തിക്കുന്നവരാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്വപ്നം കണ്ടോളൂ പറ്റുന്നില്ല, പക്ഷേ പല യാഥാർത്ഥ്യങ്ങളും മറച്ചു വെച്ച് അതൊക്കെ സ്വപ്നമാക്കി മാറ്റിയാൽ ഇവിടെ കേരളത്തിന് ചിന്തിക്കുന്ന വിവേകമുള്ള സമൂഹം ഞങ്ങൾക്ക് ഇന്ന വ്യക്തികളോട് പ്രത്യേകിച്ച് കൂടില്ല. പക്ഷേ ജാലിയൻവാല എന്ന് പറയുന്ന ഒരു ഫാസിക്കായ മനുഷ്യന്റെ കയ്യിൽ നിന്ന്, ഒട്ടും സത്യസന്ധനല്ലാത്ത ഒരു മനുഷ്യനിൽ നിന്ന് കൊണ്ടുവന്ന ഒരുപാട് വ്യാജമുടികൾ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ട് ഇവിടെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് ചോദ്യം ചെയ്യാൻ ഇളം തലമുറയിലെ ഞങ്ങൾ ഇനിയും ഉണർന്ന് പ്രവർത്തിക്കുമെന്ന് മാത്രം നിങ്ങൾ ഫാസിക്കായ ജാലിയൻവാലെന്ന് കൊണ്ടുവന്ന മുടി. എന്നാൽ ജിഷാൻമായി പറയുന്നു ജാലിയൻവാല കാന്തപുരത്തിന് പറ്റിയ ഷേഖ്. അറിയില്ല, നമ്മൾ ആരോപിക്കുന്നില്ലോ. നമ്മൾ പണ്ട് ബഹുമാനനായ അഷ്റഫ് ഫൈസി കണ്ണാടി പറഞ്ഞു, മലപ്പുറത്ത് കൊണ്ട് അഗ്രിക്കച്ചവടക്കാരൻ എന്ന് പറഞ്ഞതിന്റെ പേരിൽ, കേശവൻ എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇവർ രൂക്ഷമായി കളിയെ കുറ്റപ്പെടുത്തി. അഷ്റഫ് ഫൈസി ജാലിയൻവാലയെ കുറിച്ച് കേശവൻ എന്ന് പറഞ്ഞു. കേശവൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ മുടിയുള്ള ആളെന്നുള്ളൂ. ജാലിയൻവാലത്ത് പറയുന്നുണ്ടല്ലോ, ഇയാൾ കേശവനാണ്, മറ്റാൾ മഹാകേശവനാണെന്ന് പറഞ്ഞു. ആരെ? അഷ്റഫ് ഫൈസി. അതിന് നൗഷാദാസിന് പറയണം, മരിച്ചു പോണ്ടേ. കേട്ടോളൂ, ഒന്ന് കേട്ടോളൂ. അതിലൊക്കെ കേട്ടോ, തെളിവില്ലെന്ന് പറഞ്ഞാലേ കേരള മുസ്ലിമുകൾ സ്വീകരിക്കൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മഹാനായ അഹമ്മദ് ഹസ്രജി ഞാൻ ഇൻഷാല്ലാ കൊണ്ടുവരാൻ പോവാ. ഹസ്രജിയെ കുറിച്ച് പറഞ്ഞെന്താണെന്നറിയോ? കേശവൻ. സുബ്ഹാനല്ലാഹ്, കേശവൻ. ജാലിയൻവാലയെ കുറിച്ച് പറഞ്ഞ വാക്ക് കേശവൻ. ആക്ബത്ത് സൂക്ഷിക്കണ്ടേ? ഹസ്രജി പരലോകത്തിൽ വരൂലേ, ഞാനും വരൂലേ, ജാലിയൻവാലയും വരൂലേ, പറഞ്ഞ കണ്ണാടിപ്പറമ്പും വരൂലേ. സഹോദര പറഞ്ഞ വാക്ക് ആക്രി കച്ചവടക്കാരൻ എവിടെ എങ്ങനെ വേണമെങ്കിൽ എത്ര ചോദിച്ചാലും കൊടുക്കാവുന്ന മഹാകേശവൻ. അതിങ്ങനെ എത്ര വേണ്ടേ, എത്ര വേണോ ചോദിച്ചാൽ കൊടുക്കാവുന്ന വലിയ കേശവനാണ് പിന്നെ അവൻ. അക്കേശവന്റെ അടുത്ത് നിന്നാണ് മറ്റേ കേശവനും വാങ്ങിച്ചു കൊണ്ടുപോയത്. അങ്ങനെ ഈമാനുള്ളവരെ, ഇത് ഞാൻ വേദനയോടെ പറയട്ടെ, ഇവരെന്നെ തെറ്റാ ചെയ്തത് ഉസ്താദിന് കൊടുത്തു എന്നതല്ലാതെ ഈ ചങ്ങാതിന്റെ പിന്നിൽ പോയാൽ എന്റെ ആഹാരം രക്ഷപ്പെടുമോ? തീർച്ചയായിട്ടും രക്ഷപ്പെടും, ഒരു സംശയവുമില്ല. അതിന് കാര്യമൊന്നും വേണ്ട. ഞങ്ങൾ ആലോചിച്ചത് ഞങ്ങൾ ആശ്രമത്തിനെ കുറിച്ചിട്ട് ആരെ പിന്നാലെ തന്നെ പോകേണ്ടത്? ഈ ആക്രി കച്ചവടക്കാരനായ കേശവന്റെ പിന്നാലെയോ? ഞങ്ങൾ ഇനിയും തുറന്നു പറയുന്നു, ഇത് കേശവൻ മറ്റൊരു മഹാകേശവൻ. അങ്ങനത്തെ ഞങ്ങൾ പറയുന്നത്. കേശവന്റെ ഇഷ്ടങ്ങൾക്ക് എന്താ കുഴപ്പം? കുറെ മുടിയുള്ള ആളുകൾ. ഇതാ ജാലിയൻവാലിന്റെ അടുക്കിലേക്ക് ജിഷാമായി പറഞ്ഞപ്പോ പോയപ്പോ മുടി ചോദിച്ചപ്പോ ജിഷാമായി പറയാ, അരി വാരി കുത്തുമ്പോൾ കൊടുത്തിരുന്നു. കട്ടിലൊക്കെ മുടിയൊക്കെ ജാലിയൻവാലിന്റെ കട്ടിലൊക്കെ തിരുക്കേശം. അദ്ദേഹം പറഞ്ഞു, തിരുക്കേശമല്ല, ഒരു കേശം അല്ലെങ്കിൽ വെറും കേശം. ഇതിന് തിരുമുടി എന്ന് പറയാൻ പറ്റും. മറ്റേ പറഞ്ഞില്ല തിരുമുടി, ആന. ഇതിന് തിരുമുടി എന്ന് പറയാൻ പറ്റില്ല കൂട്ടരെ. ഒരു മുടി അല്ലെങ്കിൽ ഒരു കേശം അല്ലെങ്കിൽ വെറും കേശം എന്ന് പറയാം. ആന അതോടെ പോയപ്പോ ആന്റെ കാര്യപ്പം മുണ്ടുന്നില്ല. ആനപ്പം മുണ്ടിനല്ല. ജിഷാൻവായിന്റെ വെളിപ്പെടുത്തലുണ്ടായപ്പോ ആനനെ കാണാനല്ല. അവരെന്റെ ഇടക്ക് നടപെട്ട് നോക്കിയതാ. സംസ്ഥാനക്കാര് നജീബ് മൗലവി, സംസ്ഥാനക്കാരെ മൊത്തം പറയാൻ പറ്റില്ല, ഒരുപാട് നല്ലവരുണ്ട്. നജീബ് മൗലവി അടക്കമുള്ള കുറച്ച് ആൾക്കാർ. അയാൾ അഡ്രസ് അതുകൊണ്ടല്ലാതെ ഇരിക്കട്ടെ. ഏതായാലും ജിഷാൻമായി ജാലിയൻവാലയെ കുറിച്ച് പറയുന്നു, അറിയാത്ത ആളാണ്. കേട്ടോളൂ. അദ്ദേഹത്തോട്, കാരണം അജിഹിയോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ചോദിക്കരുത്, നമുക്ക് പലതും അറിയാനുണ്ട്. കാരണം അൽഹംദുലില്ലാ അന്ന് ഇക്ബാൽ ജാലിയൻവാല എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഈ മുടിത്തട്ടിപ്പുകാരനാണോ അല്ലയോ എന്നൊക്കെ ഇൻഷാല്ലാ വരാൻ പോകുന്നുണ്ട്. ഈ വ്യക്തിയുടെ മകനാകുന്ന ഇമ്രാൻ എന്ന് പറയുന്ന വ്യക്തി അന്ന് ഗുജറാത്തിലായതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ അള്ളാഹു അവിടെയും നമുക്ക് നമ്മളവിടെ പിന്നെ കക്ഷിയായിട്ട് പോയപ്പോ അവരുടെ ചില ക്യാമറകളും മറ്റുള്ള കാര്യമൊക്കെ ഈ പറയുന്ന ഇമ്രാനാണ് പിടിച്ചു വാങ്ങിയത്. പക്ഷെ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അന്ന് മറ്റൊരു ശബ്ദം അവിടെ ഉണ്ടായിരുന്നില്ല. വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ ജാലിയൻവാലയുമായി നമ്മൾ മണിക്കൂറുകൾ പങ്കിട്ടു. അതിനിടയിൽ അദ്ദേഹം ഓരോന്നോരോന്നായിട്ട് കാണിക്കാൻ തുടങ്ങി. സുബ്ഹാന ജല്ല ജലാലുഹു ചില മുടിക്കെട്ടുകൾ അദ്ദേഹത്തിന്റെ കട്ടിലയുടെ അടിയിൽ. ഇത് ഞാൻ വെറുതെ പറയുകയല്ല.
കട്ടിലിനടിയിൽ മുടിക്കെട്ടുകൾ. എന്താണ് ഈ പറയുന്നത്? ഹിജ്റ 50 മഹാന്മാര് പറഞ്ഞത് എന്റെ അടുക്കൽ ഷഹറത്തും ഒരു മുടിയില്ലാകാന്നുള്ളത് അഹബ്ബു ഇലയ്യ മിനൽ ദുനിയാ വമാ ഫീഹാ. പുണ്യനബിയുടെ ഒരു തിരിക്കേശം ഉണ്ടാകുന്നുള്ളത് ദുനിയാവും സകല വസ്തുക്കളിൽ ലഭ്യമാകുന്നതിനേക്കാൾ ഇഷ്ടമുള്ളതാണ്. ജാലിവാലിന്റെ കെട്ടിനുണ്ടല്ലോ മുടിക്കെട്ടുകളാണെന്നാണ് പറയട്ടെ. ഈ വിഷയത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഉള്ളവങ്ങളെയും ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദെയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ബഷീർ ബാക്കവി എന്ന വ്യക്തി ഇന്നും ബോംബെയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. ബോംബെയിൽ കരീന എന്ന് പറയുന്ന സ്ഥലത്ത് സാന്താക്രൂസ് എയർപോർട്ടിന് തൊട്ടടുത്തുള്ള ജുമുഅത്ത് പള്ളിയിൽ മലയാളികൾ മാത്രം തിങ്ങിക്കൂടുന്ന ഒരു ഏരിയയിൽ അദ്ദേഹം ഏകദേശം 10-ലധികം വർഷം തർക്കമില്ലാത്ത വിധം ഒരാൾക്കും വെറുപ്പ് സമ്പാദിക്കാതെ നല്ല നിലയ്ക്ക് സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ മുറുക്കി പിടിച്ചുകൊണ്ട് വിശദമായി പറയാണ് ഈ വിഷയങ്ങൾക്ക് തെളിവ് ഞാൻ മാത്രമല്ല, കാന്തപുരത്തിന്റെ സ്വന്തം ആളായ ബഷീർ ബാക്കവി എന്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം നേരിട്ട് കണ്ട ആളാണ്, നേരിട്ട് അനുഭവിച്ച ആളാണ്. ഇത് ജാലിവാലിന്റെ തമ്മാടിത്തരങ്ങളും ജാലിവാലിന്റെ വീട്ടിലുള്ള ഈ മുടിക്കെട്ടുകളൊക്കെ നേരിട്ട് അനുഭവിച്ച ആളാണ്. എന്നിട്ട് ജിഷാൻമായി പറയാണ്, ഞാൻ പൊട്ടിക്കരൻ ചോദിച്ചപ്പോ എനിക്കും മുടി കിട്ടി, 18 മുടി കിട്ടി ജിഷാമായിക്ക്. അവ എത്ര മുടി കേരളത്തിൽ വന്നു? കാന്തപുരത്തിന് ആദ്യം 3 മുടി, നമുക്കെത്ര? 7, 3, 10. ജിഷാമായി പറയണേ ഇവരൊക്കെ ഓവർടേക്ക് ചെയ്ത് എനിക്ക് 18 മുടി, 28 മുടി കേരളത്തിൽ ഇപ്പം ഉണ്ട് നിലവിൽ. അല്ലെ ഏണ് തിരിച്ചുണ്ടായി, അല്ലേ? ഏണ് തിരിച്ചുണ്ടായി. നിങ്ങൾ ആലോചിച്ച് കേരളത്തിന് ഒഴുകല്ലേ തിരികേശം. മഅദല്ലാ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എന്താണ് ഈ പറയുന്നത്? എന്താണ് ഈ പറയുന്നത്? അദ്ദേഹം പറയുന്നത് നിങ്ങൾ, ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചപ്പോ അരി വാരി കൊടുക്കുന്നത് പോലെ അദ്ദേഹം മുടി എനിക്കെടുത്ത് തന്നു. ഞാൻ ഹൃദയം പൊട്ടിക്കറഞ്ഞു. ഞാൻ മുടി കൊടുക്കാൻ വേണ്ടി ചോദിക്കാൻ വേണ്ടി ചെന്നപ്പോ കേരളത്തിലെ ചില ആളുകൾ വിളിച്ചിട്ട് പറഞ്ഞു ജിഷാന് കൊടുക്കരുതെന്ന് പറഞ്ഞപ്പോ ജാലിവാല തരാൻ അല്പം പഠിച്ചു. അപ്പൊ ഞാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ബാബാ എന്നെ പ്രയാസപ്പെടുത്തരുത്. ജാലിവാൻ അങ്ങനെ എത്ര വിളിക്കാം, ബാബാ ബാബാ എന്നെ ബുദ്ധിമുട്ടിക്കരുത്. ഹൃദയം പൊട്ടി പറഞ്ഞപ്പോ ജാലിവാല വാരിക്കോരി എനിക്ക് തന്നു. ഞാൻ അങ്ങനെ ബോംബെയിലെ ബഷീർ ബാക്ക് നിൽക്കുന്ന പള്ളിയിൽ പോയിട്ട് എണ്ണി നോക്കുമ്പോ 18 മുടിയുണ്ട്. 18 മുടി. അങ്ങനെ ഈ മുടിയുമായി കൊണ്ട് അദ്ദേഹം പറയാണ്, ഞാനൊരു പരീക്ഷണം നടത്തി, അത് കത്തിച്ചു നോക്കി. പറഞ്ഞത് കൊണ്ട് ഇന്നും അദ്ദേഹം അവിടെ ജോലി ചെയ്യുകയാണ്. സനത് അദ്ദേഹത്തിന് വായിക്കാനോ അറിയാം. അങ്ങനെ ഞാൻ പറഞ്ഞു, സനദിന്റെ ഒരു കോപ്പി ഇല്ലല്ല, സനദിന്റെ കോപ്പിയും തരൂല. ഏതായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം പോക്കുതന്നെ ഒരു വല്ലാത്ത ബർക്കത്തിന്റെ പോക്കായി. കൈക്കലീതരായ അദ്ദേഹം എന്തിനിവിടെ വന്നു? ആരാണ് ഇദ്ദേഹം? ഞാൻ അസീർസ്ഥാനോട് പറഞ്ഞു, ശാന്തനായിരിക്കൂ, കാരണം വരണം, നാളെ ഇടാം. ഞാൻ മനസ്സിലാക്കി. കാരണം ഒരാൾ കൈകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥി കാര്യമില്ല, മറ്റേയാൾ ബോംബെയിലുള്ളൊരു ഉസ്താദ്, അദ്ദേഹത്തിന് കൊണ്ട് ഇയാൾക്കും കാര്യമില്ല. പിന്നെ ഞാനൊരു ഗൾഫുകാരനായ എന്നെ ഇദ്ദേഹം ഒറ്റയ്ക്ക് വിളിച്ചെങ്കിൽ അൽഹംദുലില്ലാ എനിക്കും പോകേണ്ട. ജിഷാമഹിയോട് ജാലിവാൽ 3 ആളെ പോയത്, 2 ആലിമും ജിഷാമഹി. ജാലിവാൽ ജിഷാമഹിനോട് നാളെ നീ ഒറ്റക്ക് പോ. കാരണം ജിഷാമഹി പറയാണ്, എന്റെ 12 മൂല്യന്മാരിലെ ഓരോത്തൊന്നും കിട്ടുകയെന്ന് ബാബാക്കറിയാം. അപ്പൊ എന്നോട് പറഞ്ഞത് ഒറ്റക്ക് വാ. അപ്പൊ എനിക്ക് സന്തോഷം, എന്റെ കാര്യങ്ങൾ നടക്കുമല്ലോ, ഞാൻ പിറ്റേ ദിവസം ഒറ്റക്ക് പോവുകയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് നാളെ വരാമെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ. അങ്ങനെ അദ്ദേഹം അവിടുന്ന് അദ്ദേഹത്തിന്റെ ഈ പടിവാൾ പിന്നെ ഈ ഏടിപ്പടിയിൽ ഇറങ്ങി നമ്മൾ പുറത്തേക്ക് വന്നു. പിറ്റേന്ന് ഞാൻ പറഞ്ഞു, ബഷീർ ഉസ്താദിനോട് പറഞ്ഞു, കാരണം എനിക്കവിടെ ഒറ്റയ്ക്ക് പോകാൻ അപ്പോഴും അറിയില്ല, നിങ്ങളൊന്ന് ഉസ്താദ് എന്നെ അവിടെ ഇറക്കിത്തരണം, എന്താണ് സംഭവിക്കുക എന്നത് യാതൊരു പിടുത്തമില്ല. അദ്ദേഹം എന്നെ സ്നേഹിച്ചുകൊണ്ടാണോ വിളിച്ചത് അല്ലെങ്കിൽ ഒരു ദുരുദ്ദേശം വെച്ചാണോ വിളിച്ചത് എന്ന് ഇപ്പോഴും എനിക്ക് പിന്നെ വ്യക്തമായ ധാരണയില്ലാത്തതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചാൽ ഉസ്താദ് ഞാൻ മിസ്കോൾ അടിക്കും, ഉസ്താദ് ഒതുക്കി വരണം എന്ന് ഞാൻ പറഞ്ഞു. കാരണം ജീവിതത്തിലായിരിക്കും ബുദ്ധി ഉണ്ടാവുമല്ലോ, പേടി ഉണ്ടാവുമല്ലോ. കാരണം ഈ മനുഷ്യൻ അങ്ങനെയുള്ള സ്ഥലത്ത് ഇത്രയും പിന്നെ എന്താ പറയണ്ടേ റിസ്ക് എടുത്തുകൊണ്ട് പോയതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം സുഹൃത്തുക്കൾ ശരിക്കും നോട്ട് ചെയ്തോ, പിറ്റേ ദിവസം ഏകദേശം 6 മണിക്ക് വൈകുന്നേരം 6 മണിയാകുമ്പോഴേക്കും ഞാൻ അവിടെ എത്തി. 6 മണിയാകുമ്പോഴത്തേക്ക് എത്തി. ഉസ്താദിനെ എങ്ങനെ ഇറക്കെത്തി. അപ്പോൾ 6 മണിക്കാണ് ഇദ്ദേഹത്തിന്റെ കച്ചവടം, ഈവനിങ് ഷിഫ്റ്റാണ് മുപ്പര്. മനസ്സിലാക്കി എന്റെ പ്രയാസം എന്താ എനിക്കറിയാറ്. ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കലാണ് എന്റെ പ്രയാസം. അപ്പൊ അദ്ദേഹം
ഇരിക്കുന്നതിനിടെ ഒരുപാട് പിന്നെ ഫീമെയിൽ പിന്നെ സഹോദരിമാർ ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ അടുക്കൽ വരുന്നുണ്ട്. അങ്ങനെ ഇദ്ദേഹത്തിന്റെ കൈപിടിച്ച് ചുംബിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന് പല ഹറാമായ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ജാലിബാന്റെ വീട്ടിൽ ഹറാമായ പലതും നടക്കുന്നു, സ്ത്രീകൾ വരുന്നു, പലതും അവിടെ നടക്കുന്നു. ആരാ പറഞ്ഞ് ജിഷാമായത്തിന് നേരിട്ട് കണ്ട കാന്തപുരത്തിന്റെ മുറബിയായ ശേഷം ബന്ധങ്ങള് കാന്തപുരത്തിനെ പറ്റിയൊരു കഷ്ടകാലം. ഇത് പണ്ട് സ്വപ്നജീവി ഒരു പാട്ട് പാടിയിട്ടുണ്ട്. സ്വപ്നജീവി പാട്ടുപാട്ടില് കഷ്ടകാലം അന്ന് അബൂവരിലെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അതേ ഒരവസ്ഥ പറ്റിയിരിക്കുന്നത്. കാന്തപുരത്തിന് ശരിക്കൊരു കഷ്ടകാലത്താണ്, ശരിക്കും നല്ലൊരു കഷ്ടകാലത്ത് സംഭവിച്ചിരിക്കുന്നത്. അത് പകരക്കാരൻ തന്നെ പാട്ട് പാടുന്നുണ്ട് കേട്ടോളൂ. അബൂക്കറിലേക്ക് പറ്റിയ കഷ്ടകാലത്തെ കുറിച്ച് മൂപ്പര് പാട്ട് പാടുന്നുണ്ട് കേട്ടോളൂ. കാലം വന്നിവട്ടകോലം അരഞ്ഞില്ല അല്ലാത്തൊരു കഷ്ടകാലാണ് വന്നു പൊട്ടിക്കണമെന്നാണ്. നല്ലൊരു കഷ്ടകാലത്തിനെപ്പുള്ളത്. അവൾ ആലോചിച്ചു എവിടേക്കാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്, ഈ സമുദായത്തെ എവിടേക്കാണ് ഇവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വാരി കോരുന്ന മുടി ഈ 18 മുടിയുമായി കൊണ്ടുവരികയാണ്. എന്നിട്ട് ജിഷാമായി റഷീദ് സക്കാത്ത് ഏലംകുളത്തിന് ഫോം വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ജാലിഹാർക്ക് പോയപ്പോ അവിടെ ഫ്രഷ് പുതപ്പുണ്ട്, ഫാത്തിമ ബീവിയുടെ ഡിജിറ്റൽ ഫോട്ടോയുണ്ട്. ഫാത്തിമ ബീഡി എവിടെ? ജാലിഹാറിനകത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഫോട്ടോ. റഷീദ് സക്കാഫിയുമായി കൊണ്ട് ജിഷാമായി പ്രോത്സാഹനത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാം തുറന്നു പറയുന്നു. കേൾക്കും നിങ്ങൾ, എത്ര ഗൗരവമാണ് നിങ്ങൾ. റസൂലുള്ളാഹിന്റെ പൊതുപ്പുണ്ടത്രേ ജാലിവാലിനടുക്കലേക്ക്. അങ്ങനെ പലതുമുണ്ടത്രേ ജാലിവാലിനടുത്ത് റഷീദ് സക്കാഫിയുമായി കൊണ്ട് ജിഷാനുമായി പങ്കെടുത്ത് നിൽക്കുന്നു. അല്ലെ ഇക്ബാലിന്റെ വീഡിയോ വെച്ചു നിങ്ങൾ ആരെങ്കിലും എന്നോട് സൂചിപ്പിക്കാൻ വിട്ടത്? ഞാൻ ചോദിച്ചില്ല. കുറച്ചോനെ അത് ചോദിക്കണ്ടേ നിങ്ങള്? അതാണ് മെയിനായിട്ട് ചോദിക്കേണ്ടത്. ഞാൻ ചോദിക്കാൻ വിചാരിച്ചിരുന്നു. അതായത് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലെന്ന് നോക്കി. അല്ല ജീവിച്ചിരിപ്പുള്ളോണ്ടായിരിക്കുമല്ലോ അമ്പലക്കടവ് കൊണ്ടാണ് സാധനം. പക്ഷെ ജിഷാമായിയോട് റഷീദ് സക്കാഫി പറയാണ്, ഞാൻ യോഗത്തിൽ വെച്ചുകൊണ്ട് ജാലിവാല ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു വിചാരിച്ചാണ്. അപ്പൊ ജിഷാമാരെ ചോദിക്കേണ്ട ആവശ്യമില്ല, അമ്പലക്കടവ് മുടി കൊണ്ടുന്നില്ലേ, മുടി ആളുണ്ടായതുകൊണ്ടല്ലേ മുടി കൊണ്ടുവരാൻ കഴിയുന്നത്. പറയട്ടെ, കൊന്നിട്ടില്ല എന്നുള്ളതൊന്നും ആരും പറയല്ലോ. അല്ല, ഇത് കിട്ടിയിട്ടില്ല എന്നുള്ള ഭാഗത്തേക്കൊന്നും ആരും വന്നില്ല. കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ കെടൂലേ? കിട്ടിയിട്ടില്ല എന്ന് പറയാനാവില്ല. കാരണം ഇത് ഇതുപോലെ കിട്ടുന്ന സ്ഥലമാണ് ഉള്ളതുകൊണ്ടല്ലേ ഇത്രയും അഡ്രസ് പൂത്തി വെച്ചേ. റഷീദ് സക്കാഫ് ചിരിക്കുക. അവിടെ പോയി എല്ലാവരും കിട്ടുന്നു, എല്ലാവർക്കും അറിയില്ലേ എന്ന് ജിഷാമായി ചോദിക്കുമ്പോ റഷീദ് സക്കാഫ് ഏതെങ്കിലും പൊട്ടിച്ചിരിക്കാണ്. യോഗത്തിൽ വെച്ചുകൊണ്ട് അമ്പലക്കടവിനും കൂട്ടർക്കും മുടി കിട്ടിയിട്ടില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല എന്ന് റഷീദ് സക്കാഫ് ജിഷാമായോട് പറഞ്ഞപ്പോ ജിഷാമായോട് അതെങ്ങനെ പറയാ, എങ്ങനെ പറയാ? കിട്ടിയിട്ടില്ല എന്ന് പറയാൻ നാണം കെടൂലേ? കിട്ടിയത് വ്യക്തമായ തെളിവല്ലേ? ഇത് കേട്ടപ്പോ റഷീദ് സക്കാഫ് ഏതെങ്കിലും പൊട്ടിച്ചിരിക്കുക. മൂപ്പരാറിന് കൊടുക്കുന്നുണ്ടോ? 30 കൊല്ലമായിട്ട് കൊടുത്തിട്ട് ഇപ്പവും ആയിഷ ബീവിന്റെ കമ്പിളി പുതപ്പും ഫാത്തിമ ബീവിന്റെ ഡിജിറ്റൽ ക്യാമറയും അങ്ങനെ പറഞ്ഞു കൊണ്ടുപോലാണ്. കണ്ണുകള് ആയിഷ ബീവിയുടേത്, ഫാത്തിമ ബീവിന്റേത്, റസൂലുള്ളാഹിന്റെ ഫ്രഷ് പുതപ്പ്, അതങ്ങനെ നോക്കി പുതിയതാണ് റസൂലുള്ളാഹിന്റെ കാലത്തുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കിങ്ങളെ, എവിടേക്കാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അങ്ങനെ ജിഷാനുമായി ഈ മുടിയുമായി കൊണ്ട് സാക്ഷാൽ പൊന്മുള അബ്ദുൽ ഖാദിർ സ്ഥലത്തിലേക്ക് ചെയ്യുകയാണ്. പൊന്മുളയോട് കാണിച്ചു കൊടുത്തതാ, എനിക്ക് 18 മുടി കിട്ടിയിട്ടുണ്ട്, എനിക്ക് ജാലിവാണ് നിൽക്കുന്നത് 18 മുടി കിട്ടിയിട്ടുണ്ട്. പൊന്മുള ഉടൻ തന്നെ പറഞ്ഞുപോയി, മുടി ആർക്കും യഥേഷ്ടം കൊടുക്കുന്ന ഒരു സ്ഥലം. ഒരു മുടി ചോദിച്ചപ്പോൾ 18 മുടി. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ഈ ശബ്ദം കേൾക്കുന്നവരെ, കേരള ഇസ്ലാമിക് ക്ലാസുകൊണ്ട് ആ വിഭാഗത്തിന്റെ അനുയായികളായി പ്രവർത്തിക്കുന്ന നല്ലവരായ സഹോദരന്മാർ ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ സഹോദര ചിന്തിക്കുക, അത് പരലോകത്തിന്റെ കാര്യമാണ്. ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാം. നിങ്ങൾ നാളെ ഒരു ലക്ഷത്തിനുണ്ടെങ്കിലും മറുപടി ഒന്ന് രക്ഷപ്പെട്ടേക്കാം. പക്ഷേ പോകേണ്ട നമുക്ക് മരിക്കണ്ടേ ആ ഒരു ബോധമുണ്ടാവും. പറയട്ടെ,
പറഞ്ഞ ഈ വിഷയത്തെ സംബന്ധിച്ച് ഞാൻ തിരിച്ചിങ്ങോട്ടുള്ള വരികയാണ്. അങ്ങനെ ബോംബെയിൽ നിന്ന് ഈ കിട്ടിയ 18 മുടികളുമായി പിറ്റേ ദിവസം ഈ സാധുവായ ഞാനും അബ്ദുൽ നസീർ അൽവീറിയും ബൈക്കിൽ തന്നെ എവിടത്തേക്ക് നാട്ടിലേക്ക് കരിപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങി. കരിപ്പൂർ എയർപോർട്ടിൽ ഏകദേശം രാത്രി 7-8 മണിക്കാണ്, 8 മണിക്ക് വൈകുന്നേരമാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ രണ്ടാളും വീട്ടിലേക്ക് പോയി. അങ്ങനെ യാത്രാമധ്യേ ബഹുമാനപ്പെട്ട ഞാൻ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട പൊന്മളസ്താവ് അല്ലാഹു ദീർഘായുസ്സുള്ള ആഫിയത്തിൽ പ്രദാനം ചെയ്യുമാറാകട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പൊ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. അങ്ങനെ പൊന്മളസ്താവിനോട് വിളിച്ചു വിഷയങ്ങൾ പറഞ്ഞു. പൊന്മളസ്താവ് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, രാവിലെ ഇവിടെ വന്നോളൂ, സുബഹിക്കോടെ തന്നെ ഇവിടെ എന്റെ സ്ഥാപനത്തിലേക്ക് വന്നോളൂ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അതിരാവിലെ തന്നെ മാഹിയിൽ നിന്ന് ഞാൻ പിറ്റേ ദിവസം, അതായത് ജാലിയവാലയിൽ നിന്ന് മുടി കിട്ടി കേരളത്തിൽ ഇറങ്ങിയതിന്റെ പിറ്റേ ദിവസം അതിരാവിലെ തന്നെ ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിനെ പോയി സന്ദർശിച്ചു. അങ്ങനെ ഉസ്താദ് റൂം അടച്ചുകൊണ്ട് ആദ്യത്തെ 45ഓളം മിനിറ്റ് സാധുവായ ഞാനും പൊന്മള ഉസ്താദും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ബഹുമാനപ്പെട്ട അബ്ദുൽ നസീർ അൽവീറിയും അവിടെ കടന്നു വന്നു. അങ്ങനെ ഈ വിഷയം വളരെ വ്യക്തമായിട്ട് പൊന്മള ഉസ്താദ് കേൾക്കുകയും ഉസ്താദിന്റെ മുമ്പിൽ കിട്ടിയ ഈ 18 മുടികളും ഞാൻ തുറന്നു വെച്ച് കാണിച്ചു കൊടുക്കുകയും ഉസ്താദ് ഇതൊക്കെയാണ് നടന്നെന്ന് പറഞ്ഞപ്പോ ഉസ്താദ് ആദ്യം പറഞ്ഞ വാചകം ഞാനിപ്പോഴും എന്റെ ചെവിയിൽ മുഴങ്ങിക്കേൾക്കുന്നു, ഇന്നായിലേക്ക് രാജ്യവും. ഉസ്താദിന്റെ മുമ്പിൽ കിട്ടിയ ഈ 18 മുടികളും ഞാൻ തുറന്നു വെച്ച് കാണിച്ചു കൊടുക്കുകയും ഉസ്താദ് ഇതൊക്കെയാണ് നടന്നെന്ന് പറഞ്ഞപ്പോ ഉസ്താദ് ആദ്യം പറഞ്ഞ വാചകം ഞാനിപ്പോഴും എന്റെ ചെവിയിൽ മുഴങ്ങിക്കേൾക്കുന്നു, ഇന്നായിലേക്ക് രാജ്യവും. 18 മുടിയുമായിട്ട് ഞാൻ പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ചെന്നപ്പോ പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ആർക്കും യഥേഷ്ടം ബന്ധം കിട്ടുന്നൊരു സ്ഥലം. അവിടുന്നാണ് ഇത് കൊണ്ടുവന്ന് ഈ പാവങ്ങളായ ഈ സമുദായത്തെ അതിന്റെ പേരിൽ ആ പിരിവ് നടത്തിയത്, അതിന്റെ പേരിൽ ആ പള്ളി ഉണ്ടാക്കുന്നു പറയുന്നത്, അതിന്റെ പേരിൽ ആ പിരിവ് പള്ളി ഉണ്ടാക്കാതെ കാശ് പേരിൽ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, പരലോകത്ത് ആഗ്രഹിക്കുന്നവരെ, പോകണമെന്ന ചിന്തയുള്ളവരെ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ സ്നേഹിക്കുന്നവരോട് ഞാൻ വളരെ വിനയത്തോടെ പറയട്ടെ, എന്റെ പ്രിയപ്പെട്ടവരെ, പരലോകത്തെ ചിന്തയുണ്ടെങ്കിൽ മാറി ചിന്തിച്ച് അള്ളാഹു നൽകുന്ന അവസരമാ. ഇനി ഇതിലും വ്യക്തമായിട്ട് അള്ളാഹു ഇങ്ങനെ കാണിച്ചു തരിക. ഇത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരോ തെളിവുകളും കാണിച്ചു തന്നിട്ടും ഇനിയും അതാണ് ശരിയെന്ന് ചിന്തയോടെ നിൽക്കുന്നവരുണ്ടെങ്കിൽ, പരലോകത്തെക്കുറിച്ച് അല്പമെങ്കിലും ബോധമുണ്ടെങ്കിൽ മാറി ചിന്തിക്കുക സഹോദരങ്ങളെ. നിഷാന്മായി ഒരുപാട് വെളിവർത്തിക്കൊണ്ടിരിക്കുക. ഇപ്പൊ എല്ലാ ഭാഗത്തും ഫ്ലക്സ് ബോർഡുകൾ വരാൻ തുടങ്ങി, നിഷാന്മായിക്ക് അഭിവാദ്യങ്ങൾ. ഇത് കണ്ട SSFകാർ കലികേറെ ഫ്ലക്സ് ബോർഡൊക്കെ വലിച്ചു കീറുകയാണ്. അതുകൊണ്ടൊന്നും കാര്യമില്ല കൂട്ടരെ, അതുകൊണ്ടൊന്നും കാര്യമില്ല. ഒരു ദിനം ഇതൊക്കെ വ്യക്തമാകും. നോമ്പോളുകൾ നമ്മൾ തീരുമാനിച്ചാൽ ഈ വിഷയം വല്ലാതെ നടക്കണ്ടാണ്. പക്ഷേ അപ്പോഴേക്കും അവരെ കൂട്ടത്തിൽപ്പെട്ട രാമമണ്ഡലം പുറത്തു കൊണ്ടുവന്നത് നമ്മളല്ലല്ലോ. നമ്മുടെ ഈ വിഷയം വല്ല ചർച്ചയ്ക്ക് പോകുന്ന വിചാരിച്ചപ്പോഴേക്കും അള്ളാഹു തീരുമാനത്തിന് പറ്റില്ല, ഇതിന് മാറി നിൽക്കാൻ പറ്റില്ല, ഇത് പറഞ്ഞേ പറ്റൂ, സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റൂ. അതിനാദ്യം വെടിപൊട്ടിച്ചതാരാ? രാമത്തല്ലേ മുഹമ്മദ്. അപ്പോഴേക്കും ജാമായി, അപ്പോഴേക്കും ലൗഷാഭാസനെ. ഇപ്പൊ ക്ലാസ് റൂമിൽ കയറുന്നത് നിങ്ങൾ ക്ലാസ് റൂമിൽ കയറി കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോ ക്ലാസ്, നിഷാമായിക്കൊരു ക്ലാസ്, രാമണ്ടലിക്ക് വേറെ ക്ലാസ് റൂമ്, പിന്നെയോ നൗഷാദ് ഹസനക്ക് വേറെ ക്ലാസ്. എവിടെ ഇപ്പൊ ഇവിടെ സുന്നി എവിടെയാണ്? എവിടെ ആ ക്ലാസ് റൂം കാണാനല്ലോ. ഇപ്പോഴാ അൽഹംദുലില്ലാഹ് അന്തസ്സോടെ പ്രവർത്തിക്കുന്ന ഒരേ ഒരു ക്ലാസ് റൂം കേരള ഇസ്ലാമിക് ക്ലാസ്. എന്റെ പ്രിയപ്പെട്ടവരെ, നെറ്റ് ഉപയോഗിക്കുന്നവരൊക്കെ നിങ്ങളതിൽ കയറണം. നിങ്ങളെ നെറ്റ് ഉപയോഗം നന്മയ്ക്ക് വേണ്ടിയായിരിക്കണം. കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന് വേണ്ടി 24 മണിക്കൂറും നിങ്ങൾക്ക് പഠിക്കാനുള്ള വിഷയം. വളരെ മാന്യമായ ക്ലാസ്. ആര് എന്ത് കയറി ചോദിച്ചാലും, എന്തൊക്കെ വൃത്തികേട് ചോദിച്ചാലും മാന്യമായി പ്രതികരിക്കുന്ന ഏറ്റവും നല്ലൊരു ക്ലാസ് കേരള ഇസ്ലാമിക് ക്ലാസ് KCR. നിങ്ങളതിന്റെ അംഗത്വം എടുക്കുകയും നിങ്ങളൊക്കെ അതിൽ കയറുകയും ചെയ്യണം. അതിൽ അംഗത്വം കയറാനോ മെമ്പർഷിപ്പ് എടുക്കാനോ കയറാനോ ഒരു സാമ്പത്തിക ബാധ്യതയുമില്ല. നെറ്റ് ഉപയോഗിക്കുന്നവരായാൽ മതി, നെറ്റ് ചാർജ് ഉണ്ടായാൽ മതി, അതിൽ കയറാം, നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താം. ഇനി മൊബൈൽ നെറ്റുള്ളവർക്കും മൊബൈൽ റേഡിയോ സംവിധാനത്തിലൂടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ നടക്കുന്ന വിഷയങ്ങൾ തത്സമയം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കാം.
ലോകത്തിന് വിഭാഗങ്ങൾ നടക്കുന്ന സംഘടനാ പ്രവർത്തനങ്ങൾ, സംഘടനാ വേദികൾ, സംഘടനാ ക്ലാസുകൾ, സംവാദങ്ങൾ, ഓൺലൈൻ മുഖാമുഖങ്ങൾ എല്ലാം തന്നെ കേരള ഇസ്ലാം ക്ലാസ് പഠിക്കാൻ കഴിയും. നിങ്ങൾക്ക് അതിൽ അംഗത്വം എടുക്കണമെന്ന് സാന്ദർഭികമായി നടത്തുകയാണ്. എന്റെ പേര് നിർത്താൻ ആഗ്രഹിക്കുകയാണ്. വളരെ നല്ലൊരു സദസ്സ് സുബ്ഹാനഹു സ്വീകരിക്കുമാറാവട്ടെ. നാം പറഞ്ഞതും കേട്ടുകൊണ്ട് സാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഇനി വേറെ കുറെ ക്ലിപ്പുകളുടെ സമയമില്ലാത്തതുകൊണ്ടാണ്. പുതിയ പിരിവ് പൗലന്റെ പിരിവ് കില്ല കില്ല വാങ്ങാൻ പോയിക്കൊടുക്കുക കാന്തവരെ എന്തൊക്കെ അതൊക്കെ പറഞ്ഞതല്ല. പിന്നീട് മറ്റന്ന ഞായറാഴ്ച പട്ടാമ്പിൽ വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് അത്തരത്തിലുള്ള പുതിയ ക്ലിപ്പുകളിലെ പ്രദർശനം ഉണ്ടായിരിക്കുന്നതാണ്. ഈ പൊക്കിടാൻ ആഗ്രഹിക്കുന്നില്ല. പോകുമ്പോഴൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ഇസ്ലാമിക് സെന്ററിന്റെ ആ പെട്ടി എവിടെയുണ്ട്, നിങ്ങൾ ആൾക്കാരുടെ രീതിയിലൊക്കെ സഹായിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സംഗ്രഹിക്കുമാറാകട്ടെ.